everyone, welcome back to Xylem Learning. അക്ഷയ് സാറാണ് മക്കളെ. 2.5 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം സാറ് വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെടുത്ത് വന്നിരിക്കുകയാണ്. സോ ബയോളജിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയുള്ള യാത്ര, അതാണ് ഇന്നത്തെ ലൈവിന്റെ പ്രത്യേകത. അപ്പോൾ ഞാനും നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ്സും ലൈവ് ഗൈഡ് ചെയ്യും, അല്ലെങ്കിൽ ലൈവ് നയിക്കുന്നത് രണ്ടുപേരാണ്, ഞാനും പ്രിട്ടി മിസ്സും ഉണ്ടോ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സോ നമുക്ക് ആദ്യം ആരംഭിക്കുക. ഞാനായിരിക്കും ആരംഭിക്കുന്നുണ്ടാവുക, പിന്നീട് പ്രിട്ടി മിസ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും ഇടയിൽ. ഓക്കെ, റെഡി? സോ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്ത്? സാറിന്റെ ശബ്ദം നിങ്ങൾ കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾ കൃത്യമായി കാണുന്നുണ്ടെങ്കിൽ, എന്റെ പിറകുവശത്തായി ബയോളജി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് എഴുതിയത് കാണുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റാക്കുക. വളരെ പെട്ടെന്ന് ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റാക്കുക. ഇന്ന് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും, ഇൻക്ലൂഡിങ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, റെഡി? സാറേ ക്ഷീണം ഉണ്ടോന്ന്? എന്ത് ക്ഷീണം? ഇതൊന്നൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഈ ക്ഷീണം ഒന്നും അറിയില്ല. ക്ഷീണം ഉണ്ടാവും, പക്ഷെ ആ ക്ഷീണം നിങ്ങൾ അറിയിക്കില്ല. കാരണം നമ്മളുടെ ലക്ഷ്യം എന്താ? ഇന്നൊരു ദിവസം കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവണം. അത് തന്നെയാണ് ലക്ഷ്യം. അതെല്ലാ ഫാക്കൽറ്റീസിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഓക്കെ, റെഡി? യെസ്. ഒന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് സിമ്പിളായിട്ട് എടുക്കുക. നിങ്ങൾ അധികം വലിയൊരു തലയിൽ എടുത്തു വെക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. അതായത് നിങ്ങൾ ഈ ലിങ്ക് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കുക കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരിക. കാരണം വളരെ പ്രധാനപ്പെട്ട സെഷൻ എല്ലാ ഫ്രണ്ട്സിനും എത്തിക്കുക കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനെയും ലിങ്ക് അയച്ചു കൊടുത്ത് കൊണ്ടുവരാം. ഓക്കെ, വരൂ. നമ്മൾ ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. എല്ലാ ഫ്രണ്ട്സിനെയും കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ് ഗ്രൂപ്പിലും പിന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരെയും കൊണ്ടുവരാം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പഠിക്കാം. അങ്ങനെ ഒരുമിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ ഒരു നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് തുടങ്ങാലോ. ഓക്കെ, തുടങ്ങാം. യെസ്. അപ്പോൾ ഇവിടെ ബയോളജി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ പ്രിട്ടി മിസ്സും ഞാനുമാണല്ലോ എടുക്കുന്നത്. അപ്പോൾ തന്നെ ചാപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആയിരിക്കും വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഓക്കെ, പിന്നീട് ലൈഫ് പ്രോസസ്സും മറ്റു ചാപ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യും, വരും. ഓക്കെ, റെഡി? യെസ്. ആക്കി സാർ പറയുന്നുണ്ട്. ശരി, തുടങ്ങാം. ഓക്കെ, അപ്പം എൻ്റെ പേരറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് അക്ഷയ് എന്നാണ് കേട്ടോ. സോ ബയോളജി ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റിയാണ് സൈലത്തിലെ. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് തുടങ്ങാം. കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ചോദ്യം നമ്പർ 1. ഇത് 2018 CBSE ചോദിച്ച ചോദ്യമാണ്. 2018 ചോദ്യമാണ്. 1 മാർക്കിന്റെ ചോദ്യം. ഗസ്റ്റേറ്ററി റിസപ്റ്റർ, ഓൾഫാക്ടറി റിസപ്റ്റർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ, രാവിലെ ലൈവ് കണ്ടില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. ഈ ലൈവ് ഇത് നിർബന്ധമായും തുടക്കം മുതൽ അവസാനം വരെ കാണുക. എന്നിട്ട് ആ മാരത്തോൺ ക്ലാസ് കൂടി എന്ത് ചെയ്യുക, കാണാം. അപ്പോൾ മക്കളെ, നമുക്കറിയാം റിസപ്റ്റർ, നമ്മൾ രാവിലെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്. ഗസ്റ്റേറ്ററി റിസപ്റ്റർ എന്ന് പറയുന്നത് എവിടെയാണ് കാണാം? ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ. നിങ്ങൾ പറ, ഗസ്റ്റേറ്ററി റിസപ്റ്റർ എവിടെയാണ് കാണാം? ഗസ്റ്റേറ്ററി റിസപ്റ്റർ കാണുന്നത് ടങ്ങിലാണ്. ടങ്. ഗസ്റ്റേറ്ററി റിസപ്റ്റർ കാണുന്നത് എന്താണ്? ടങ്ങിലാണ്. ടങ്ങിൽ എന്തിനാണ്? യെസ്, ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഓൾഫാക്ടറി എവിടെയാണ് കാണാം? ഓൾഫാക്ടറി കാണുന്നത് നോസ്. എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ്? സ്മെല്. ഓക്കെ, ഇത് എളുപ്പമാണ്. ഓക്കെ, റെഡി? ഇത് എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ് അല്ലേ? ഗസ്റ്റേറ്ററി റിസപ്റ്റർ, നമ്മൾ അവരുടെ മാരത്തോണിൽ പറഞ്ഞതാണ് റിസപ്റ്റർ. സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്ന ആളാണ് റിസപ്റ്റർ. അവിടെ ടങ്ങിൽ കാണപ്പെടുന്ന, നാവിൽ കാണുന്ന റിസപ്റ്ററാണ് ഗസ്റ്റേറ്ററി റിസപ്റ്റർ. ടേസ്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാനാണ് സഹായകരമാവുന്നത്. ഓൾഫാക്ടറി റിസപ്റ്റർ കാണുന്നത് നോസിലാണ്, സ്മെല്ല്. അപ്പം നിങ്ങൾ നോക്കിയേ, വളരെ എളുപ്പത്തിലാണ് നമ്മൾ 1 മാർക്ക് അടിച്ചെടുത്തത്. വളരെ എളുപ്പത്തിൽ നമുക്ക് 1 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ മറ്റു സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം. എന്തൊക്കെ? നമ്മുടെ മൂക്കിൽ ഓൾഫാക്ടറി ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗസ്റ്റേറ്ററി ടങ്ങിലാണെന്നും പഠിച്ചു. ഫോണോ റിസപ്റ്റർ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയിലുണ്ട്, ഫോണോ റിസപ്റ്റർ, അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റർ എന്നും പറയാം, തെറ്റില്ല. ഓക്കെ, റെഡി, സെറ്റ്. പിന്നെന്താ? കണ്ണിലെന്താ? ഫോട്ടോ റിസപ്റ്റർ. കണ്ണിലെ റിസപ്റ്റർ ഏതാ? ഫോട്ടോ റിസപ്റ്റർ. കണ്ണിലെ റിസപ്റ്റർ, ഫോട്ടോ റിസപ്റ്റർ. പിന്നെ സ്കിന്നിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റർ ഉണ്ട്.
തെർമോ റിസപ്റ്റർ, ടച്ച് റിസപ്റ്റർ, പെയിൻ റിസപ്റ്റർ, പ്രഷർ റിസപ്റ്റർ, അങ്ങനെ ഒരുപാട് റിസപ്റ്റർ സ്കിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയോ? ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുമല്ലോ. ഓരോ സെൻസ് ഓർഗൻസിലെയും റിസപ്റ്ററിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇതാണ്. ഗസ്റ്റേറ്ററി റിസപ്റ്റർ ഫൗണ്ട് ഇൻ റിസപ്റ്റർ ഫോർ ടേസ്റ്റ് പ്രസന്റ് ഇൻ ടേസ്റ്റ് ബഡ് ഓൺ ദ ടങ്. അതിൻ്റെ ആൻസർ ആണ്. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ റിസപ്റ്റർ ഫോർ സ്മെല്ല് പ്രസന്റ് ഇൻ നേസൽ ചേംബർ. നേസൽ ചേംബർ എന്ന് വെച്ചാൽ മൂക്കിനകത്തുള്ള അറയാണ് നേസൽ ചേംബർ. അപ്പോൾ അവിടെ കാണപ്പെടുന്ന റിസപ്റ്ററാണ് ഓൾഫാക്ടറി റിസപ്റ്റർ. സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യാനാണ്. ഇത്രയും ഓക്കെയാണ്. ഓക്കെ, റെഡി, സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതും CBSE 2018 ചോദ്യം, 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് എ ബി ഇൻ ദ ഗിവൺ ഫ്ലോ ചാർട്ട് ഓഫ് എ ന്യൂറോൺ. അപ്പോൾ ന്യൂറോണിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. ആദ്യം ഡെൻഡ്രൈറ്റ്, പിന്നീട് അങ്ങോട്ടാണ് പോവുക സെൽ ബോഡി, അല്ലേ? സെൽ ബോഡി, പിന്നീട് ആക്സോൺ. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ഒരു കാര്യമില്ല. ഡെൻഡ്രൈറ്റ്, അവിടുന്ന് ഇമ്പൾസ് സെൽ ബോഡിയിലേക്ക് പോയി, പിന്നീട് ആക്സോണിലേക്ക് പോയി, എൻഡ് പോയിന്റ് ഓഫ് ദ ന്യൂറോൺ. വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇത് എഴുതാം. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 മാർക്കാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അവിടെ നിങ്ങൾക്ക് ന്യൂറോണിൻ്റെ ചിത്രം കാണാം. ഇതാണ് ഡെൻഡ്രൈറ്റ്, പിന്നീട് ഇത് സെൽ ബോഡി, ഇത് ആക്സോൺ, ഇത് നെർവ് എൻഡിങ്. അപ്പോൾ ആദ്യം ഡെൻഡ്രൈറ്റ്, സെൽ ബോഡിയുടെ മറ്റൊരു പേരാണ് സൈറ്റോൺ. ഓക്കെ, ആക്സോൺ, എൻഡ് പോയിന്റ് ഓഫ് ദ ന്യൂറോൺ. അത്രേ ഉള്ളൂ. ഓക്കെ, ലേബൽ ചെയ്യുന്നുണ്ട് സാറ് ലേബൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെൽ ബോഡി, ഇതാണ് നമ്മുടെ ആക്സോൺ, ഇതാണ് എൻഡ് പോയിന്റ് ഓഫ് ന്യൂറോൺ, അല്ലെങ്കിൽ നെർവ് എൻഡിങ്, അല്ലെങ്കിൽ ആക്സോൺ എൻഡിങ് എന്നൊക്കെ പറയാം. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. റൈറ്റ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. 4 മാർക്കിൻ്റെ ചോദ്യം, CBSE 2017. 4 മാർക്കിൻ്റെ ചോദ്യം നോക്കിയേ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത് സെൻസറി ന്യൂറോൺ എന്താണ്, അതിൻ്റെ ഫംഗ്ഷനാണ് ചോദിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? മെയിൻ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. മെയിൻ ഫംഗ്ഷൻസ് ചോദിച്ചു. അപ്പോൾ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും അവിടെ ഉണ്ട് കണ്ടോ, സെൻസറി മോട്ടോറും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ക്രേനിയം വെർട്ടിബ്രൽ കോളം. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡയഗ്രം വരക്കേണ്ട കാര്യമില്ല. ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഡയഗ്രം വരക്കാൻ പറഞ്ഞെങ്കിൽ മാത്രം ഡയഗ്രം വരക്കാം. ഓക്കെ, മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോ, വളരെ കൃത്യമായി ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം സെൻസറി ന്യൂറോണാണ് പറഞ്ഞത്. സെൻസറി ന്യൂറോൺ മക്കൾ, ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? എല്ലാ ന്യൂറോണും എന്ത് ചെയ്യും? എല്ലാ ന്യൂറോണും ഇമ്പൾസിനെ കൊണ്ടുപോകും, ഇമ്പൾസിനെ ക്യാരി ചെയ്യും. എല്ലാ ന്യൂറോണും എന്താ ചെയ്യുന്നത്? ഇമ്പൾസിനെ ക്യാരി ചെയ്യും. ഓക്കെ, റെഡി? അപ്പോൾ സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പൾസിനെ CNSലേക്ക് ക്യാരി ചെയ്യും. ഇമ്പൾസിനെ എങ്ങോട്ടാ ക്യാരി ചെയ്യുക? CNS. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സെൻസ് ഓർഗൻസ് അഥവാ റിസപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പൾസിനെ എങ്ങോട്ട് ക്യാരി ചെയ്യും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ക്യാരി ചെയ്യും. ക്ലിയർ അല്ലേ? സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ റിസപ്റ്ററിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അത്രേ ഉള്ളൂ. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടി. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. നിങ്ങൾക്ക് ആ 1 മാർക്ക് അവിടെ കിട്ടി. ഇനി അടുത്തത് മോട്ടോർ ന്യൂറോൺ. ലാസ്റ്റത്തെ മോട്ടോർ ന്യൂറോൺ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യാം. ഡി തന്നിരിക്കുന്നത് മോട്ടോർ ന്യൂറോണാണ്. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുക? അതും ന്യൂറോണാ. അതും എന്ത് ചെയ്യും? ഇമ്പൾസിനെ ക്യാരി ചെയ്യും. മോട്ടോർ ന്യൂറോണും എന്ത് ചെയ്യും? ഇമ്പൾസിനെ ക്യാരി ചെയ്യും. പക്ഷെ നേരെ തിരിച്ചാ. അതെങ്ങനെയാണ്? അത് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇമ്പൾസിനെ
ഇഫക്ടറിലേക്കാണ് കൊണ്ടുപോവുക. റിസപ്റ്റർ അല്ല, ഇഫക്ടർ. ഇഫക്ടർ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് മസിൽസിലേക്ക് കൊണ്ടുപോകും. റിലേറ്റഡ് മസിൽസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഹെറിഡിറ്റിയിലെ ചോദ്യങ്ങൾ വരും കേട്ടോ, പേടിക്കേണ്ട, ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ CNSൽ നിന്ന് ഇഫക്ടറിലേക്ക്, റിലേറ്റഡ് മസിൽസിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് മോട്ടോർ ന്യൂറോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും എഴുതി നമുക്ക് അവിടെ 4 2 മാർക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ? ക്രേനിയം. ക്രേനിയം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ ബോക്സ് ആണ് അല്ലേ? ബ്രെയിൻ ബോക്സ്. അതായത് അതെന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുക? ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഫങ്ഷൻ അല്ലേ ചോദിക്കുന്നത്? ഹാർഡ് ബോണി പാർട്ടാണ്. പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ. പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ. എന്ത് എളുപ്പാന്ന് നോക്കിയേ, എന്ത് എളുപ്പാന്ന് നോക്കിയേ, എന്ത് എളുപ്പാന്ന്. വളരെ ഈസി അല്ലേ? ആ ബോണി കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രാനിയം, ബ്രെയിൻ ബോക്സ്. ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അത്രേ എഴുതണ്ടു. യെസ്, ഹാർഡ് ബോണി പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബ്രെയിൻ, അത്രേ വേണ്ടു. ഇനി വെർട്ടിബ്രൽ കോളം എന്താ ചെയ്യുന്നത്? വെർട്ടിബ്രൽ കോളം ആരെ പ്രൊട്ടക്ട് ചെയ്യും? യെസ്, പ്രൊട്ടക്റ്റ് സ്പൈനൽ കോഡ്. പ്രൊട്ടക്റ്റ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്ത് എളുപ്പമാണെന്നല്ലേ? എന്ത് എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടി നോക്കിയേ. 4 മാർക്ക് കിട്ടീനി. 1 2 ഒന്നല്ല, 4 മാർക്ക് വളരെ എളുപ്പത്തിലാണ് കിട്ടീനി അല്ലേ? വളരെ എളുപ്പത്തിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ഇതിൽ സ്ലൈഡിലൊന്ന് കാണാം. അപ്പോൾ ആദ്യം സെൻസറി ന്യൂറോണാ. അപ്പോൾ നമുക്കറിയാം സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? ഇതാ നിങ്ങൾ നോക്കിക്കേ, റിസപ്റ്ററിൽ നിന്ന് ഇമ്പൾസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചു. കണ്ടോ, സെൻസറി ന്യൂറോൺ. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? CNSന്റെ ഭാഗമാണ് അല്ലേ? CNSന്റെ ഭാഗം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം. അപ്പോൾ ഇവിടെ കാണാം, സെൻസറി ന്യൂറോൺ ആർ ഫൗണ്ട് ഇൻ സെൻസ് ഓർഗൻസ്, റിസീവ് സ്റ്റിമുലൈ ത്രൂ ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഡെൻഡ്രൈറ്റ് ത്രൂ ആണ് സ്റ്റിമുലൈ റിസീവ് ചെയ്യുക. അതെല്ലാ ന്യൂറോണും ഡെൻഡ്രൈറ്റ് ത്രൂ തന്നെയാണ് റിസീവ് ചെയ്യുക. സെൻസറി ന്യൂറോൺ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയില്ല. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, റെഡി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ആക്സോൺ. ആക്സോൺ ആണ് കണ്ടക്ട് ചെയ്യുക. ആക്സോണിൻ്റെ നീളമുള്ള ഫിലമെന്റ്. അപ്പോൾ ആക്സോൺ ത്രൂ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഓക്കെ, റെഡി? ഓക്കെ, ക്രോസിംഗ് ഒക്കെ വരൂടെ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്തത് ക്രാനിയത്തിന്റെ ഫംഗ്ഷൻ ചോദിച്ചു. ബോൺസ് ഓഫ് ക്രാനിയം ബ്രെയിൻ ബോക്സ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ആൻഡ് ഷോക്ക്. ഞാൻ പറഞ്ഞു, ബോണി കവറിങ്ങിനെയാണ് നമ്മൾ ബ്രെയിൻ ബോക്സ് എന്ന് പറയും അല്ലെ? ക്രാനിയം. ക്രാനിയത്തിന്റെ ഫംഗ്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി വെർട്ടിബ്രൽ കോളം ചോദിച്ചാലും അത് എഴുതാൻ പറ്റും അല്ലേ? വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സിംഗിൾ ബോൺ അല്ല. 33 ചെറിയ വെർട്ടിബ്രേറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? വെർട്ടിബ്രേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെർട്ടിബ്രൽ കോളം ബോണി കവറിംഗ് ഓഫ് സ്പൈനൽ കോഡാണ്. മേജർ ഫംഗ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് ഓൾസോ ക്യാരി വെയിറ്റ് ഓഫ് ദ അപ്പർ ബോഡി. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കാൻ കാരണം സ്പൈനൽ കോഡാ. സ്പൈനൽ കോഡ് ഈ നട്ടൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ നിവർന്ന് നിൽക്കുന്നത് അല്ലേ മക്കളെ? ആണ്. സോ ഈ ഫംഗ്ഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. വെർട്ടിബ്രൽ കോളത്തിന്റെ ഫംഗ്ഷൻ, ഫസ്റ്റ് വൺ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് ആണ്. സെക്കൻഡ് വൺ ക്യാരീസ് ദ വെയിറ്റ് ഓഫ് അപ്പർ ബോഡി. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഇത് ശരിയല്ലേ? ഇത് സെറ്റ് അല്ലേ? പവർ അല്ലേ? സെറ്റ് ആക്കിയില്ല നിങ്ങൾ? റെഡി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രെയിൻ സ്പൈനൽ കോഡ് അല്ലേ? ബ്രെയിൻ സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇഫക്ടറിലേക്ക് ഇമ്പൾസ് എത്തിക്കുന്നു. ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടുവേർഡ്സ് ഇഫക്ടർ. അല്ലെങ്കിൽ മസിലായിരിക്കും. ഇഫക്ടർ എന്ന് വെച്ചാൽ മസിൽസ്, റിലേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ ഗ്ലാൻഡ്. അപ്പോൾ എവിടുന്ന്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇഫക്ടറിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുക. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇഫക്ടറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ സ്പൈനൽ കോഡിൽ നിന്ന് മസിൽസിലേക്ക് കൊണ്ടുപോകുന്നത് മോട്ടോർ ന്യൂറോൺ. അത്രേ ഉള്ളൂ, നിസാരം. ഇത് സെറ്റല്ലേ? ഇത് സെറ്റല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ശക്തിമാനിട്ട് കാണിച്ചേ. ഇത് സെറ്റാണെങ്കിൽ ഒന്ന് ശക്തിമാനിട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സെറ്റാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒന്ന് ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റാക്കിയേ. വളരെ പെട്ടെന്ന് ശക്തിമാൻ ഇമോജി ഇടുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സെറ്റാണെങ്കിൽ ശക്തിമാൻ. ഈ ഒരു ലൈവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. യെസ്, വെരി ഗുഡ് ജെവൽ ഷൈൻ, വെരി ഗുഡ്. അദ്ദേഹം ഞാൻ രാവിലെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ ഡയറക്ട്ലി ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ബ്രെയിൻ ഈസ് എ ഡെലിക്കേറ്റ് ഓർഗൻ, ഹെൻസ് ഇറ്റ് നീഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് തന്നെ എഴുതണം. പക്ഷെ ഇവിടെ ഡയറക്റ്റ് അല്ല ചോദിച്ചത്. ഇവിടെ നമ്മളോട് ക്രേനിയത്തിന്റെ ഫംഗ്ഷൻ എന്തെന്ന് ആ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇത് 2018
1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നോക്കി എന്താ ചോദ്യം? നെയിം ദ ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ ഫോളോവിങ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് സ്പെസിഫൈ 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ഒരുപാട് ഹോർമോണുകളുണ്ട്. അതിൽ ആദ്യം തന്നിരിക്കുന്ന ഹോർമോൺ തൈറോയിഡ്. അപ്പോൾ നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുന്ന ആൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ തൈറോക്സിൻ. അതുകൂടാതെ സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഈ കാൽസിട്ടോണിൻ ഈ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. ഓക്കെ, ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യും. ബോണിലെ കാൽസ്യം മെക്കാനിസം കൺട്രോൾ ചെയ്യുന്ന ആളാണ് കാൽസിട്ടോണിൻ. ഇനി തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. മെറ്റാബോളിസം കൺട്രോൾ ചെയ്യും. പിന്നെ ചിൽഡ്രൻസിൽ, ചെറിയ കുട്ടികളിൽ അവരുടെ മെൻ്റൽ ഗ്രോത്തിന്, അതുപോലെ തന്നെ ഫിസിക്കൽ ഗ്രോത്തിനൊക്കെ സഹായിക്കും. ഫിസിക്കൽ ഗ്രോത്തിനൊക്കെ സഹായകരമാവുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, മെസ്സി, ഹായ് മെസ്സി. യെസ്, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? തൈറോക്സിനും കാൽസിട്ടോണിനുമാണ് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതാം. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ഫോളോവിങ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് തൈറോയിഡ് ആണ്. തൈറോയിഡിൻ്റെ 2 ഹോർമോണിൻ്റെ പേര് ആദ്യം എഴുതി അതിൻ്റെ ഫങ്ഷൻസും എഴുതി കൊടുക്കുക. കാൽസിട്ടോണിൻ പഠിക്കാനില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. തൈറോക്സിൻ കൂടാതെ കാൽസിട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. അതാണ്. കൂടുതൽ തൈറോക്സിനെ ചോദിക്കത്തുള്ളൂ, ഇതേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡ് ഇതാണല്ലേ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഒരു ബട്ടർഫ്ലൈ ലോബ് ഷേപ്പിലെല്ലാം കാണാൻ പറ്റുവേ. അത് എവിടെയാണ് കാണുന്നത്? ഐദർ സൈഡ് ഓഫ് ട്രക്കിയ അല്ലെങ്കിൽ ഈച്ച് സൈഡ് ഓഫ് ട്രക്കിയ. നമ്മുടെ വിൻഡ് പൈപ്പിന്റെ 2 വശത്തുമായിട്ട് കാണാം. അറ്റ് ബേസ് ഓഫ് സൗണ്ട് ബോക്സ്, ലാരിങ്സ്. അപ്പോൾ ലാരിങ്സിന്റെ താഴെയായിട്ട് ഈ ട്രക്കിയയുടെ 2 സൈഡിലുമായിട്ട് നമുക്കിത് ഇങ്ങനെ കാണും. ഓക്കെ, അത്രേ ഉള്ളൂ. ഫങ്ഷൻ എന്താ? റെഗുലേറ്റ് ബോഡി മെറ്റാബോളിസം, ബോഡി മെറ്റാബോളിക് റേറ്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ബോൺ മെയിൻ്റനൻസ്. ഓക്കെ, റെഡി അല്ലേ? ഇത് മനസ്സിലായില്ലേ? എന്താ മനസ്സിലാവാത്തത്? മെസ്സിക്ക് എന്താ മനസ്സിലാവാത്തത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ എളുപ്പത്തിലെ കാര്യമാണ് പറഞ്ഞത്, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അനൈത കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഹോർമോൺ ഏതാ? അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നോക്കിക്കേ, അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ആദ്യം നമ്മൾ തൈറോയിഡിൻ്റെ പറഞ്ഞു, 2018 ചോദിച്ച ചോദ്യം. അതേ വർഷം അത് തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിച്ച ചോദ്യമാണ് പിറ്റ്യൂട്ടറി. എ എന്ന് പറയുന്നതാണ് നേരത്തത്. ഇത് പിറ്റ്യൂട്ടറി. ബി എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയാണ് ചോദിച്ചേ. പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈപ്പോ തലാമസിൻ്റെ താഴെ കാണുന്ന ഗ്ലാൻഡാണ്. ഓക്കെ, റെഡി? അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ഹൈപ്പോ തലാമസ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇങ്ങനെ 2 ലോബാണുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഇതേപോലെ 2 ലോബ് ഉണ്ട്. ഓക്കെ, ഇത് ആൻറ്റീരിയർ ലോബ്, ഇത് പോസ്റ്റീരിയർ ലോബ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അവിടെ നിൽക്കട്ടെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഇതിൽ ആൻറ്റീരിയർ ലോബ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്തിന് സഹായിക്കും. അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഹോർമോൺ അല്ലേ, അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ നിങ്ങൾക്ക് എഴുതാം. ഗ്രോത്ത് ഹോർമോൺ വിച്ച് ഈസ് നീഡഡ് ഫോർ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഗ്രോത്തിന് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ആണെന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഏതാണ് മനസ്സിലാവാത്തത്? റെഗുലേറ്റ് ബോഡി മെറ്റാബോളിക് റേറ്റ്, അത് തൈറോക്സിൻ. ബ്രെയിൻ ഡെവലപ്മെന്റ്, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കുട്ടികളിൽ മെന്റൽ ഗ്രോത്തിനൊക്കെ സഹായിക്കും, ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കും. കാൽസ്യം, ബോൺ മെയിൻ്റനൻസ്, ഞാൻ പറഞ്ഞില്ലേ, കാൽസ്യം മെക്കാനിസം, കാൽസിട്ടോണിൻ, അദ്ദേഹത്തിന്റെ ഫംഗ്ഷനാണത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഇത് ക്ലിയർ അല്ല? ഇത് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കിട്ടി. എത്ര പെട്ടെന്നാണ് മാർക്ക് കിട്ടുന്നത് നോക്കിയേ, എത്ര പെട്ടെന്നാണ് മാർക്ക് കിട്ടിയത്. ഇനി അടുത്തത് ബ്ലഡും ഹാർട്ടും കാര്യങ്ങളെല്ലാം പ്രിറ്റി മിസ് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ലിംഫും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിറ്റി മിസ് ആണ് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ അതിൻ്റെ ഉത്തരം ഇതാണ്. സെക്രീറ്റ് ഗ്രോത്ത് ഹോർമോൺ ഹെൽപ്പ് ദ ബോൺസ് ആൻഡ് അതർ ബോഡി ഓർഗൻ ടു ഗ്രോ പ്രോപ്പർലി. അപ്പോൾ ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷനാണ്. ഈ സ്ലൈഡും നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്ലൈഡ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ 10th CBSE നമ്മുടെ യൂട്യൂബല്ല, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യുക. ഹോർമോണും എൻസൈമും എല്ലാം പ്രോട്ടീനാണ് കേട്ടോ. പ്രോട്ടീൻ
എൻസൈം എന്ന് പറയുന്നത് ബയോ കാറ്റലിസ്റ്റ്, നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് ഫാസ്റ്റർ ആക്കുന്നതാണ് എൻസൈം. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അത് നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ്, സ്ഥിരമായ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായകരമാവുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പാൻക്രിയാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇതാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസിലെ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. പാൻക്രിയാസിൽ നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടടാ. അതാണ് ഇത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 സെല്ല് ആൽഫയും ബീറ്റയും. ഓക്കെ, 2 സെല്ലുണ്ട്, ആൽഫയും ബീറ്റയും. ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പഠിച്ചു വെക്കണം, ഗ്ലൂക്കാഗോൺ. ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതിൽ നിങ്ങൾ ഇൻസുലിൻ കൃത്യമായിട്ട് പഠിക്കണം. കേസ് സ്റ്റഡി ആയിട്ട് നാളെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. നാളത്തെ ലൈവ് മിസ് ചെയ്യരുത്. നാളെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ മൊത്തം ലൈവാണ് കേട്ടോ. 150 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നാളെ. വെറൈറ്റിയായ 150 ചോദ്യങ്ങൾ. സോ ഡെഫിനറ്റ് ആയിട്ടും എന്ത് ചെയ്യുക? മിസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കുക. കാരണം ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാൾക്ക് റോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്ന 2 ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. രണ്ടാൾക്ക് റോൾ ഉണ്ട്. ഓക്കെ, ഗ്ലൂക്കഗോണും ഇൻസുലിനും രണ്ടാളും എന്ത് ചെയ്യുന്നത്? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇൻസുലിൻ കുറക്കും, ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയാൽ കുറക്കും. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടും. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടും. ഗ്ലൂക്കോസിന്റെ നോർമൽ അളവ് എത്രയാ? 70 to 110 മില്ലിഗ്രാം പെർ 100 ml. ഈ നോർമൽ അളവിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇൻസുലിൻ, കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് ഗ്ലൂക്കഗോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ ഈ പാൻക്രിയാസ് എവിടെയുള്ളത്? സറൗണ്ടഡ് ബൈ ദ ഡ്യോഡിനം. ഡ്യോഡിനം എന്ന് വെച്ചാൽ എന്താ? ഇനീഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ സ്പ്ലീൻ. സ്പ്ലീനിന്റെ അടുത്ത് കാണാം. ഫംഗ്ഷൻ: ഇൻസുലിൻ ഡിക്രീസസ് ഷുഗർ ലെവൽ ഇൻ ദ ബ്ലഡ്. ഗ്ലൂക്കഗോൺ ഹെൽപ്പ് ഇൻ ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ആൻഡ് റേസസ് ദ ഷുഗർ ലെവൽ. അപ്പോൾ ഗ്ലൂക്കഗോൺ റേസ് ചെയ്യും, ഇൻസുലിൻ കുറക്കും. മുഹമ്മദ് ഹിഷാം ഇൻസുലിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ പറയുമ്പോൾ ഗ്ലൂക്കഗോണും കൂടി പഠിക്കണം. ഓക്കെ, എൻഡോക്രൈൻ, എക്സാക്രൈൻ എക്സാമ്പിൾ വെച്ചാൽ എൻഡോക്രൈന് നിങ്ങൾക്ക് തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ പറയാം. ഓക്കെ, പക്ഷേ എക്സോക്രൈന് ഡക്റ്റ് ഇൻ ദ ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ് ഇതൊക്കെ പറയാം. ഡക്റ്റുകളുള്ള ഗ്ലാൻഡാണ് എക്സോക്രൈൻ. എൻഡോക്രൈൻ എന്ന് വെച്ചാൽ ഡക്റ്റിലെസ് ഗ്ലാൻഡ്. ഓക്കെ, റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിനന്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇത് വളരെ എളുപ്പമാണ്. ഇത് നോക്കി 2013 CBSE ചോദിച്ചു 1 മാർക്കിന് ചോദ്യം. എന്ത് രസമാണെന്നല്ലേ? എത്ര എളുപ്പം ചോദ്യമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം പറഞ്ഞേ. ഇഫ് യു നോ ദ ആൻസർ പ്ലീസ് ടെൽ മീ ഇൻ ദ കമന്റ് ബോക്സ്. പ്ലീസ് ടെൽ മീ ഇൻ ദ ചാറ്റ് ബോക്സ്. ആരാണ്? നോക്കട്ടെ, നിങ്ങൾക്ക് അറിയുമോ? ആരാണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ? ലൈവ് ഇത് മൊത്തം കഴിയുന്നവരെ ഉണ്ടാവും കേട്ടോ. വെയിറ്റ് ചെയ്യുക. സാറിൻ്റെ കൂടെ തന്നെ നിൽക്കുക കേട്ടോ. അതാണ് വേണ്ടത്. സാറിൻ്റെ കൂടെ തന്നെ നിൽക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതാണ് വേണ്ടത്. യെസ്, സോക്സോ പറയുന്നുണ്ട്, പവി പറയുന്നുണ്ട്, ആകാശ നായർ എല്ലാവരും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സെറിബ്രം. ഓക്കെ, ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം. സോ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഏതാ? നേരത്തെ മാരത്തോൺ പറഞ്ഞതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കമൻറ്റ് ചെയ്തോ നോക്കട്ടെ. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാ? സെക്കൻഡ് ലാർജസ്റ്റ് ഏതാ? സെക്കൻഡ് ലാർജസ്റ്റ്. യു ആർ പോളി എന്നൊക്കെ പറയുന്നു. താങ്ക് യു. സെക്കൻഡ് ലാർജസ്റ്റ് ഈസ് ആരാ പറയുന്നു നോക്കട്ടെ. യെസ്, സോക്സോ തന്നെ പറഞ്ഞു. സെറിബെല്ലം. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഈസ് സെറിബെല്ലം. ലാർജസ്റ്റ് പാർട്ട് ഈസ് സെറിബ്രം. ഇത് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. സെറിബ്രം ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രമാണ് ഏറ്റവും വലിയ ഭാഗം. ഒന്ന് ശ്രദ്ധിച്ചോ, സെറിബ്രത്തെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. സെറിബ്രം ഇനിഷ്യേറ്റ് ആൻഡ് കോർഡിനേറ്റ് മൂവ്മെന്റ്. ഏത് മൂവ്മെന്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളണ്ടറി മൂവ്മെന്റിന് കാരണം സെറിബ്രം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ദാഹിക്കുമ്പോൾ ഐ യൂസ് ടു ഡ്രിങ്ക് വാട്ടർ. ഞാൻ വെള്ളം എടുക്കും. ഇതൊക്കെ എൻ്റെ മൈൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ കുടിക്കും. വോളണ്ടറി മൂവ്മെന്റ്.
അണ്ടർ മൈ വിഷ്. പിറ്റ്യൂട്ടറി അല്ല ലാസ്റ്റ്. പിറ്റ്യൂട്ടറി ചെറിയതാണ് റിയാനെ. പിറ്റ്യൂട്ടറി ഒക്കെ ചെറിയ ഭാഗമാണ്, പയർമണിയുടെ വലിപ്പേ ഉള്ളൂ. അപ്പം ഇനി നോക്കണം, ഇതേ സെറിബ്രം തന്നെയാണ് സീറ്റ് ഓഫ് ഇൻ്റലിജൻസ്. സീറ്റ് ഓഫ് ഇൻ്റലിജൻസ്, ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം, സെന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറിബ്രം. ഓക്കെ, റെഗുലേറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ അതർ ഏരിയാസ് ഓഫ് സെറിബ്രം ഇനേബിൾ സ്പീച്ച്, ജഡ്ജ്മെന്റ്, തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇമോഷൻ, ലേണിംഗ്. ഇതൊക്കെ എന്താണ്? സെറിബ്രം. പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഇവോക്ക് സെൻസേഷൻ, അതും സെറിബ്രം. ഓക്കെ, ഇവോക്കിംഗ് സെൻസേഷൻ, അതായത് സെൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, ഇങ്ങനെയുള്ള സെൻസേഷൻ ഒക്കെ കാരണമാവുന്നത് ആരാ? ഇറ്റ് ഈസ് സെറിബ്രം. അതർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു വിഷൻ, ഹിയറിംഗ്, ടച്ച് ആൻഡ് അതർ സെൻസസ്, അതൊക്കെ എന്താണ്? സെറിബ്രം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാം. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? ഏത് പാർട്ടിനെ ചോദിക്കുന്നുള്ളൂ? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ 1 മാർക്ക് നിങ്ങൾ സെറിബ്രം എന്ന് എഴുതിയാൽ മതി. സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അടുത്ത ചോദ്യം ഇതാണ്, വൈ ഡസ് ഫ്ലോ ഓഫ് സിഗ്നൽ ഇൻ ദ സിനാപ്സ് ഫ്രം ആക്സോണൽ എൻഡ് ഓഫ് 1 ന്യൂറോൺ ടു ഡെൻഡ്രൈറ്റിക് എൻഡ് ഓഫ് അനദർ ന്യൂറോൺ ടേക്ക് പ്ലേസ് ബട്ട് നോട്ട് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ? ഇത് 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇത് പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പക്ഷേ നിങ്ങളോടും ഈ ചോദ്യം ചോദിക്കാം. കമ്മ്യൂണിറ്റി ഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യട്ടെ. ഇൻഫോം ചെയ്തിട്ട് നമുക്ക് പറയാം കേട്ടോ. ആൾ വരുമ്പോൾ ഞാൻ ഇൻഫോം ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചേ. ഓക്കെ, നിങ്ങളിത് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കണേ. കാണാമല്ലോ, ഇവിടെ 2 ന്യൂറോൺ കാണാം. ന്യൂറോൺ 1ഉം ഇത് ന്യൂറോൺ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് ഡെൻഡ്രൈറ്റ് വഴി ഇങ്ങനെ വരുവേ. ഡെൻഡ്രൈറ്റ് വഴി ഇങ്ങനെ വന്നു, സെൽ ബോഡിയിലെത്തി ഇമ്പൾസ്. അവിടുന്ന് ഇങ്ങനെ ഇമ്പൾസ് ഇങ്ങനെ വന്നു, ആക്സോണിലൂടെ ഇങ്ങനെ വന്ന്, ആക്സോണിലൂടെ വന്ന് ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റിക് നോബിലെത്തി. സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്തതായി ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് കെമിക്കൽസ്. അത് കെമിക്കൽസ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് വരും. അങ്ങനെയല്ലേ സംഭവിക്കുക? ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഗ്യാപ്പ് അല്ല, ജംഗ്ഷൻ ഉണ്ട്. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബ് അല്ലേ? ശരിയല്ലേ? സിനാപ്റ്റിക് നോബ് എന്ന ആ ഒരു ബൾജിഡ് റീജിയൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കെമിക്കൽ സബ്സ്റ്റൻസ്. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിങ്ങനെ വന്ന് നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് വന്ന് വീണ് ഇവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യിക്കും, ഇലക്ട്രിക്കൽ ഇമ്പൾസ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് റിസീവ് ചെയ്യാൻ പാകത്തിലുള്ള റിസപ്റ്റർ എവിടെയുണ്ട്? ഡെൻഡ്രൈറ്റിലുണ്ട്. അപ്പോൾ ഈ കെമിക്കലിന് റിസീവ് ചെയ്യാൻ പാകത്തിലുള്ള റിസപ്റ്റർ എവിടെയാണ് ഉള്ളത്? ഡെൻഡ്രൈറ്റിലാണ് ഉള്ളത്. നേരെ മറിച്ച് ഡെൻഡ്രൈറ്റിന് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഡെൻഡ്രൈറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല കെമിക്കൽ. ആർക്കേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? സിനാപ്റ്റിക് നോബ്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അവിടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ആൻസർ. അതുകൊണ്ട് എപ്പോഴും നെർവ് ഇമ്പൾസ് എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലേ പോകത്തുള്ളൂ. അതായത് ഡെൻഡ്രൈറ്റിലൂടെ വന്ന് ഡെൻഡ്രോണ്, സെൽ ബോഡി, ആക്സോഡ്, ആക്സോണൈറ്റ് അല്ലെങ്കിൽ ആ ഒരു നെർവ് എൻഡിങ്ങിൽ വരും സിനാപ്റ്റിക് നോബ്. പിന്നെ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ തൊട്ടടുത്ത ന്യൂറോയുടെ ഡെൻഡ്രൈറ്റിലേക്ക് വന്ന് വീണ് പിന്നീട് ഇങ്ങോട്ട് തന്നെ പോവുക ഇമ്പൾസ്, തിരിച്ച് വരില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമായി പഠിക്കണം. ഫ്ലോ ഓഫ് സിഗ്നൽ ത്രൂ ന്യൂറോൺ ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് സ്പെഷ്യലൈസ്ഡ് കെമിക്കൽ നോൺ ആസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ലെങ്കിൽ ഇമ്പൾസ് കടന്നു പോവില്ല. കാരണം അവിടെ ഗ്യാപ്പ് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, അവിടെ ഒരു ജംഗ്ഷനാണ്, സിനാപ്സ് ആണ്. കണ്ടോ നിങ്ങൾ? അവിടെ ഒരു ജംഗ്ഷനാണ്, സിനാപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള കെമിക്കൽസ് ഇടപെട്ടേ തീരുള്ളൂ. ആ കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അത്രയും ക്ലിയർ ആക്കണം. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ക്യാൻ ഓൺലി എൻ്റർ എ ന്യൂറോൺ ത്രൂ ഡെഡിക്കേറ്റഡ് റിസപ്റ്റർ ചാനൽ. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതായത് ഡെൻഡ്രൈറ്റിലേക്ക് വരണമെങ്കിൽ അവിടെ റിസപ്റ്റർ യൂണിറ്റ് വേണം. സച്ച് റിസപ്റ്റർ ചാനൽസ് ആർ ഓൺലി പ്രസൻറ്റ് ഇൻ ഡെൻഡ്രൈറ്റിക് എൻഡ്. അതാണ്, ഈ ഡെൻഡ്രൈറ്റിൽ മാത്രമേ ഇത് കാണുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഡെൻഡ്രൈറ്റിലേക്ക് തന്നെ വന്ന് വീഴണം. ബട്ട് നോട്ട് അറ്റ് ആക്സോണൽ എൻഡ്. ആക്സോണൽ എൻഡിൽ കാണില്ല. അതായത് ഇവിടെ കാണില്ല, ഇവിടെ മാത്രമേ കാണുള്ളൂ. അതായത് ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിസീവ് ചെയ്യാൻ ഇയാൾക്ക് മാത്രമേ പറ്റൂ. കാരണം റിസപ്റ്റർ ഇവിടെ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേ വരുള്ളൂ. അപ്പോൾ ഡെൻഡ്രൈറ്റിൽ ആ പറഞ്ഞിരിക്കുന്ന റിസപ്റ്റർ ഇല്ല. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുക. കുക്കി എന്താ കുക്കി മൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഠിപ്പിക്കല്ലേ, നിങ്ങൾ എല്ലാവരും മൈൻഡ് ചെയ്യുന്നതാണ് ഞാൻ. ഓക്കെ, ശ്രദ്ധിക്കും. ഹെൻസ് ദ ഫ്ലോ ഓഫ് സിഗ്നൽ in the synapse happens from axonal end of one neuron to dendrite end of another neuron but not in reverse direction. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, എന്താ പറയുന്നത്? എപ്പോഴും ഇമ്പൾസ് കടന്നു പോകുന്നത്
ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഒരു ഡയറക്ഷൻ തിരിച്ചു വരില്ല. കാരണം ഡെൻഡ്രൈറ്റിക് എൻഡിൽ എന്തില്ല? ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ആൻസർ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ, ഡെഡിക്കേറ്റഡ് റിസപ്റ്റർ ചാനൽസ് എവിടെ മാത്രമേ ഉള്ളൂ? ഓൺലി പ്രസന്റ് അറ്റ് ഡെൻഡ്രൈറ്റിക് എൻഡ്. ഡെൻഡ്രൈറ്റിക് എൻഡിൽ മാത്രമേ ഉള്ളൂ. എവിടെയില്ല? നോട്ട് അറ്റ് ആക്സോണൽ എൻഡ്. ആക്സോണൽ എൻഡിൽ ഇല്ല, ഡെൻഡ്രൈറ്റിക് എൻഡിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഇമ്പൾസ് അതുകൊണ്ട് ഇമ്പൾസ് എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. കാരണം അവിടെയാണ് സ്വീകരിക്കാൻ ആളുള്ളത്. തിരിച്ച് സ്വീകരിക്കാൻ ഇവിടെ ആളില്ല. അതുകൊണ്ട് ആ സൈഡിലേക്ക് മാത്രമേ പോകത്തുള്ളൂ, ഇങ്ങോട്ടേക്ക് തിരിച്ച് വരത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2017 3 മാർക്കിന് ചോദിച്ച ചോദ്യം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിലപിടിപ്പുണ്ട്. റിഫ്ലക്സ് ആർ കണ്ടിന്യൂ ടു ബി മോർ എഫിഷ്യൻറ്റ് ഫോർ ക്വിക്ക് റെസ്പോൺസസ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് റീസൺ. അതായത് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, കാരണം ഇത് ഫാസ്റ്ററായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഫാസ്റ്ററായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ത്? റിഫ്ലക്സ് ആർക്ക് അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്ക് എന്താ? അത് ആദ്യം മനസ്സിലാക്കുക. റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്വേ ആണ്. ഷോർട്ടസ്റ്റ് പാത്വേ അല്ലേ? ഷോർട്ടസ്റ്റ് പാത്വേ ഓഫ് എന്ത്? ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. മക്കളെ, ഈ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് റിഫ്ലക്സ് ആക്ഷൻ. ഡൗട്ട് കാണുന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ആ റിഫ്ലക്സ് ആക്ഷന്റെ പാത്വേ ആണ് റിഫ്ലക്സ് ആർക്ക്. ക്വസ്റ്റ്യൻ എന്താ? റിഫ്ലക്സ് ആർക്ക് എപ്പോഴും എന്തായിരിക്കണം? മോർ എഫിഷ്യൻ്റ് ആയിരിക്കണം ഫോർ ക്വിക്ക് റെസ്പോൺസ്. കാരണം എന്താ? നമ്മളിപ്പോൾ എന്താ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതൊരു ഹോട്ട് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഹോട്ട് ഒബ്ജക്റ്റിനെ ഞാൻ ടച്ച് ചെയ്തു, ഉടനെ കൈ പിൻവലിച്ചു. അധികം ടൈമില്ല. അതായത് നമ്മളിപ്പോൾ സെൻസേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൈ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ അത് ഫാസ്റ്റായി നടക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അത് സ്ലോ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ടച്ച് ചെയ്തു, നമുക്കത് പൊള്ളി, നമ്മൾ അറിയാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബേൺ ഇഞ്ചുറി കുറെ കൂടും. അപ്പോൾ നമുക്കത് ഹാംഫുൾ ആണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം മക്കളെ? എപ്പോഴും റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റിഫ്ലക്സ് ആർ കണ്ടിന്യൂ ബി മോർ എഫിഷ്യൻറ്റ് ഫോർ ക്വിക്കർ റെസ്പോൺസ്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം. റിഫ്ലക്സ് ആക്ഷൻ ഈസ് എൻ ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് റെസ്പോൺസ് ടു എ സ്റ്റിമുലൈ. സ്റ്റിമുലസിനോടുള്ള പെട്ടെന്നുള്ള റിയാക്ഷൻ ആണ് എന്ത് പറയുന്നത്? റിഫ്ലക്സ് ആക്ഷൻ. ദ പാത്വേ ടേക്കൺ ബൈ നെർവ് ഇമ്പൾസ് ആൻഡ് റെസ്പോൺസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലക്സ്. റിഫ്ലക്സ് ആർക്ക് എന്താ? പാത്വേ, വഴിയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിസപ്റ്റർ, സെൻസറി നെർവ്, സ്പൈനൽ കോഡ്, മോട്ടോർ നെർവ് ആൻഡ് ഇഫക്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്തു, അവിടെ ഹീറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റിമുലൈ, അതിനെ റിസീവ് ചെയ്യുന്നത് റിസപ്റ്റർ കൈയുടെ അറ്റത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും അല്ലേ? റിസപ്റ്ററിൽ എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ്. ആ ഇമ്പൾസ് എന്ത് ചെയ്യും? സെൻസറി ന്യൂറോൺ വഴി ഇങ്ങനെ പോവും, എന്നിട്ട് സ്പൈനൽ കോഡിലേക്ക് എത്തും. സ്പൈനൽ കോഡിൽ റിലേ ന്യൂറോൺ കഴിഞ്ഞ് മോട്ടോർ ന്യൂറോൺ വഴി എന്ത് ചെയ്യും? മസിൽസിലേക്ക് വരുമ്പോഴാണ് പിൻവലിക്കുന്നത് നമ്മൾ കൈ അല്ലേ? അപ്പോഴാണ് നമ്മൾ കൈ എന്ത് ചെയ്യുന്നത്? പിൻവലിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായി നടക്കേണ്ട കാര്യമാണ്. റിഫ്ലക്സ് ആർക്ക് ഈസ് ഇവോൾവ്ഡ് ഇൻ ആനിമൽസ് ബിക്കോസ് റിഫ്ലക്സ് ആർക്ക് ഇനേബിൾ ദ ബോഡി ടു ഗിവ് ക്വിക്ക് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. വളരെ പെട്ടെന്ന് സ്റ്റിമുലൈക്കെതിരെ ക്വിക്ക് റെസ്പോൺസ്, എസ്പെഷ്യലി ഹാംഫുൾ സ്റ്റിമുലൈ, അതുവഴി നമുക്ക് ഇഞ്ചുറി ഇല്ലാതെ നോക്കും, അത് നമുക്കൊരു പ്രശ്നമില്ലാതെ നോക്കും. ഇതൊക്കെ ബ്രെയിനിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്സിപിറ്റൽ ലോബ്, ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രെയിനിന്റെ ലോബ്സ് ആണ്. നമുക്ക് ആ രീതിയിൽ പഠിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ മതി. ഈ സെറിബ്രത്തിന്റെ ലോബ്സും കാര്യങ്ങളൊന്നും ഇപ്പൊ പഠിക്കാനില്ല. സോ ദാറ്റ് chances of damage to body are decreased. അങ്ങനെ നമ്മുടെ ബോഡി ഡാമേജ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കുറക്കുന്നു. ഇറ്റ് ഓൾസോ പ്രിവെന്റ്സ് ഓവർലോഡിങ് ഓഫ് ബ്രെയിൻ, സോ പ്രിവെന്റ് ഇറ്റ്സ് ഫാറ്റിഗ്. നമ്മുടെ ബ്രെയിനിന് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഇൻവോളണ്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വില്ലിനനുസരിച്ചല്ല ഇത് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ ബ്രെയിനിന് തളർച്ചയില്ലാതെ നമുക്കത് കാര്യങ്ങൾ നടത്താനാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് റിഫ്ലക്സ് ആക്ഷൻ. നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡിഫൈൻ റിഫ്ലക്സ് ആർക്ക്. ഇത്
2016 2 മാർക്കിന് ചോദിച്ച ചോദ്യം. എന്താണ് റിഫ്ലക്സ് ആർക്ക്? പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. അത്രേ വേണ്ടു. പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. ഏബലെ ഒന്ന് പ്ലൂരലും ഒന്ന് സിംഗുലറും ആണ്. അപ്പൊ ഇതെന്ത് പറയാം? പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. ഇത്ര എഴുതിയാൽ മതി. പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസിന്റെ പാത്വേ, അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടി. ദ ഷോർട്ടസ്റ്റ് പാത്വേ ആണ് അത്. ഓക്കെ. ടേക്കൺ ബൈ നെർവ് ഇമ്പൾസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഫോമിംഗ് റിസപ്റ്റർ ഓർഗൻ ടു CNS ബാക്ക് ടു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് റിഫ്ലക്സ് ആർക്ക് അല്ലേ. നമുക്ക് റിസപ്റ്ററിൽ നിന്ന് ഇമ്പൾസിനെ സെൻസറി ന്യൂറോൺ വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിച്ചു, അവിടുന്ന് മോട്ടോർ ന്യൂറോൺ വഴി ഇഫക്ടറിൽ എത്തിച്ചു. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് ഈ ഒരു ചാർട്ട് ഇത് അറിഞ്ഞാൽ മതി. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. ഈ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്ന സംഭവം പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. പിന്നെന്താ പറയുന്നത്? റിസപ്റ്റർ ഓർഗൻ കുഡ് ബി സെൻസ് ഓർഗൻ സച്ച് എസ് ഐ, സ്കിൻ എക്സെട്ര ആൻഡ് ഇഫക്ടർ വുഡ് ബി മസിൽ ഓർ ഗ്ലാൻഡ്. എപ്പോഴും റിസപ്റ്റർ എവിടെയാണ് കാണുക? സെൻസ് ഓർഗൻസിലാണ് കാണുക. റിസപ്റ്റർ സെൻസ് ഓർഗൻസിൽ കാണും. എഫക്ടർ എവിടെയാണ് കാണുക? മസിൽസിലും ഗ്ലാൻസിലും ഒക്കെയാണ് കാണുന്നത്. അടുത്തെന്താ? ട്രേസ് ദ സീക്വൻസ് ഓഫ് എവന്റ് വിച്ച് ഒക്കർ ഇൻ അവർ ബോഡി വെൻ എ ബ്രൈറ്റ് ലൈറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ യുവർ ഐ. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഒരു ബ്രൈറ്റ് ലൈറ്റ്, അതാണ് ഇവിടുത്തെ സ്റ്റിമുലൈ അല്ലേ. ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളെ കണ്ണിലടിക്കുകയാണ്. ഓക്കെ, ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ കണ്ണിന് നേരെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ കണ്ണിന് നേരെ അടിക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ മാരത്തോണിന് പോയ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, പിന്നെ നമ്മുടെ ഹെറിഡിറ്റി, അവർ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിന് നേരെ എന്ത് ചെയ്യുന്നു? അടിക്കുന്നു. അപ്പോൾ കണ്ണിന് നേരെ അടിക്കുമ്പോൾ നമുക്കറിയാം കണ്ണിൻ്റെ ഉള്ളിലേക്ക് അത് പോവും. കണ്ണിൻ്റെ അകത്തുള്ള റിസപ്റ്ററിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലേ. ആ സ്റ്റിമുലേറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന റിസപ്റ്റർ ഫോട്ടോ റിസപ്റ്റേഴ്സ്. കറക്റ്റ് അല്ലേ? കണ്ണിനകത്തുള്ള റിസപ്റ്റർ അല്ലേ. കണ്ണിനകത്തുള്ള റിസപ്റ്ററാണ് ഫോട്ടോ റിസപ്റ്റർ. അറിയാലോ അല്ലേ. ആ ബ്രൈറ്റ് ലൈറ്റ് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പോയിട്ട് ഉത്തേജിപ്പിക്കും. ഫോട്ടോ റിസപ്റ്ററിന് ഇമ്പൾസ് ജനറേറ്റ് ആവും. ഫോട്ടോ റിസപ്റ്ററിന് എന്ത് ജനറേറ്റ് ആവും? ഇമ്പൾസ്. ശ്രദ്ധിക്കണം. ഫസ്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കണ്ണിന് നേരെ അടിച്ചു, അത് കണ്ണിനകത്തുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തു, അവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ആ ഇമ്പൾസ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഫേസിൽ സെൻസറി ന്യൂറോണിലേക്ക് പോകും. സെൻസറി ന്യൂറോണിലൂടെ എങ്ങോട്ടാണ് പോവുക? ബ്രെയിനിലേക്കാണ് പോവുക. ബ്രെയിനിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, അവിടുന്ന് ബ്രെയിന്, അവിടുന്ന് മോട്ടോർ ന്യൂറോൺ. എന്നിട്ട് മോട്ടോർ ന്യൂറോൺ എന്ന ഇമ്പൾസ് എങ്ങോട്ടാണ് പോവുക? ഐ മസിൽസിലേക്ക് പോകും. ഐ മസിൽസ്. അങ്ങനെ നമ്മുടെ കണ്ണ് ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നമ്മളെ കണ്ണ് എങ്ങനെയാവുക? കണ്ണിലെ പ്യൂപ്പിൾ എന്താവും? ചെറുതാവും അല്ലേ. പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ്. നോക്കിക്കേ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വരുമ്പോൾ, ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വരികയാണെങ്കിൽ കണ്ണിൻ്റെ പ്യൂപ്പിൾ കൃഷ്ണമണി ചെറുതാവും. ഡിം ലൈറ്റ് ആണെങ്കിൽ വലുതാവും. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് കണ്ണിന് നേരെ വന്നു, അതാണ് അവിടുത്തെ സ്റ്റിമുലൈ. അപ്പോൾ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അത് ഡിക്റ്റേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലേ. നോക്കിക്കോ, ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലേ, നമ്മുടെ കണ്ണിലെ റിസപ്റ്റേഴ്സ് അത് ഡിക്റ്റേറ്റ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ആ ഇമ്പൾസ് സെൻസറി ന്യൂറോൺ വഴി ബ്രെയിനിലേക്ക് പോയി. ബ്രെയിനിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കണ്ടേ? ഡിസിഷൻ എടുക്കുന്ന ബ്രെയിനാണ്. ബ്രെയിൻ എന്ത് പറയണം? കണ്ണിൻ്റെ പ്യൂപ്പിൾ ചെറുതാവണം. അത് പ്യൂപ്പിൾ ചെറുതാക്കാൻ സഹായിക്കുന്ന ഐ മസിലാണ്, നമ്മുടെ ഐറിസിൽ കാണപ്പെടുന്ന ഐ മസിൽസ്. അപ്പോൾ ഐ മസിൽസിലേക്ക് ഒരു മെസ്സേജ് പോകണം. അത് ഏതിലേക്ക് കൂടി പോകും? മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിലേക്ക് പോയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവൂടാ. മോട്ടോർ ന്യൂറോണിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? പ്യൂപ്പിൾ കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇവിടെ എന്തുകൊണ്ട് ബ്രെയിൻ വന്നു? എന്തുകൊണ്ട് സ്പൈനൽ കോഡ് വരുന്നില്ല? നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട റിഫ്ലക്സ് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അവിടെ സ്പൈനൽ കോഡല്ല വരേണ്ടത്, ബ്രെയിനാണ് വരേണ്ടത്. 2 തരത്തിൽ റിഫ്ലക്സ് ഉണ്ട്. മാരത്തോണിൽ ഞാൻ പറഞ്ഞു, സെറിബ്രൽ റിഫ്ലക്സും സ്പൈനൽ റിഫ്ലക്സും. അപ്പോൾ ഇത് സെറിബ്രൽ റിഫ്ലക്സാണ്. അതുകൊണ്ട് ഇവിടെ ആര് വരും? ബ്രെയിന് വരും.
ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഇവിടുന്ന് താഴേക്ക് വരുന്ന റിഫ്ലക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കൈക്ക് മുള്ളു അറച്ചു, കാലിന് മുള്ളു അറച്ചു, ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്തു, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ്. അവിടെ നിങ്ങൾ സ്പൈനൽ റിഫ്ലക്സാ, ഇവിടെ സ്പൈനൽ കോഡ് എഴുതണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സെറിബ്രൽ റിഫ്ലക്സ് തന്നെ എഴുതണം, മീൻസ് ബ്രെയിൻ തന്നെ എഴുതണം. ഓക്കെ, അതാണ് വ്യത്യാസം. പക്ഷെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്പൈനൽ കോഡ്. സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം സ്പൈനൽ കോഡ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സ്പൈനൽ കോഡ് അല്ലാതെ ബ്രെയിനും റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫ്ലോ ചാർട്ട് പോലെ എഴുതിയ കഴിഞ്ഞാൽ മാർക്കൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. എന്താ നോക്കിക്കോളൂ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ ഐ, സെൻസറി ന്യൂറോൺ, ആദ്യം റിസെപ്റ്റർ ഉണ്ട്, ആ റിസെപ്റ്റർ സെൻസറി ന്യൂറോൺ, ദെൻ ബ്രെയിനിലേക്ക് പോയി, കണ്ട ബ്രെയിനിലേക്കാണ് പോകുന്നത്, മോട്ടോർ ന്യൂറോൺ എഫക്റ്ററിലേക്ക് അല്ലെങ്കിൽ ഐ മസിൽസിലേക്ക് പോയി പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡൈലേറ്റ് ചെയ്യുന്നത് ലൈറ്റ് കുറയുമ്പോഴാണ്. കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ലൈറ്റ് കൂടുമ്പോഴാണ്. ക്ലിയർ അല്ലേ? സെറ്റാക്കണേ, സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോ ഹോർമോൺസ്. 3 മാർക്കിൻ്റെ ചോദ്യം, 2019 ചോദ്യം. ഇതിൽ അസെൻഷ്യൽ റീസൺ ഒന്നുമില്ല, അതൊക്കെ നാളെ വരും കേട്ടോ, നാളെ വരും. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നു അറിയോ? ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് സാർ ഇതെടുത്ത് പറയിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജിബർലിൻ. അപ്പോൾ നമുക്കറിയാം ജിബർലിൻ എന്തൊക്കെ സഹായിക്കുക? സ്റ്റെം ഇലോങ്ങേഷനൊക്കെ സഹായിക്കുന്ന ആളാണ്. സ്റ്റെം ഇലോങ്ങേഷൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജിബർലിൻ ആയാലും ഓക്സിൻ ആയാലും സൈറ്റോകൈനിൻ ആയാലും ഒക്കെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാ. ആ ബ്ലിങ്കും എഴുതാം, കമലാസൻ ബ്ലിങ്കും എഴുതാം കേട്ടോ നേരത്തിൽ. അപ്പം നോക്കിക്കോളൂ, മസ്കുലാർ ക്രാമ്പ് നമുക്ക് വരുന്നത് ലൈഫ് പ്രോസസ്സിൽ മിസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സ്റ്റെം ഇലോങ്ങേഷൻ സഹായിക്കും, പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ സ്റ്റെം ഇലോങ്ങേഷന്. പിന്നെ ജെർമിനേഷൻ, സീഡിൻ്റെ ജെർമിനേഷൻ, ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും ഹെൽപ്ഫുൾ ആവുന്നത്. ഇനിയിപ്പോൾ ഓക്സിലേക്ക് വരുമ്പോഴും ആ സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും ഈ ഇലോങ്ങേഷനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. ഇലോങ്ങേഷൻ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ആബ്സിസിക് ആസിഡ് വരുമ്പോഴാണ് അവിടെ ഇൻഹിബിഷൻ വരുന്നത്. കാരണം ആബ്സിസിക് ആസിഡ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആബ്സിസിക് ആസിഡ്. മെലോഫൈൽ കിട്ടും കേട്ടോ, മെലോഫൈൽ. അപ്പോൾ ആബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്, അത് തടസ്സപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇൻഡ്യൂസസ് ഡോർമൻസി. ഇൻഹിബിറ്റ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ഡോർമൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്തൊക്കെ കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നശിച്ചു പോകാതെ നിൽക്കൂലേ, അതാണ് ഡോർമൻസി പീരീഡ്. അതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കും, അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ഇലകൾ പഴുക്കുന്നതിനൊക്കെ സഹായിക്കും, ലീഫ് സെനസെൻസ് അതിനൊക്കെ സഹായിക്കും. പിന്നെ സ്റ്റൊമാറ്റലിൻ്റെ പോർ ക്ലോസിങ് അങ്ങനെയൊക്കെ. ഓക്കെ, അതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഇവിടെ ഉണ്ട്. ജിബർലിൻ ഹെൽപ്പ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ, ജെർമിനേഷൻ കൺട്രോൾ ചെയ്യും. ഓക്സിൻ സെൽ ഇലോങ്ങേഷൻ, ഡിഫറൻഷിയേഷൻ, കൺട്രോൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. എംബ്രിയോൺ ചെറിയ വിത്ത് മുളച്ചുണ്ടാകുന്ന എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ സഹായിക്കും. ആബ്സിസിക് ആസിഡ് ഇൻഡ്യൂസ് ഡോർമൻസി ഇൻ ബഡ് ആൻഡ് സീഡ്, കൺട്രോൾ ലീഫ് സെനസെൻസ്. ബ്ലഡ് റിലേറ്റഡ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ശ്രീഹരി പ്രകാശ്. മെൻഷൻ 3 മേജർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ, റൈറ്റ് 1 ഫങ്ഷൻ ഓഫ് ഈച്ച്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് അറിയാം. ബ്രെയിൻ്റെ 3 റീജിയൻസ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ വരുന്ന ആളാണ് സെറിബ്രവും തലാമസും ഹൈപ്പോ തലാമസും ഒക്കെ, ഡയൻസെഫലോൺ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ കോർപ്പസ് കലോസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ? 2 ബ്രെയിനിൻ്റെ ഹെമിസ്ഫിയറിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. 2 ഹെമിസ്ഫിയർ ഇല്ലേ ബ്രെയിനിന്, അപ്പോൾ 2 ഹെമിസ്ഫിയറിലും ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യണം. ഓക്സിൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, അനിരുദ്ധേ. ഓക്സിനും സൈറ്റോകൈനിനും ജിബർലിനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മുടെ കോർപ്പസ് കലോസം എന്ന് പറയുന്നത് എന്താ? 2 ഹെമിസ്ഫിയറിൻ്റെ ഇടയിലെ കാണുക ഒരു നെർവസ് ഷീത്താണ്. അതെന്ത് ചെയ്യും? ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിലുള്ള ഇൻഫോർമേഷൻ ഇപ്പുറത്തേക്കും പാസ് ചെയ്യും. അൻകിത, എത്തിലിൻ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്ന ഹോർമോൺ തന്നെയാണ് കേട്ടോ. ഓക്കെ, മാരത്തോണിലൊക്കെ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോർ ബ്രെയിനിനെയും ഹൈൻഡ് ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്
ഈ പറഞ്ഞിരിക്കുന്ന മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹൈൻ ബ്രെയിൻ ഉണ്ട്. ഹൈൻ ബ്രെയിൻ എന്ന് പറയുന്നത് പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന അവസാനത്തെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന. ജസ്റ്റ് ഒന്ന് നോക്കി പോവാന്നേ ഉള്ളൂ. സനാവിയ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. ക്ലിയർ? ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ബ്രെയിൻ ഈസ് ഡിവൈഡ്. നമ്മൾ കൃത്യമായിട്ട് നോക്കാം. ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ റീജിയൻസ്. ബ്രെയിൻ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം, ഓൾഫാക്ടറി ലോബ്, ഡയൻസെഫലോൺ. അതിൽ തന്നെയാണ് നമ്മൾ ഹൈപ്പോതലാമസ് ഒക്കെ വരുന്നത്. ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഈസ് തിങ്കിങ് ആൻഡ് കൺട്രോളിങ്. നമുക്കറിയാലോ, സെറിബ്രമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിൽ തന്നെ അവരുടെ ഫംഗ്ഷൻ മെമ്മറി, തിങ്കിങ്, വിൽ പവർ, സീറ്റ് ഓഫ് ഇന്റലിജൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. കൺട്രോൾ വേരിയസ് ആക്ടിവിറ്റീസ് സച്ച് എസ് ടച്ച്, സ്മെല്ല്, ഹിയറിംഗ്, സെൻസേഷൻ ഓഫ് വിഷൻ, സെൻസേഷൻ ഓഫ് ഹിയറിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ആര്? ഫോർ ബ്രെയിൻ. ഇനി മിഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ, മിഡ് ബ്രെയിൻ ആക്ച്വലി എന്താ? നമ്മുടെ ഫോർ ബ്രെയിനിനെയും ഹൈൻഡ് ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഓക്കെ, കണക്ട് ചെയ്യും. ഫോർ ബ്രെയിനെയും മിഡ് ബ്രെയിനെയും കണക്ട് ചെയ്യുന്ന സാധനം. ഫോർ ബ്രെയിനെ ഹൈൻഡ് ബ്രെയിനെ കണക്ട് ചെയ്യും. കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് ദ ഹെഡ്, നെക്ക്, അല്ലെ നമ്മളെ തലയുടെ മൂവ്മെന്റ്, ഹെഡിന്റെ ട്രങ്ക് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. കണ്ണിന് നേരെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യുന്ന സംഭവം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ്, വിഷ്വൽ, ഓഡിറ്ററി സ്റ്റിമുലേ, നമ്മളെ ലൈറ്റിനെതിരെ, സൗണ്ടിനെതിരെ, അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മിഡ് ബ്രെയിനിന്റെ സഹായം കൊണ്ടാണ്. ഇനി ഹൈൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ 3 ഭാഗങ്ങളുണ്ട്. പോൺസ്, സെറിബെല്ലം, മെഡുല. പോൺസ്, സെറിബെല്ലം, മെഡുല. പ്രധാനമായും ഇവർ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെയാണ് കൺട്രോൾ ചെയ്യുക. ഇൻവോളണ്ടറി എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളില്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ തന്നെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെ ഇവർ കൺട്രോൾ ചെയ്യും. അതായത് റെഗുലേറ്റിംഗ് റെസ്പിറേഷൻ, മെയിൻറ്റെയിനിങ് പോസ്ചർ, ബാലൻസ്. സെറിബെല്ലം ആണ് ഈ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. കൺട്രോളിങ് ഇൻവോളണ്ടറി ആക്ഷൻ, അത് മെഡുലയാണ് പ്രധാനമായും ചെയ്യുന്നത്. സച്ച് ആസ് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, swallowing, കഫിങ്, സ്നീസിങ്, വൊമിറ്റിംഗ് എക്സെട്ര. ഇത് വളരെ എളുപ്പമാണ്. ഇത് പരീക്ഷയ്ക്ക് പഠിക്കാതെ നിങ്ങൾ പോകരുത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇനി അടുത്തത്, ഗീവ് 1 എക്സാമ്പിൾ ഓഫ് കീമോട്രോപ്പിസം. നമുക്കറിയാം കീമോട്രോപ്പിസത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ പിസ്റ്റിലിൽ നടക്കുന്ന കാര്യമാണ്, അല്ലെ? പോളിനേഷൻ. ആഫ്റ്റർ പോളിനേഷൻ ഈ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യണം? ജെർമിനേറ്റ് ചെയ്യണം. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിക്കോളൂ. ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ഓവ്യൂൾ ഡ്യൂ ടു കെമിക്കൽ സ്റ്റിമുലസ് ഡ്യൂറിംഗ് പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ എ ഫ്ലവർ ഈസ് എക്സാമ്പിൾ ഓഫ് കീമോട്രോപ്പിസം. ഇവിടെ നിങ്ങൾക്ക് കാണാം, അല്ലെ? ഒരു പോളൻ ഗ്രെയിൻ ഇവിടെ ലാൻഡ് ചെയ്തു. കണ്ടോ? പോളിനേഷൻ ശേഷം പോളൻ ഗ്രെയിൻ ലാൻഡ് ചെയ്തു. ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമീറ്റ് ഉള്ളത്. ആ മെയിൽ ഗാമീറ്റ് ഈ ഒവ്യൂളിനകത്തുള്ള നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം, അല്ലെ? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മെയിൽ ഗാമറ്റ് ഇതിനകത്തേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോളൻ ട്യൂബ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഈ ട്യൂബിൻ്റെ ഈ ഗ്രോത്ത് ഉണ്ടല്ലോ, ഈ പോളൻ ട്യൂബ് ഇങ്ങനെ താഴേക്ക് വരണം. ആ ഗൈഡ് ചെയ്യുന്നത്, ആ പോളൻ ട്യൂബിൻ്റെ മൂവ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് ആണ് യഥാർത്ഥത്തിൽ ഗൈഡ് ചെയ്തിട്ട് ഈ പോളൻ ഗ്രെയിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് കീമോട്രോപ്പിസം. മെനിഞ്ചസ് എന്താണെന്ന് ചോദിക്കുന്നത്, മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രിപ്പിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. ട്രിപ്പിൾ ലെയർഡ് മെംബ്രെയിൻ പ്രൊട്ടക്ടിങ് ദ ബ്രെയിൻ, അതാണ് മെനിഞ്ചസ്. ഓക്കെ, റെഡി? അടുത്തത് ഹെറിഡിറ്റിയിലെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചു, ഹെറിഡിറ്റിയിലെ ചോദ്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഹെറിഡിറ്റിയിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഹെറിഡിറ്റിയിൽ നിന്ന് ഒന്നാമത് ചോദിച്ചിരിക്കുന്ന 2020 ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോ. Why did Mendel carry out experiment to study inheritance of 2 traits in garden pea? നമുക്കറിയാം മെൻഡൽ ഗാർഡൻ പീ, അല്ലെ, നമ്മുടെ പട്ടാണിപ്പയർ അല്ലെങ്കിൽ തോട്ടപ്പയർ ചെടിയിലാണ് പരീക്ഷണം നടത്തിയ പൈസം സറ്റേവം. അപ്പോൾ അദ്ദേഹം 7 ക്യാരക്ടർ, അല്ലെ, 7 ക്യാരക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹം പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പരീക്ഷണം നടത്തുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? 2 ട്രെയ്റ്റുകളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്തത്? എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ആ പരീക്ഷണം, ആ എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് കടക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം മെൻഡൽ എന്ത് ചെയ്തു? ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. 2 ക്യാരക്ടറിനെ അദ്ദേഹം ആദ്യം ക്രോസ് ചെയ്യാൻ തീരുമാനിച്ചു. ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 2 ക്യാരക്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒന്ന് സീഡിന്റെ കളർ, പിന്നൊന്ന് സീഡിന്റെ
ഷേപ്പ്. ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 2 ക്യാരക്ടർ മെന്റൽ കൺസിഡർ ചെയ്തു. ഓക്കെ, മെന്റലിന്റെ ക്യാരിഡ് ഔട്ട് ക്രോസസ് വിത്ത് 2 ട്രേറ്റ് ടു സി ഇന്ററാക്ഷൻസ് ആൻഡ് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് 2 ക്യാരക്ടർ അവർ പരിഗണിക്കുകയുണ്ടായി. 2 ക്യാരക്ടർ ഏതൊക്കെയാണ്? 2 ക്യാരക്ടർ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് ആണ്. ഓക്കെ, ഒബിയസ്ലി 2 ക്രോസിംഗ്, 2 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈഹൈബ്രിഡ് ക്രോസിംഗ് ആണ്. അപ്പോൾ 2 ക്യാരക്ടർ ഏതൊക്കെയാണ്? സീഡ് കളറും, ശ്രദ്ധിച്ചോ, സീഡ് കളറും സീഡിന്റെ ഷേപ്പും. അപ്പോൾ സീഡ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ക്യാരക്ടറിനും 2 ട്രേറ്റ് ഉണ്ട്, കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. അപ്പോൾ സീഡ് കളറിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്താ? യെല്ലോ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഗ്രീൻ ആവാം. സീഡ് കളർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്താവാം? യെല്ലോ ആവാം, അല്ലെങ്കിൽ എന്താവാം? അല്ലെങ്കിൽ ഗ്രീൻ ആവാം. ഇനി സീഡ് ഷേപ്പിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ റൗണ്ട് ആവാം, അല്ലെങ്കിൽ റിങ്കിൾഡ് ആവാം. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? സീഡ് കളറിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ യെല്ലോ ആവാം, അല്ലെങ്കിൽ ഗ്രീൻ ആവാം. സീഡ് ഷേപ്പിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ റൗണ്ട് ആവാം, അല്ലെങ്കിൽ റിങ്കിൾഡ് ആവാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മെന്റൽ എന്ത് ചെയ്തു? മെന്റൽ ആദ്യം എടുത്തിരിക്കുന്ന ചെടി എന്താ? മെന്റൽ ആദ്യം എടുത്തിരിക്കുന്നത് യെല്ലോ, റൗണ്ട് യെല്ലോ അല്ലേ? മെന്റൽ ആദ്യം എടുത്തിരിക്കുന്നത് റൗണ്ട് യെല്ലോ, റൗണ്ട് സീഡാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കളർ എന്താണ്? യെല്ലോ. കൊടുത്തു. പിന്നെന്താ അടുത്തത്? റിങ്കിൾഡ് ഗ്രീൻ. ഓക്കെ, ഇതാണ് മെന്റൽ പരിഗണിച്ചത്. ഓക്കെ, 2 ക്യാരക്ടർ പരിഗണിച്ചു. ഏതെല്ലാമാണ്? മെന്റൽ മാര. എന്ത് നമുക്ക് മനസ്സിലായിട്ടില്ല? ഫാൽക്കണെ മനസ്സിലായിട്ടില്ല, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ എഴുതുന്നു. റൗണ്ട് യെല്ലോ, ശ്രദ്ധിച്ചോ, റൗണ്ട് യെല്ലോ എടുത്തു. റിങ്കിൾഡ് ഗ്രീനും എടുത്തു. അപ്പോൾ റൗണ്ട് യെല്ലോനെയൊക്കെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ. യെല്ലോ ക്യാപിറ്റൽ വൈ. ഓക്കെ, റിങ്കിൾഡ് ഗ്രീനിനെ നമുക്ക് 2 ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ ആർ കാണാൻ പറ്റുന്നില്ലേ? ക്യാപിറ്റൽ വൈ ക്രോസ് വിത്ത് സ്മോൾ ആർ റിസസീവ് ആണ്. സ്മോൾ വൈ. ഇത് എഴുതാൻ വലിയ പണിയില്ലല്ലോ. ഇതാണ് നമ്മുടെ ജീനോടൈപ്പ് ആണ്. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക? ജീനോടൈപ്പ്. ശ്രദ്ധിച്ചിരിക്കണം, ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക? ജീനോടൈപ്പ് എന്ന് പറയും. ജീനോടൈപ്പ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഫുള്ള് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഗ്യാമീറ്റ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഗ്യാമീറ്റ്സ്. ഇത് ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഗ്യാമീറ്റ്സ് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ഗ്യാമീറ്റ്സ് ഏതെല്ലാമാണ്? നോക്കിക്കേ, ഇവിടുത്തെ ഗ്യാമീറ്റ്, 2ത്തെ ഗ്യാമീറ്റ് നമ്മൾ ആദ്യം എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ. മതിയോ? പോരാ, ആ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗ്യാമീറ്റാ. നെക്സ്റ്റ് കേസിലോ സ്മോൾ ആർ, സ്മോൾ വൈ, വട്ട. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അവർ എൻവിറോൺമെൻറ്റും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലൈഫ് പ്രോസസ്സും റീപ്രൊഡക്ഷനും ഉണ്ട്. അതിനുശേഷം തീരും കേട്ടോ, ശ്രദ്ധിക്കും. ഇത് രണ്ടും എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക. അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ F1 ജനറേഷൻ. F1 ജനറേഷൻ, 1ാം തലമുറ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. അതിലുള്ള സീഡ് എന്താണ്? സീഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞേ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ എന്ന് പറയുമ്പോഴും ആ സീഡ് എന്താണ്? ആ സീഡ് റൗണ്ട് യെല്ലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്ന പ്ലാന്റ് എന്താണ്? F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്നതും റൗണ്ട് യെല്ലോ തന്നെയാണ്. റൗണ്ട് യെല്ലോ. ഇത്രയും ക്ലിയർ അല്ലേ? റൗണ്ട് യെല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് സെൽഫ് പോളിനേറ്റ് F1 ജനറേഷൻ. സെൽഫ് പോളിനേറ്റിംഗ് F1 ജനറേഷൻ. സോ F1 ജനറേഷൻ ഇതാണ്. ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, സെൽഫ് പോളിനേഷൻ. അപ്പോൾ അത് തന്നെയാണ് അല്ലേ? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ.
ഇതാണ് അവിടുത്തെ ജീനോടൈപ്പ്. ഓക്കെ, ഇതാണ് അവിടുത്തെ ജീനോടൈപ്പ്. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം പറ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഗ്യാമീറ്റ്സ് എഴുതണം എന്നുള്ളതാണ്. ഗ്യാമീറ്റ്സ്. അപ്പോൾ ഗ്യാമീറ്റ്സ് എഴുതാം. ഇവിടുത്തെ ഗ്യാമേറ്റ് കോമ്പിനേഷൻ നോക്കിക്കോ. ഈ ക്യാപിറ്റൽ ആറും ഈ ക്യാപിറ്റൽ വൈയും കൂടിയിട്ടൊരു ഗ്യാമേറ്റ്, ഈ ക്യാപിറ്റൽ വൈയും കൂടിയിട്ടൊരു ഗ്യാമേറ്റ് ഫോം ചെയ്യാം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമേറ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഗ്യാമേറ്റിക് കോമ്പിനേഷനാണ് ഈ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ വൈയും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്യാമേറ്റിക് കോമ്പിനേഷൻ. ക്യാപിറ്റൽ ആറും സ്മോൾ വൈയും. അടുത്ത കോമ്പിനേഷൻ ക്യാപിറ്റൽ ആറും അത് കഴിഞ്ഞ് ഇനി സ്മോൾ ആറും ക്യാപിറ്റൽ വൈയും. സ്മോൾ ആറ് ക്യാപിറ്റൽ വൈ, ഇങ്ങനൊരു കോമ്പിനേഷൻ ഗ്യാമേറ്റ് ഉണ്ടാവും അല്ലേ? ഗ്യാമേറ്റ്സ് നോക്കണം, ഗ്യാമേറ്റ്സ് കോമ്പിനേഷൻ നോക്കണം. അടുത്ത ഗ്യാമേറ്റ് ഏതാ ഉണ്ടാവുക? അടുത്ത ഗ്യാമേറ്റിക് കോമ്പിനേഷൻ ഈ സ്മോൾ ആറും സ്മോൾ വൈയും തമ്മിൽ കൂടിച്ചേർന്ന സ്മോൾ ആറ്, ശ്രദ്ധിച്ചോ, സ്മോൾ ആറ് സ്മോൾ വൈ അല്ലേ? സ്മോൾ ആറ് സ്മോൾ വൈ എന്നൊരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഗ്യാമീറ്റ്സ് അവിടെ ഉണ്ടാവും. ഇതേ സെറ്റ് ഗ്യാമീറ്റ് തന്നെയാണ് അപ്പുറത്തും ഉണ്ടാവുക അല്ലേ? ഇതേ സെറ്റ് ഗ്യാമീറ്റ് തന്നെ അല്ലേ? ഇതേ സെറ്റ് ഗ്യാമീറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്നത് സെയിം സെറ്റ് ഗ്യാമേറ്റ്. അപ്പോൾ മൊത്തം എത്ര ഗ്യാമേറ്റ് കിട്ടി? മൊത്തം എത്ര ഗ്യാമേറ്റ്? 8 ഗ്യാമേറ്റ് കിട്ടി. ഈ 8 ഗ്യാമേറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി പുന്നറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പന്നറ്റ് സ്ക്വയറിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിനി ക്രോസ് ചെയ്യണം. അതാണ് ഇനി വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. മെന്റൽ 2 ക്യാരക്ടർ കൺസിഡർ ചെയ്ത ക്രോസിംഗ് ആണ് ഈ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക? ഈ ഗ്യാമേറ്റുകളെ അവിടെ എടുത്ത് എഴുതണം. ഗ്യാമേറ്റുകളെ അവിടെ എടുത്ത് എഴുതാം. നോക്കിക്കോ, ഗ്യാമേറ്റുകളെ എടുത്തെഴുതുന്നുണ്ട്. എല്ലാ ഗ്യാമീറ്റുകളെയും അവിടെ എടുത്ത് എഴുതണം. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ ചോദിക്കൂലെങ്കിലും ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കണം, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ ക്രോസ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ ആർ സ്മോൾ വൈ. മിനിറ്റ്, ഓക്കെ, എല്ലായില്ലേ? എല്ലായില്ലടാ, എല്ലായി. ഇനി എന്ത് ചെയ്യണം? എല്ലാം കൂടിയിട്ട് ചെയ്തോ, എല്ലാം കൂടി ചെയ്തോ. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. എല്ലാം ഒരു കളറിന് കൊടുക്കാം. 2 കളർ കൊടുക്കുമ്പോൾ കുറേ സമയം എടുക്കുന്നത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സോറി ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ capital R small r capital Y small y sorry capital Y capital R small r capital Y small y small r capital Y small r capital Y small y capital R small r capital Y small y capital R small r small y small r capital Y small y small r small y small y. Okay, ready? ഇങ്ങനെ വരും, ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വരും. ഇതിൽ മക്കളെ
ഇതിൽ മക്കളെ റൗണ്ട് യെല്ലോ എത്ര എണ്ണം ഉണ്ട്? റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ 2, 3, 4, 5, 6, 7, 8, 9, 9 റൗണ്ട് യെല്ലോ. ഇനി റൗണ്ട് ഗ്രീൻ എത്രയുണ്ട്? റൗണ്ട് ഗ്രീൻ നോക്കിയാൽ റൗണ്ട് ഗ്രീൻ 2 സ്മോൾ വൈ ഉണ്ടാവണം. 1, 2, 3 അല്ലേ? 3. ഇനി റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ പറയുമ്പോൾ 2 സ്മോൾ ആർ ഉണ്ടാവണം, ക്യാപിറ്റൽ വൈ 1 ഉണ്ടാവണം, അതാണ് അർത്ഥം. 1, 2, 3. അടുത്തത് റിങ്കിൾഡ് ഗ്രീൻ, റിങ്കിൾഡ് ഗ്രീൻ എത്രയാ? ഇത് 1. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ ആണ്, ഇവിടുത്തെ റേഷ്യോ 9:3:3:1. 9:3:3:1 അതാണ് ഇവിടുത്തെ റേഷ്യോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്തിനാണ് മെൻഡൽ, ചോദ്യം എന്തായിരുന്നു? വൈ ഡിഡ് മെൻഡൽ ക്യാരി ഔട്ട് എക്സ്പെരിമെന്റ് ടു സ്റ്റഡി? 2 ക്യാരക്ടർ പഠിക്കാൻ അല്ലെങ്കിൽ 2 ട്രേറ്റ് ചെയ്യാനുള്ള ഇതെന്തായിരുന്നു? അങ്ങനെ ചെയ്യുന്നത് വഴി ഇന്ററാക്ഷൻസ്, ഗ്യാമീറ്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസും ഇൻഹെരിറ്റൻസും ഒക്കെ മനസ്സിലായി. കാരണം ഒന്നാമത് ആദ്യം എടുത്തിരിക്കുന്ന ചെടി റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ, ഇവരെ തമ്മിലാണ് പിന്നീട് എന്ത് ചെയ്ത് ക്രോസ് ചെയ്തു. അവസാനം പുതിയ സെറ്റ് കോമ്പിനേഷൻ ഒക്കെ കിട്ടി. റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോവും ഒക്കെ നമുക്ക് കിട്ടി. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന റൗണ്ട് യെല്ലോവും റിങ്കിൾഡ് ഗ്രീനുമാണ്. അതെടുത്ത് ചെയ്ത ഒരു എക്സ്പെരിമെന്റിൽ അവസാനം നമുക്ക് പുതിയ കോമ്പിനേഷൻസ് ഒക്കെ കിട്ടി. കണ്ടുവാ, പാരന്റൽ പ്ലാന്റിൽ ഇല്ലാത്ത കോമ്പിനേഷൻസ് ഒക്കെ കിട്ടി. അപ്പോൾ എങ്ങനെയൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതിനാണ് ആ പരീക്ഷണം ചെയ്തത്. In a dihybrid cross given by Mendel, it was observed that 2 pair of character were considered at each at the trait expressed independent of each other. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന റൗണ്ടും യെല്ലോവും റിങ്കിൾഡ് ഗ്രീനുമാണ്, പക്ഷെ കിട്ടിയിരിക്കുന്നതിൽ പുതിയ കോമ്പിനേഷൻസ് ഒക്കെ കിട്ടി. അപ്പോൾ ഇത് ചെയ്ത് വന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വെയർ ഹിസ് ഫൈൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ഇൻഹെരിറ്റൻസ് ഓഫ് ട്രേറ്റ്സ് ഇൻ F1 ആൻഡ് F2 ജനറേഷൻ? F1 ചെയ്തപ്പോൾ റൗണ്ട് യെല്ലോവും റിങ്കിൾഡ് ഗ്രീനും ക്രോസ് ചെയ്ത് F1 എല്ലാം റൗണ്ട് യെല്ലോ ആയിരുന്നു. അതായത് ഈ ഒരു പാരന്റിന്റെ സ്വഭാവം തന്നെയായിരുന്നു F1 ജനറേഷനിൽ കിട്ടിയത്. പക്ഷേ നമ്മൾ F2 ജനറേഷനിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിരുന്നോ? അല്ല. F2 ജനറേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഹിഡനായ, അതായത് F1 ജനറേഷനിൽ ഹിഡനായ റിങ്കിൾഡ് ഗ്രീൻ എന്ന ക്യാരക്ടർ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? റിങ്കിൾഡ് ഗ്രീൻ ക്യാരക്ടർ കിട്ടി. അത് മാത്രമല്ല, നമ്മൾ എടുക്കാത്ത തരം ക്യാരക്ടേഴ്സ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ, നമ്മൾ ഇതുവരെ തുടക്കത്തിൽ ചെയ്യാത്ത ക്യാരക്ടേഴ്സും നമുക്ക് കിട്ടുകയുണ്ടായി. ക്രോസ് ബിറ്റ്വീൻ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ F1 ജനറേഷൻ ഓൾ പ്ലാന്റ് വെയർ റൗണ്ട് യെല്ലോ. അപ്പോൾ F1 ജനറേഷൻ യെല്ലോ എന്തായിരുന്നു? റൗണ്ട് യെല്ലോ സീഡ്സ് ആണ് കിട്ടിയത്. പിന്നെന്താ പറയുന്നത്? ബട്ട് F2 ജനറേഷൻ വി ഫൈൻഡ് ഓൾ ടൈപ്പ് ഓഫ് പ്ലാന്റ്, റൗണ്ട് യെല്ലോവും റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോവും റിങ്കിൾഡ് ഗ്രീനും എല്ലാ തരത്തിലുള്ള ചെടിയും എവിടെ കിട്ടി? F2 ജനറേഷനിൽ കിട്ടി. F2 ജനറേഷൻ ഇതൊക്കെ കിട്ടി. F1 ജനറേഷനിൽ നമുക്ക് ഒരു പാരന്റിന്റെ സ്വഭാവം മാത്രമാണ് കാണിച്ചത്, ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ കാണിച്ചില്ല. അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. State the ratio obtained in the F2 generation in the above mentioned experiment. റേഷ്യോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ്? 9:3:3:1 അല്ലെ? 9 റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീന്, 3 റിങ്കിൾഡ് യെല്ലോ, 1 റിങ്കിൾഡ് ഗ്രീൻ. ഈ ഒരു ഇത് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മാർക്ക്. നിങ്ങൾക്ക് അവിടെ മാർക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്രോസ് ചെയ്യുന്നത് തന്നെയാണ് അവിടെ വേണ്ടത്. ആ ക്രോസ് ചെയ്യുക. ലൈറ്റ് ഗ്രീൻ കളർ ആക്കണം. ലൈറ്റ് ഗ്രീൻ കളർ രസം ഉണ്ടാവുമോ? ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രീൻ സ്റ്റെമ്മിഡ് റോസ് പ്ലാന്റ് ഉണ്ട്. ഗ്രീൻ സ്റ്റെമ്മുള്ള റോസ് പ്ലാന്റ്, അതിന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ജി. ബ്രൗൺ സ്റ്റെമ്മിഡ് റോസ് പ്ലാന്റ് സ്മോൾ ജി. അവരെ ക്രോസ് ചെയ്യണം, അതാണ് പറയുന്നത്. ക്രോസ് ചെയ്യാൻ പറയും. അപ്പോൾ ക്രോസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ സ്റ്റെമ്മിഡ് റോസ് പ്ലാന്റ്, ഓക്കെ, ക്രോസ്ഡ് വിത്ത് ആരാണ്? ബ്രൗൺ സ്റ്റെമ്മിഡ് റോസ് പ്ലാന്റ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്കവിടെ ജീനോ ടൈപ്പും തന്നിട്ടുണ്ട്. നമുക്കവിടെ എന്ത് തന്നിട്ടുണ്ട്? ജീനോ ടൈപ്പ് തന്നിട്ടുണ്ട്. നോക്കിയേ, റോസ് ചെടിയെ അല്ലേ, റോസ് പ്ലാന്റിൻ്റെതിന് ക്യാപിറ്റൽ ജി തന്നിട്ടുണ്ട് അല്ലേ. ഇനി ബ്രൗൺ പ്ലാന്റിൻ്റെത്, ബ്രൗൺ സ്റ്റെമ്മിഡ് പ്ലാന്റിൻ്റെത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സ്മോൾ ജി. അപ്പോൾ അത് അതുപോലെ എഴുതിക്കൂടെ? അതുപോലെ എഴുതാം. ഇത് ക്യാപിറ്റൽ ജി, മറ്റേതെന്താ? മറ്റേത് സ്മോൾ ജി. ഇത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് എഴുതിക്കൂടെ? ഇത് നിങ്ങൾക്ക് എഴുതിക്കൂടെ? കമന്റ് കാണുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇത്ര എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഗ്യാമീറ്റ്സ് എഴുതണം. ഗ്യാമീറ്റ്സ്
അപ്പോൾ ഇവിടുത്തെ ഗ്യാമീറ്റ്സ് ഏതാ? ഇവിടുന്ന് ക്യാപിറ്റൽ ജി. ഗ്യാമീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ജി എന്ന് മാത്രം എഴുതിയാൽ പോരാ, എന്ത് എഴുതണം? നമ്മൾ ആ ഒരു സർക്കിള് നിർബന്ധം. ഇനി അടുത്ത കേസിൽ ഇവിടുത്തെ ഗ്യാമീറ്റ് ഏതാ? ഇവിടുത്തെ ഗ്യാമീറ്റ് സ്മോൾ ജി, സർക്കിൾ ഇടാം. എന്നിട്ട് ഇത് രണ്ടും ഫ്യൂസ് ചെയ്യണം. F1 ജനറേഷൻ കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടി ചേരണം. ഇത് രണ്ടും കൂടി ചേർന്ന് F1 ജനറേഷൻ കിട്ടി. F1 ജനറേഷൻ എന്താ? ക്യാപിറ്റൽ ജി സ്മോൾ ജി. അപ്പോൾ ഇത് എന്തായിരിക്കും? ഗ്രീൻ സ്റ്റെമ്മ് തന്നെയായിരിക്കും. ഗ്രീൻ സ്റ്റെം ആയിരിക്കും. കാരണം ഒരാളുണ്ട് ഇവിടെ ക്യാപിറ്റലായിട്ട്, അല്ലേ? ഇത് F1 ജനറേഷൻ, F1 ജനറേഷൻ. അപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഗ്രീൻ സ്റ്റെംഡ് ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ലിസ്റ്റ് യുവർ ഒബ്സർവേഷൻ റിഗാർഡിങ് കളർ ഓഫ് സ്റ്റെം ഇൻ F1 പ്രോജനി. ഇത് F1 ആണ്. F1ൽ എന്താണ്? ഗ്രീന്. F1ൽ എന്താണ്? ഗ്രീന്. ഇത് ക്ലിയർ അല്ലേ? F1ൽ ഗ്രീൻ കിട്ടി. ഇനി F2 കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ F2 കണ്ടാലോ നമുക്ക് സെൽഫ് പോളിനേഷൻ ചെയ്ത് കാണാം. ഓക്കെ, F2 ചെയ്യാം. നോക്കാം. F2. അപ്പോൾ F2 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്യണം. എപ്പോഴും അത് മനസ്സിലാക്കണം കേട്ടോ. സെൽഫ് പോളിനേറ്റിംഗ് F1, സെൽഫ് പോളിനേറ്റിംഗ് F1 ജനറേഷൻ. F1 ജനറേഷൻ ഫസ്റ്റ് ഫിലിയൽ ജനറേഷന് സെൽഫ് ചെയ്യണം. ഫസ്റ്റ് ഫിലിയൽ എന്താ? ക്യാപിറ്റൽ ജി സ്മോൾ ജി. അതിനെ ചെയ്ത് നോക്കിയേ. ക്യാപിറ്റൽ ജി സ്മോൾ ജി, ക്യാപിറ്റൽ ജി സ്മോൾ ജി. സ്റ്റെപ്പ് അതിൻ്റെ സെയിം തന്നെയാണ്. ഗ്യാമീറ്റ്, ഇവിടുത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ജി വട്ടം, ഇവിടുത്തത് സ്മോൾ ജി വട്ടം. ഇവിടെയും ക്യാപിറ്റൽ ജി വട്ടം, സ്മോൾ ജി വട്ടം. ഇനി ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് F2 ഉണ്ടാക്കണം. അപ്പോൾ ഇതും ഫ്യൂസ് ചെയ്യും. പിന്നെ ഇതും ഫ്യൂസ് ചെയ്യും. ഇതും ഫ്യൂസ് ചെയ്യും. ഇതും ഫ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ ജി സ്മോൾ ജി, ക്യാപിറ്റൽ ജി സ്മോൾ ജി, സ്മോൾ ജി സ്മോൾ ജി. ഓക്കെ, റെഡി? ഇത്രയും കോമ്പിനേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് ഗ്രീന്, ഇതും ഗ്രീന്, ഇതും ഗ്രീന്, ഇത് ബ്രൗൺ, അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഹോമോസൈഗസ് ഡോമിനൻറ്റ്. രണ്ടും ഒരേപോലെയാണ്. ക്യാപിറ്റൽ ജി ഹോമോസൈഗസ് ആണ് ഡോമിനൻറ്റ്. ഇവിടെ ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്. രണ്ടും വ്യത്യസ്തമായ ജീനുകളാണ്. ക്യാപിറ്റൽ ജി സ്മോൾ ജി. ഹെട്രോസൈഗസ് ആണ് പക്ഷെ ഡോമിനൻറ്റ്. ഇയാൾ രണ്ട് സ്മോൾ ജി, ഹോമോസൈഗസ് ബട്ട് ബ്രൗൺ റിസസീവ്. ഹോമോസൈഗസ് റിസസീവ്. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ അതല്ല. പെർസെൻറ്റേജ് ഓഫ് ബ്രൗൺ സ്റ്റെംഡ് പ്ലാന്റ് ഇൻ F2 ജനറേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, കിട്ടിയിരിക്കുന്നതിൽ F2 ജനറേഷനിൽ കിട്ടിയിരിക്കുന്ന F2 ജനറേഷനിൽ 3 പ്ലാന്റും എന്താ? ഗ്രീനാണ്. ഒരാൾ മാത്രമാണ് ബ്രൗണ്. അപ്പോൾ പെർസെൻറ്റേജ് എത്രയാണ്? 25%. മൊത്തം 100%. 100%ത്തിൽ 3 എന്ന് പറയുമ്പോൾ 75% ഗ്രീനും 25% ബ്രൗൺ. അപ്പോൾ 25% ആണ് അതിൻ്റെ ആൻസർ. 25% ബ്രൗൺ സ്റ്റെം 25%. അടുത്ത റേഷ്യോ ഓഫ്, ഇത് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ജി ആൻഡ് ക്യാപിറ്റൽ ജി സ്മോൾ ജി. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ക്യാപിറ്റൽ ജി എത്രയേ ഉള്ളൂ? 1. ഒരു ക്യാപിറ്റൽ ജി എത്ര ക്യാപിറ്റൽ ജി സ്മോൾ ജി ഉണ്ട്? 2 ക്യാപിറ്റൽ ജി സ്മോൾ ജി. അപ്പോൾ റേഷ്യോ എത്രയാണ്? 1:2. 1:2 ആണ് റേഷ്യോ. 1:2. ഹോമോസൈഗസും ഹെട്രോസൈഗസും ഒന്നുമില്ലടാ. 2 അലീലും ഒരുപോലെ ആണെങ്കിൽ ഹോമോസൈഗസ്, വ്യത്യസ്തമാണെങ്കിൽ ഹെട്രോസൈഗസ്. അപ്പോൾ ഇവിടെ 1:2 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത്, ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് ദിസ് ക്രോപ്പ് വാട്ട് കൺക്ലൂഷൻ. ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷൻ ആണ് നമുക്ക് കിട്ടുക? ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന് ലോ ഓഫ് ഡൊമിനൻസ്. എന്താ ലോ ഓഫ് ഡൊമിനൻസ്? ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പറയാം, ഇവിടെ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്തു, അല്ലേ? ടോളിൻ്റെതും ടോളല്ല, ഇവിടെ ഗ്രീൻ സ്റ്റെമ്മിൻ്റെതും വൈറ്റ് അല്ല ബ്രൗൺ സ്റ്റെമ്മിൻ്റെ കാര്യങ്ങളും ഇവിടെ ഓസ്പ്രിങ്ങിലേക്ക് വന്നു. പക്ഷേ ഇവിടെ ആരെ എക്സ്പ്രസ് ചെയ്തത്? ഗ്രീൻ എക്സ്പ്രസ് ചെയ്തു. ഒരാൾ മറഞ്ഞിരുന്നു. അപ്പോൾ ലോ ഓഫ് ഡൊമിനൻസ് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ, ശ്രദ്ധിച്ചോ, ഒരു ക്യാരക്ടറിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്യാരക്ടർ എന്താ? കളർ ഓഫ് ദ സ്റ്റെം. അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് ഗ്രീൻ സ്റ്റെം, ബ്രൗൺ സ്റ്റെം. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, അതും പ്യുവർ ആയിരിക്കണം. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിനെ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ എന്ത് കിട്ടുന്നു? ദാറ്റ് ഈസ് ഡോമിനൻറ്റ്. ഇവിടെ ഗ്രീനിനെയും ബ്രൗണിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഗ്രീൻ കിട്ടി. സോ ഗ്രീൻ ഈസ് ഡോമിനൻറ്റ്. യെസ്, GG
ക്യാപിറ്റൽ ജി സ്മോൾ ജി ഹെട്രോസൈഗസ് തന്നെയാണ്, ഹോമോസൈഗസ് അല്ല, ഹെട്രോസൈഗസ് തന്നെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷനും കൂടി ഇവിടെ മനസ്സിലാക്കണം. എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ? നിങ്ങൾ ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ജി സ്മോൾ ജി എന്ന് പറയുന്ന ഗ്രീൻ പ്ലാന്റ്, ഗ്രീൻ സ്റ്റെം, അതിൻ്റെ ഗ്യാമീറ്റ് എഴുതുമ്പോൾ ഈ അല്ലീലുകൾ, ഇത് അല്ലീലുകളല്ലേ, അല്ലീലുകൾ എന്ത് ചെയ്തു? സെഗ്രിഗേറ്റ് ചെയ്തു. എപ്പോഴാണ്? ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ. ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ അല്ലീലുകൾ സെഗ്രിഗേറ്റ് ആവുന്നു എന്ന് പറയുന്നതാണ്, മിക്സ് ആവാതെ സെഗ്രിഗേറ്റ് ആവുന്നു എന്ന് പറയുന്നതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 2 പോയിന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ഉത്തരം ഇതാണ്. ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഡോമിനൻറ്റും എക്സ്പ്രസ് ചെയ്യാത്തത് റിസസീവുമാണ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞത് എക്സാമ്പിളാണ്. ക്യാപിറ്റൽ ജി സ്മോൾ ജി ആവുമ്പോൾ ഇവിടെ ഗ്രീൻ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആയി, ബ്രൗൺ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആയില്ല. അപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരാൾ എക്സ്പ്രസ് ആവും, മറ്റേ ആൾ മറഞ്ഞിരിക്കും. എക്സ്പ്രസ് ആയത് ഡൊമിനൻറ്റും എക്സ്പ്രസ് ആവാത്തത് റിസസീവുമാണ്. അത്രേ ഉള്ളൂ. ബ്രെയിൻ വരക്കാൻ അങ്ങനെ പഠിക്കേണ്ട, പക്ഷെ ഒരു തവണയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നെയിം ദ പ്ലാന്റ് മെൻഡൽ യൂസ്ഡ് ഫോർ ഹിസ് എക്സ്പെരിമെൻറ്റ്. പൈസം സറ്റൈവം, ഗാർഡൻ പീ പ്ലാന്റ്. വാട്ട് ടൈപ്പ് ഓഫ് പ്രോജനി വാസ് ഒബ്റ്റെയിൻഡ് ബൈ മെൻഡൽ in F1 and F2 generation when he crossed tall and short plant. അപ്പോൾ ടോൾ പ്ലാന്റിനെയും ഷോർട്ട് പ്ലാന്റിനെയും അദ്ദേഹം ക്രോസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. F2 ജനറേഷനിൽ റേഷ്യോയും ചോദിക്കുന്നുണ്ട്. ഇത് എളുപ്പമാണ്, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ഡൽഹി 2019 ചോദിച്ച ചോദ്യം. അപ്പോൾ ഇവിടെ ടോൾ പ്ലാന്റിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്നും ഡ്വാർഫിനെ സ്മോൾ ടി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ടോള് ആൻഡ് ദിസ് ഈസ് ഡ്വാർഫ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ഗ്യാമീറ്റ്സ് എഴുതാം. ഗ്യാമീറ്റ്സ് ഇവിടുത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി, ഇവിടുത്തത് സ്മോൾ ടി. ഇത്രയും വളരെ എളുപ്പമാണ്. ഇനി F1 ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ കാണാൻ ഈ ഗ്യാമീറ്റുകൾ പരസ്പരം എന്ത് ചെയ്താൽ മതി? ഫ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഗ്യാമീറ്റുകൾ പരസ്പരം ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടും. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ അതെന്താണ്? ടോൾ പ്ലാന്റ് ആണ്. ഓക്കെ, ടോള് കിട്ടി. ഇനി എന്ത് ചെയ്യണം? F2 കാണണം അല്ലേ? അതാണ് അടുത്ത ലക്ഷ്യം. F2 കാണണം. ഫൈൻഡ് F2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? F1നെ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, സെൽഫ് പോളിനേഷന് വിധേയമാക്കണം. സെൽഫ് പോളിനേഷൻ ഓഫ് F1 ജനറേഷൻ. പി പ്ലാന്റ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ F1 ജനറേഷൻ കിട്ടണമെങ്കിൽ F2 കിട്ടണം. അപ്പോൾ F1നെ സെൽഫ് പോളിനേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നോക്കിക്കേ, സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് വിത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിനെയല്ലേ ചെയ്യുന്നത്? ഈ ഒരു സാധനത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഗ്യാമീറ്റ് എഴുതണം. ഇവിടുത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്. ഇവിടെയും അതെ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇനി ഇനി ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യേണ്ട കാലമാണ്. ക്യാപിറ്റൽ ടി, ഇതും ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ഫ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ഫ്യൂസ് ചെയ്യുമ്പോൾ സ്മോൾ ടി. അതായത് ഇവിടെ ടോള് ഡ്വാർഫ്. ഇതാണ് F2. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ഡ്വാർഫ് എന്ന ഡോമിനൻ്റ് റിസസീവ് ട്രേറ്റ് F2 ജനറേഷൻ, 2ാം തലമുറ, സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ, 2ാം തലമുറയിൽ എക്സ്പ്രസ്ഡ് ആയി അല്ലേ? എക്സ്പ്രസ്ഡ് ആയി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്രോസ് ചെയ്തു. വാട്ട് ടൈപ്പ് ഓഫ് പ്രൊജനി വാസ് ഒബ്റ്റെയിൻഡ് ബൈ മെൻഡൽ. F1ൽ കിട്ടിയിരിക്കുന്ന ടോൾ പ്ലാന്റ്, F2ൽ കിട്ടിയിരിക്കുന്നത് 3 ടോൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം 75% ടോളുമാണ്, 25% ഡ്വാർഫുമാണ്. ഇതിൻ്റെ റേഷ്യോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തു. ഈ ഒരു എക്സ്പെരിമെൻ്റ്, ഈ ഒരു പരീക്ഷ നമ്മൾ ഓൾറെഡി ചെയ്തു. എന്നിട്ട് എന്താ റേഷ്യോ കിട്ടുന്നത്? റേഷ്യോ നിങ്ങൾ നോക്കിക്കേ. അവിടെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ ശ്രദ്ധിച്ചോ. ഇവിടെ F2 ജനറേഷൻ്റെ കാര്യമാണ് സാറ് പറയുന്നത്. അവിടുത്തെ ജീനോട്ടിപ്പിക് റേഷ്യോ ശ്രദ്ധിക്കണം. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ടി ഈസ് ടു 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു 1 സ്മോൾ ടി. നമ്മളിങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിന് ജനറ്റിക് എക്സ്പ്രഷനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. ഇനി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഫീനോടൈപ്പ് എന്നാ പറയുക. ഒരു ചെടി ഉയരം കുറവാണെന്ന് പറയുന്നത് ഫീനോടൈപ്പ്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്
ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3 ടോൾ പ്ലാന്റും 1 ഡ്വാർഫും ആണ്. അപ്പോൾ 3:1. അപ്പോൾ എത്രയാണ്? 3:1 ആണ്. 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. രണ്ടും എഴുതി കൊടുത്തു കേട്ടോ. അടുത്തത്, ഹൗ ഡിഡ് മെൻഡൽ എക്സ്പെരിമെന്റ് ഷോ ദാറ്റ് ഡിഫറെന്റ് ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡന്റ്ലി? അത് ഇത് തന്നെയാണ്, ഡിഫറെന്റ് ട്രേറ്റ്സ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡന്റ്ലി. സെയിം സംഭവം തന്നെ നമുക്ക് എഴുതാം. ഏത് ഇപ്പോൾ ടോളും ഡ്വാർഫും പറഞ്ഞാണൊക്കെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡൈഹൈബ്രിഡിനെ വെച്ചിട്ട് ഒരു ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യം തന്നെയാണ്. നമുക്കൊന്ന് അത് ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അതായിരിക്കും ബെറ്റർ. ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് ഇപ്പുറത്തേക്ക് എടുക്കാം. ഇപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബാക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ശരി. ഇവിടെ നിങ്ങൾ നോക്കണേ. ഇവിടെ നോക്കിയേ, റൗണ്ട് യെല്ലോ എടുത്തു, റിങ്കിൾഡ് ഗ്രീൻ എടുത്തു. റൗണ്ട് യെല്ലോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. റിങ്കിൾഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ആർ സ്മോൾ വൈ. ഇതിൻ്റെ ഗ്യാമീറ്റ് എടുത്തു, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഇതിൻ്റെത് സ്മോൾ ആർ സ്മോൾ വൈ. ഇത് രണ്ടും ഫ്യൂസായിട്ടാണ് F1 ജനറേഷൻ കിട്ടുന്നത്. നമുക്ക് F1 ജനറേഷൻ കിട്ടുന്നത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുമ്പോൾ ഇതും എന്താണ്? റൗണ്ട് യെല്ലോ. ഇതറിയാലോ, ഇതറിയാം. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന കോമ്പിനേഷനാണ് F2 ജനറേഷൻ കിട്ടി. 9 റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീന്, 3 റിങ്കിൾഡ് യെല്ലോ, 1 റിങ്കിൾഡ് ഗ്രീന്. അങ്ങനെ കിട്ടി. 9:3:3:1 എന്ന റേഷ്യോ കിട്ടി അല്ലേ? In order to show that different traits are inherited differently, Mendel considered dihybrid cross where 2 characters were considered. അതായത് മെൻഡൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എങ്ങനെയാണ് മെൻഡൽ പരീക്ഷണത്തിലൂടെ ഡിഫറൻറ്റ് ട്രേറ്റ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയത്? അപ്പോൾ അവിടെ സംഭവം ഇത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ പാരൻ്റായിട്ട്. എന്നിട്ട് രണ്ടാമത്തെ തലമുറയിൽ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് കിട്ടുകയാണ്. അതായത് ഏതൊക്കെ? നമ്മൾ എടുത്തിരിക്കുന്നത് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് ഗ്രീനുമാണ്. അപ്പോൾ കിട്ടുന്ന കുറേ ക്യാരക്ടേഴ്സ് അധികം കിട്ടുന്നുണ്ട്. റൗണ്ട് ഗ്രീൻ അല്ലാതെ ഇപ്പോൾ റൗണ്ട് യെല്ലോ കൂടാതെ റൗണ്ട് ഗ്രീൻ കിട്ടുന്നുണ്ട്. റൗണ്ട് യെല്ലോ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ, റൗണ്ട് ഗ്രീൻ കിട്ടുന്നുണ്ട് പുതിയതായിട്ട്. അതുപോലെ തന്നെ ഇവിടെ റിങ്കിൾഡ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, റിങ്കിൾഡ് യെല്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കാണിക്കാനാണ്. In order to show that different traits are inherited differently, Mendel considered dihybrid cross where 2 characters were considered. It was observed that when 2 pair of trait or characters were considered, each trait expressed independently. അവിടെ independent ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. Thus Mendel was able to propose law of independent assortment which says that independent inheritance of trait. Independent ആയിട്ടാണ് ട്രേറ്റുകൾ എക്സ്പ്രസ്ഡ് ആവുന്നത്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീനുമാണ്. പക്ഷെ കിട്ടുന്നതിൽ നമുക്ക് റൗണ്ട് ഗ്രീനൊക്കെ കിട്ടുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ, റൗണ്ട് ഗ്രീനൊക്കെ കിട്ടുന്നുണ്ട്. ഇതേ സംഭവം തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് 9:3:3:1. 9:3:3:1 ആണ്. ഓക്കെ, അതിൽ 9 എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ ആണ്. 9. 3 റൗണ്ട് ഗ്രീനാണ്. 3 റിങ്കിൾഡ് യെല്ലോ ആണ്. 4 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് റിങ്കിൾഡ് ഗ്രീനാണ്. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തുടക്കത്തിലെടുത്ത റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീനും, റൗണ്ട് യെല്ലോവും റിങ്കിൾഡ് ഗ്രീനും. ഇത് കൂടാതെ പുതിയ ക്യാരക്ടേഴ്സ് വന്നു, പുതിയ ട്രേറ്റ്സ് വന്നു. അപ്പോൾ ട്രാറ്റ്സ് ഇങ്ങനെയുള്ള പുതിയ ട്രേറ്റ്സ് വരുന്നതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രേറ്റുകളെല്ലാം കൂടിച്ചേരുന്നത്. അതാണ് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. വെൻ ഹി കൺസിഡർഡ് പ്യുവർ റൗണ്ട്, അതായത് പ്യുവർ റൗണ്ട് യെല്ലോ, അതായത് RRും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്രോസ്ഡ് വിത്ത് റിങ്കിൾഡ് ഗ്രീൻ സ്മോൾ ആർ സ്മോൾ വൈ. F1 ജനറേഷനിൽ എല്ലാം എന്തായിരുന്നു? എല്ലാം റൗണ്ട് യെല്ലോ ആയിരുന്നു. ശരിയല്ലേ? F1 ജനറേഷനിൽ എല്ലാം റൗണ്ട് യെല്ലോ തന്നെയാണ് കിട്ടിയിരുന്നത്. ഓക്കെ, ബട്ട് ഓൺ സെൽഫിങ് F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്നതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ ഡിഫറൻറ്റ് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ പ്രൊജനി. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന F1 എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചു. അതാണ് ഇവിടെ ചെയ്തത്. F1 സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചപ്പോൾ
ഡിഫറൻറ്റ് പ്രോജനി കിട്ടി. റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ ഒക്കെ കിട്ടി. ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് കിട്ടി. F2 generation he obtained 9 which is round yellow, 3 round green, 3 wrinkled yellow, 1 wrinkled and green. The appearance of different combination of genotype and phenotype combinations suggests that different traits are inherited independent. Independent ആയിട്ടാണ് ട്രേറ്റുകൾ വരുന്നതെന്ന് മനസ്സിലായി. അതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2 differences in tabular form between dominant and recessive trait. What percentage proportion of plants in the F2 generation progeny were found if Mendel crossed round and wrinkled pea plant? അപ്പോൾ റൗണ്ട് പീ പ്ലാന്റിനെയും റിങ്കിൾഡിനെയും ക്രോസ് ചെയ്യണം അല്ലേ? F2 ജനറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. സെയിം സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ആദ്യം റൗണ്ടിനെ ക്യാപിറ്റൽ ആർ എന്നും റിങ്കിൾഡ് സ്മോൾ ആർ എന്നും വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗ്യാമീറ്റ് ആദ്യം എഴുതാം. ഇത് പരസ്പരം ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും. ഓക്കെ, F1 ജനറേഷൻ ആണ്. ഇനി അതിനെന്ത് ചെയ്യണം? സെൽഫ് പോളിനേറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ആർ ഇങ്ങനെ കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷൻ കിട്ടും. അതായത് 3 ചെടിയും റൗണ്ട്, ഒരു റിങ്കിൾഡ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് പെർസെൻറ്റേജ് പ്രൊപ്പോർഷൻ F2 ജനറേഷൻ പ്രോജനി വാസ് റൗണ്ട് എത്രയാ? 75% റൗണ്ട്, റിങ്കിൾഡ് 25% റിങ്കിൾഡ്. 25% റിങ്കിൾഡ് ആണ്. ഓക്കെ, 25% റിങ്കിൾഡ് ആണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡോമിനൻ്റ് ട്രേറ്റും റിസസീവ് ട്രേറ്റും എന്താണെന്നുള്ളതാണ്. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ബൈ ഡോമിനൻ്റ് അല്ലീൽ. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ അവിടെ ഡോമിനൻ്റ് അല്ലീൽ ക്യാപിറ്റൽ ടി ആ. അപ്പോൾ അതാണ് ഡോമിനൻ്റ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്മോൾ ടി എന്ന് പറയുന്ന റിസസീവ് അല്ലീലാണ്. അപ്പോൾ റിസസീവ് അല്ലീൽ കൺട്രോൾ ചെയ്യുന്നത് റിസസീവ് ട്രേറ്റ്. ഡോമിനൻ്റ് അല്ലീൽ കൺട്രോൾ ചെയ്യുന്നത് ഡോമിനൻ്റ് ട്രേറ്റ്, റിസസീവ് അല്ലീൽ കൺട്രോൾ ചെയ്യുന്നത് റിസസീവ് ട്രേറ്റ്. ഡോമിനൻ്റ് ട്രേറ്റ് വിൽ എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ബോത്ത് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഉദ്ദേശം പറയാം, ടോൾ എന്ന് പറയുന്ന ഡോമിനൻ്റ് ട്രേറ്റ് ആണ്. അതിപ്പോൾ ക്യാപിറ്റൽ ടി ആയാലും ടോൾ തന്നെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയാലും ടോൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഡോമിനൻ്റ് ട്രേറ്റ്. പക്ഷേ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ പിന്നെ ഡോമിനൻ്റ് ട്രേറ്റ് അല്ല, റിസസീവ് ട്രേറ്റ് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഡ്വാർഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? സ്മോൾ ടി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഹോമോസൈഗസാണ്. അപ്പോൾ എപ്പോഴും റിസസീവ് ട്രേറ്റ് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ റിസസീവ് ട്രേറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു എത്രയാണ്? 75% നമ്മൾ പറഞ്ഞതല്ലേ? നിങ്ങൾ നോക്കാം, ഇവിടെ F2 ജനറേഷനിൽ ഇതൊക്കെ കമ്പൈൻ ചെയ്യും. F2 ജനറേഷനിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ഇത് മൂന്നും എന്താണ്? റൗണ്ട്, ഇത് റിങ്കിൾഡ് അല്ലേ? അപ്പോൾ 3 റൗണ്ട്, 75% റൗണ്ടും 25% റിങ്കിൾഡുമാണ്. ഇത് വളരെ എളുപ്പത്തിൽ പറയാം. പെർസെൻറ്റേജ് എങ്ങനെ കിട്ടിയെന്ന് വലിയ മാർത്താക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിയേ, 4 എണ്ണം ഉണ്ട് ഇവിടെ, 4 എണ്ണം. ഓക്കെ, 4 എണ്ണത്തിൽ 3 എണ്ണം ടോള്, 1 ഡ്വാർഫ്. അപ്പം 100നെ 4 ഭാഗിക്കുക. അപ്പോൾ എത്ര കിട്ടും? 4 ഭാഗിച്ചാൽ എത്ര കിട്ടും? 25 അല്ലേ? അപ്പോൾ 25 × 3 75. അപ്പോൾ 75 എണ്ണം റൗണ്ട്, ബാക്കി 25% റിങ്കിൾഡ്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ഇതാ നോക്ക്, കൃത്യമായിട്ട് നോക്കുക. ഈ കോമ്പിനേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. നോക്കിക്കേ, ഈ കോമ്പിനേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുക കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിയേ, ഇത് ക്യാപിറ്റൽ ആർ. ഓക്കെ, റെഡി? അടുത്തത് ഇതും കൂടി ചേർന്നു. എന്താണെന്ന് കോമ്പിനേഷൻ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും കോമ്പിനേഷൻ എന്താ ഉണ്ടാകും? നോക്കിയേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്ത് ഇതും കോമ്പിനേഷൻ വരുന്നു. അപ്പോൾ എന്താ ഉണ്ടായി? സ്മോൾ ആർ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത്? ഇത് റൗണ്ട്, ഇതറിയാലോ, ഇത് റിങ്കിൾഡ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണെന്ന് പറയാം. നോക്ക്, മൊത്തം 4 എണ്ണം ഉണ്ട്. പെർസെൻറ്റേജ് എപ്പോഴും എത്രയിലും എക്സ്പ്രസ് ചെയ്യുക? 100%-ലല്ലേ എക്സ്പ്രസ് ചെയ്യുക പെർസെൻറ്റേജ്? 100%. അപ്പോൾ 100 ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലേ? 4 എണ്ണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 100ൽ എത്ര? 4നെ കൊണ്ട് എത്ര ഹരിക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം 100 ÷ 4 എത്രയാ? 25.
5 അല്ലേ? അപ്പോൾ 1 25%, 25 25 25 25 100. അപ്പോൾ അതിൽ എത്ര റൗണ്ട് ഉണ്ട്? 3 റൗണ്ട് ഉണ്ട്. 3ഉം റൗണ്ടുമാണ്. അപ്പോൾ റൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? റൗണ്ടിൻ്റെ പെർസെൻറ്റേജ് 25 × 3, ദാറ്റ് ഈസ് 75%. 25 × 3 75%. ഡ്വാർഫോ അല്ല, ഡ്വാർഫല്ല, റിങ്കിൾഡോ? റിങ്കിൾഡ് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ 25 × 1 25%. മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ ആണെന്ന് തോന്നുന്നു അല്ലേ? പെർസെൻറ്റേജ് ചോദിച്ചതേ ഉള്ളൂ, റേഷ്യോ ചോദിച്ചിട്ടില്ല. ഇത് ക്ലിയർ ആണോ? മനസ്സിലായോടാ? ഇത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് ശക്തിവാനി പോയിട്ട് പറഞ്ഞേ, മനസ്സിലായിട്ടുണ്ട്, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ഈസ് എൻ എക്സ്പെരിമെന്റ് ക്യാരിഡ് ഔട്ട് ബൈ മെൻഡൽ ടു സ്റ്റഡി ഇൻഹെറിറ്റൻസ്. ഫിൽ അപ്പ് ദ ബോക്സസ് വിത്ത് അപ്രോപ്രിയേറ്റ് ആൻസർ. 2010 ചോദ്യം. കുറച്ച് മുന്നേ ഉള്ള ചോദ്യമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയേ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ റൗണ്ട് ഗ്രീന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്യാമീറ്റ്സ് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ട ഗ്യാമീറ്റ്സാണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ആ സർക്കിൾ ഇടാൻ മറക്കരുത്. എഴുതാലോ? എഴുതാം. അടുത്തതിൻ്റെ ഗ്യാമീറ്റ് എന്തായിരിക്കും? സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സർക്കിൾ ഇടാൻ മറക്കരുത്. ഓക്കെ, ക്യാപിറ്റൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അപ്പോൾ ഗ്യാമീറ്റ് ആണത്. അപ്പോൾ സർക്കിൾ ചെയ്യുക, എൻസർക്കിൾ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യണം. ബിക്കോസ് ഇതെന്താണ്? ഹൈബ്രിഡൈസേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗ്യാമീറ്റ് ഫോം ചെയ്തു, ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തു. അങ്ങനെ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് റൗണ്ട് യെല്ലോ, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈയുടെ കോമ്പിനേഷൻ, F1 ജനറേഷൻ. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി ഈ F1 ജനറേഷൻ എന്ത് ചെയ്യണം? സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചു. അപ്പോൾ സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചപ്പോൾ കിട്ടിയ കോമ്പിനേഷനാണ് 315 പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത സീഡ് റൗണ്ട് യെല്ലോ, 108 റൗണ്ട് ഗ്രീന്, 101 റിങ്കിൾഡ് യെല്ലോ, 32 എണ്ണം റിങ്കിൾഡ് ഗ്രീന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്താണ്? ഏകദേശ കണക്ക് പ്രകാരം ഒന്ന് നോക്കിയേ. ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? 9:3:1 എന്ന് പറയുമ്പോൾ 9:3:3:1. ഇത് 2010 ചോദ്യമാണ്. ഓക്കെ, റെഡി? അപ്പോൾ F2 ജനറേഷനിലെ റേഷ്യോ ആണ് കേട്ടോ. ഇത് F2 റേഷ്യോ ആണ് പറയേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അടുത്തത്. വൈ ഡിഡ് മെൻഡൽ ക്യാരി ഔട്ട് എക്സ്പെരിമെന്റ് വിത്ത് 2 ട്രേസ്? ഇവിടെ 2 ക്യാരക്ടർ എടുക്കാനുണ്ടായ പ്രവണത എന്താണ്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഇൻഹെരിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന അല്ലീലുകൾ അല്ലെങ്കിൽ ആ ഗ്യാമീറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലീൽസ് ഓഫ് 2 ഡിഫറെന്റ് ക്യാരക്ടർ ട്രേറ്റ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്. നമുക്കറിയാം, അല്ലീലുകൾ ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് മിക്സ് ആവാതെ എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. F1 പ്രോജനി എക്സിബിറ്റഡ് ബോത്ത് ഡൊമിനന്റ് ട്രേറ്റ്. നിങ്ങൾ നോക്കി F1 പ്രോജനി നോക്കി. F1 എന്ന് പറയുമ്പോൾ റൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന റൗണ്ട് യെല്ലോ നമുക്ക് അവിടെ കിട്ടി അല്ലേ? അപ്പോൾ F1 പ്രോജനി എക്സിബിറ്റഡ് ബോത്ത് ഡൊമിനന്റ് ട്രേറ്റ്. F2 എക്സിബിറ്റഡ് പാരന്റൽ ട്രേറ്റ് അലോങ് വിത്ത് ന്യൂ മിക്സ്. F2 വരുന്ന സമയത്ത് പുതിയ തരത്തിലുള്ള കോമ്പിനേഷൻസ് അവിടെ കിട്ടി എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നോക്കിയ റൗണ്ട് ഗ്രീൻ ഇവിടെ കിട്ടി അല്ലേ? റൗണ്ട് ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ തന്നെ റൗണ്ട് യെല്ലോ കിട്ടിയിട്ടുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ F2 ജനറേഷനിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? F1 ജനറേഷനിൽ F2 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുത്തിരിക്കുന്ന പാരന്റിൽ നിന്ന് പുതിയതായിട്ടുള്ള സ്വഭാവങ്ങൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രം ദിസ് എക്സ്പെരിമെന്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അലീൽ ഓഫ് 2 ഡിഫറെന്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റ് എപ്പോഴും എന്ത് ചെയ്യും? ദേ ആർ സെഗ്രിഗേറ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇതേ സംഭവം തന്നെയാണ് കണ്ടു വന്നിട്ടുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, ഇത് സെക്സ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എഗെയിൻ കുറച്ച് പഴയ ചോദ്യമാണ്, പക്ഷേ സെക്സ് ഡിറ്റർമിനേഷൻ റിപ്പീറ്റഡ് വാല്യൂ ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഐഡന്റിഫൈ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ദ ഫിഗർ given below. Then also fill in the blank 3 to 8. Then clarify about the misconception that mother and not father is responsible for bearing daughters and not son. ഇപ്പോൾ നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആദ്യം ഇതിൽ മെയിലും ഫീമെയിലും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്.
സോ ബേസ്ഡ് ഓൺ സെക്സ് ക്രോമോസോം വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ XY എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. സെക്സ് ക്രോമോസോം ഇവിടെ XY തന്നപ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഈസ് മെയിൽ. മെയിലിൻ്റെ സെക്സ് ക്രോമോസോം ആണ് Xും Yയും അല്ലേ. എന്നാൽ ഫീമെയിലിൻ്റെ സെക്സ് ക്രോമോസോം ആണ് രണ്ടും എന്തായിരിക്കും? X ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഫീമെയിൽ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താ? ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കറിയാം ഇത് മെയിലാണ്, അടുത്തത് ഫീമെയിലാണ്. അപ്പോൾ അവരുടെ ഗ്യാമീറ്റ് നമുക്കറിയാലോ. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് X ക്രോമോസോം ബിയർ ചെയ്യുന്ന സ്പേമും Y ക്രോമോസോം ബിയർ ചെയ്യുന്ന സ്പേമും കാണാം അല്ലേ. ഞാനിവിടെ എഴുതുമ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടോ അറിയില്ല. ഇതൊക്കെ. അടുത്തത് ഫീമെയിലിൻ്റെ കേസിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം അത് ഒറ്റ ടൈപ്പ് ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് X ക്രോമോസോം അടങ്ങുന്ന ഓവം മാത്രമേ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഫീമെയിൽ എന്ന് പറയുന്നത് ഒറ്റൊരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആ ഗമീറ്റിൽ X ക്രോമോസോം മാത്രമേ അടങ്ങത്തുള്ളൂ. എന്നാൽ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഗാമീറ്റ്, രണ്ട് ടൈപ്പ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. X ക്രോമോസോം ബിയറിംഗ് സ്പേമും Y ക്രോമോസോം ബിയറിംഗ് സ്പേമും. ഇനി ഇത് ഫ്യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന റിസൾട്ടൻ്റ് കോമ്പിനേഷൻ ഇവിടെ X, നെക്സ്റ്റ് കോമ്പിനേഷൻ X, ശ്രദ്ധിച്ചോളൂ, ഈ എക്സും ജോയിൻ ചെയ്തു, അടുത്ത് XX തന്നെയാണ്. പിന്നെ XY, വീണ്ടും XY. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ രണ്ട് കോമ്പിനേഷൻ ഈ ഒരു ക്രോസിൽ നമുക്ക് XX കിട്ടി, രണ്ട് XY എന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈക്വൽ ചാൻസസ് 50% ആണ് അല്ലേ. 50% ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ XX വരുന്ന കോമ്പിനേഷൻ എന്താ നമുക്കറിയാം. XX എന്ന് പറയുന്നത് ഗേൾ ചൈൽഡ് ആണ്. XY എന്ന് പറയുന്ന കോമ്പിനേഷൻ ബോയ് ചൈൽഡ് ആണ്. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള പ്രോബബിലിറ്റി പറയുന്നത് ശരിക്കും എത്രയാണ്? 50-50 പ്രോബബിലിറ്റി ആണ്. ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞ് ആണാണ് അല്ലെങ്കിൽ പെണ്ണാണെന്ന് തീരുമാനിക്കുന്നത് ഇറ്റ്സ് നോട്ട് ദ മദർ, ഇറ്റ് ഈസ് ദ ഗാമീറ്റ്, ടൈപ്പ് ഓഫ് സ്പേം വിച്ച് ഫ്യൂസ് വിത്ത് ദ ഓവം ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. അതായത് എന്താ പറയുന്നത്, ഏത് തരം സ്പേം ആണ് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് തീരുമാനിക്കുന്നത്? സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഫിഗർ അത്ര ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. എപ്പോഴും ഫാദറിൽ നിന്നാണ് ഈ ക്രോമോസോം ബിയർ ചെയ്യുക. ഫാദറിൽ നിന്ന് X ക്രോമോസോം ആണ് ബിയർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്ന കോമ്പിനേഷൻ എന്താ? ഫാദറിൻ്റെ സ്പേമിൽ X ക്രോമോസോം ഉണ്ട്, അത് ഓവവുമായി ഫ്യൂസ് ചെയ്യുന്നു, അവിടെയും X. അപ്പോൾ XX എന്ന് പറയുമ്പോൾ ഗേൾ ചൈൽഡ്. ഫാദറിൽ നിന്ന് Y ക്രോമോസോം ബിയർ ചെയ്യുന്ന സ്പേം നമ്മുടെ മദറിൻ്റെ X ക്രോമോസോം, മദറിൽ എപ്പോഴും X ക്രോമോസോം ഉണ്ടാവും ഓവത്തിൽ. അപ്പോൾ അവിടുത്തെ കോമ്പിനേഷൻ XY, അതെന്താണ്? അത് ബോയ് ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Give 5 points to show significance of variation. സോ നമുക്കറിയാം വേരിയേഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കും. വർഷങ്ങളെടുത്ത് ആൾട്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ ഫാസ്റ്റ് പേസിൽ തന്നെ ആൾട്രേഷൻ സംഭവിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു നേച്ചറിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ജീവജാലങ്ങൾക്ക് വേരിയേഷൻസ്, അതായത് ചേഞ്ചസ് ഉണ്ടാവണം അല്ലെ. വേരിയേഷൻസ് ഉണ്ടാവണം. DNA വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വേരിയേഷൻസ് അക്കുമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ വേരിയേഷൻ ഫേവറബിൾ കൂടി ആവണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വേരിയേഷന്റെ സിഗ്നിഫിക്കൻസ്, വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? സാറേ വെള്ളം കുടിക്കുന്നതിന് പറയുന്നത് വെള്ളം കുടിക്കാം. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും? ഫസ്റ്റ് ഓഫ് ഓൾ എവല്യൂഷനിലേക്ക് നയിക്കാൻ ഇത് കാരണമാവും. പുതിയ ജീവി വർഗങ്ങൾ, പുതിയ സ്പീഷീസ് ഫോം ചെയ്യാൻ ഈ വേരിയേഷൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആവും. പിന്നെ എന്തൊക്കെ പറയാം? ഹെൽപ്പ് ഓർഗാനിസം ടു അഡാപ്റ്റ് ഇൻ ചേഞ്ചിങ് എൻവറോൺമെന്റ്. അതായത് മാറുന്ന സാഹചര്യം അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ സാറ് പറഞ്ഞ ലീഡ് ടു എവല്യൂഷൻ. പിന്നെ അടുത്തത് എന്താണ്? ഏകദേശം സിമിലർ പോയിന്റ് ആണ്. അലൗ എൻ ഓർഗാനിസം ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ടു ഹാർഷ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെതിരെ അഡാപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റീവ് പവർ ജീവജാലങ്ങളിൽ ഡെവലപ്പ് ചെയ്തു വരും. ബെനഫിഷ്യൽ വേരിയേഷൻ അലോ ഓർഗാനിസംസ് ടു എമർജ് ആസ് സ്ട്രോങ് സ്പീഷീസ്. അതാണ് പറഞ്ഞത്. ഫേവറബിൾ അല്ലെങ്കിൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള വേരിയേഷൻ എപ്പോഴും സ്പീഷീസുകൾക്ക് എന്നും ഉപകാരപ്രദമായിരിക്കും.
ഇനാബിൾ സർവൈവൽ ഓഫ് ദ ഓർഗാനിസം. ജീവജാലങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഇത് വളരെയധികം സഹായകരമായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അവർ എൻവിറോൺമെന്റിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവർ എൻവിറോൺമെന്റ് ശ്രദ്ധിച്ചോ. കൺസിഡർ ദ ഫോളോവിങ് എക്കോസിസ്റ്റം: പോണ്ട്സ്, ഫോറസ്റ്റ്, അക്വേറിയം, ക്രോപ്പ് ഫീൽഡ്. ഔട്ട് ഓഫ് ദീസ് നാച്ചുറൽ എക്കോസിസ്റ്റം ഏതാണ് ചോദിക്കുന്നുണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം ഫോറസ്റ്റും പോണ്ടുമാണ്. അക്വേറിയം, ക്രോപ്പ് ഫീൽഡ് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡീർ ആർ മിസ്സിംഗ് ഇൻ ദ ഫോളോവിങ് ഫുഡ് ചെയിൻ? ഇവിടെ ഫുഡ് ചെയിൻ തന്നിരിക്കുന്നത് ഗ്രാസ്, ഡീർ, ടൈഗറാ. അതിൽ ഡിയർ ഇവിടുന്ന് ഇല്ലാതായാൽ ഗ്രാസ് എന്ത് സംഭവിക്കും, ടൈഗറിന് എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ നോക്കുക. പോപ്പുലേഷൻ ഓഫ് ടൈഗർ വിൽ ഇൻക്രീസ്. അത് സംഭവിക്കില്ല, കാരണം ഡിയർ ഇല്ലെങ്കിൽ അവിടെ ഈ ഒരു ഫുഡ് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഡിയർ ഇല്ലെങ്കിൽ ടൈഗറിന് എക്സിസ്റ്റൻസ് ഇല്ല. എമൗണ്ട് ഓഫ് ഗ്രാസ് വിൽ ഡിക്രീസ് എന്ന് പറയുന്നതും തെറ്റാ. എമൗണ്ട് ഓഫ് ഗ്രാസ് ഇൻക്രീസ് ചെയ്യും. ടൈഗർ വിൽ ഡൈ, അതെന്താണ്? അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ടൈഗർ വിൽ സ്റ്റാർട്ട് ഈറ്റിംഗ് ഗ്രാസ്, അതില്ല. കാരണം ടൈഗറിൻ്റെ ബോഡി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലല്ല. അപ്പോൾ ടൈഗർ വിൽ ഡൈ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ സി. യെസ്, നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഫുഡ് ചെയിൻ റെപ്രസെന്റ്. യെസ്, ഇറ്റ് ഈസ് ഫുഡ് വെബ്. ഫുഡ് വെബ് ആണ് ഇന്റർലിങ്ക്ഡ് ഫുഡ് ചെയിൻ നമ്മൾ പറയാം, അല്ല, ഒരുപാട് ഫുഡ് ചെയിനുകളുടെ ആ ഒരു ശൃംഖല, ആ നെറ്റ്വർക്കിന് നമ്മൾ എന്ത് പറയും? ഫുഡ് വെബ് എന്ന് പറയും. ലിസ്റ്റ് 2 reasons to show that the existence of decomposers is essential in an ecosystem. ഈ ഡീകമ്പോസസ് എന്താ ചെയ്യുക? ഓർഗാനിക് മെറ്ററിനെ അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യും? വിഘടിക്കും, അല്ലേ? എൻസൈമിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ ജൈവ കണികകൾ അല്ലെങ്കിൽ എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ, വെജിറ്റബിൾ പീല്, ഡെഡ് ബോഡി, ഇതിനൊക്കെ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യുന്ന ആളാണ് ഈ ഡീകമ്പോസസ്. അതുവഴി നമ്മുടെ ഭൂമിയിൽ അതെന്ത് ചെയ്യും? ഈ ഡെഡ് ബോഡീസിനൊക്കെ നമുക്കറിയാം, നമ്മൾ ഡെഡ് ബോഡി മണ്ണിൽ തന്നെ അവശേഷിക്കുമോ? ഇല്ല. അതെന്ത് ചെയ്യും? ഡെഡ് ബോഡി എന്ത് ചെയ്യൂടാ? ഡെഡ് ബോഡി അത് മണ്ണിനോട് അലിഞ്ഞു ചേരുകയാണ്. അങ്ങനെ സംഭവിക്കും, അല്ലേ? മണ്ണിനോട് അലിഞ്ഞു ചേരും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നത് ഡീകമ്പോസസ് ആണ്. സ്റ്റേറ്റ് വിത്ത് റീസൺ എനി 2 പോസിബിൾ കോൺസിക്വൻസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഡീകമ്പോസേഴ്സ് ഫ്രം ദ എർത്ത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഈ ഡീകമ്പോസേഴ്സ് ഇല്ലാതായാൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടാവും? ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്യും? അക്കുമുലേറ്റ് ചെയ്യും, നമ്മുടെ എർത്ത് സർഫസിൽ അക്കുമുലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ന്യൂട്രിയൻ സൈക്കിൾ പറയാം. ഈ ഡീകമ്പോസസ് ഉണ്ടാകുമ്പോഴാണ് ഈ നൈട്രജൻ സൈക്കിൾ പോലുള്ള ന്യൂട്രിയൻ സൈക്കിൾ നടക്കുക, അല്ലേ? സോയിൽ ന്യൂട്രിയൻറ്റ് വന്നു, പിന്നീട് അത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് പോയി വീണ്ടും സോയിലിലേക്ക് ഫിക്സ് ചെയ്യുന്ന സൈക്കിൾ ഉണ്ടല്ലോ. ഈ സൈക്കിൾ ഡിസ്കണ്ടിന്യൂ ആയി പോകും. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയേണ്ട 2 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. റീസൺ ഷോയിങ് എക്സിസ്റ്റൻസ് ഓഫ് decomposers are important in the ecosystem. Decomposers carry out recycling of nutrient. This help in releasing the nutrient back into the original pool. For instance, carbon from the dead animal will be sent back to the pool in simpler form, carbon dioxide. The decomposing microorganism degrade garbage that otherwise might become a breeding ground for germs. അല്ലേ? ഈ ഗാർബേജും കാര്യങ്ങളെല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം, അല്ലേ? അവിടെ ജേംസും കാര്യങ്ങളൊക്കെ വന്ന് ആ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരും. ഡെഡ് ഓർഗാനിസം വിൽ ഓൾസോ സ്റ്റേ ആസ് ദേ ആർ ഇൻ ആബ്സെൻസ് ഓഫ് ദ അതായത് ഈ ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡീകമ്പോസസ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഇഫ് ദീസ് ആർ എലിമിനേറ്റഡ് ഫ്രം എർത്ത്, ഭൂമിയിൽ നിന്ന് ഇത് ഒഴിവായി കഴിഞ്ഞാൽ കോൺസിക്വൻസ് എന്താ? ഒന്നാമത് ഡെഡ് റിമെയിൻസ് ഓർഗാനിക് വേസ്റ്റ് കണ്ടിന്യൂ ടു അക്കുമുലേറ്റ് ഇൻ ദ എൻവിറോൺമെന്റ്. ദിസ് വുഡ് ബി പൊല്യൂട്ടിംഗ് ദ വാട്ടർ ബോഡി ആൻഡ് സോയിൽ എക്കോസിസ്റ്റം. ആസ് ദി ഓർഗാനിക് കോമ്പൗണ്ട് would not degraded, plant would not get the inorganic nutrient from the soil, the nutrient cycle would not complete and deficiency of nutrient would hamper the productivity of plants. ഇത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഇത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, നോക്കി വെക്കണം. Explain how some harmful chemical enter our body through food chain. Why is the concentration of these chemical found to be maximum in human being? ഇത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോമാഗ്നിഫിക്കേഷൻ ആണ്. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം എന്താണ്, അതായത് ഫുഡ് ചെയിനിൽ എന്ത് എൻ്റർ ചെയ്യാണ്? കെമിക്കൽ സബ്സ്റ്റൻസ് എൻ്റർ ചെയ്യാണ്. ടോക്സിക് കെമിക്കൽ സബ്സ്റ്റൻസ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ നമ്മുടെ ആനിമലിൻ്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ചെയിനിലേക്ക് എൻ്റർ ചെയ്യാണ്.
പിന്നീട് എന്ത് ചെയ്യും, ഈ ഫുഡ് ചെയിനിലെ ഓരോ ട്രോഫിക് ലെവൽ ഇങ്ങനെ കടക്കുന്നത് വഴി ഈ പറഞ്ഞിരിക്കുന്ന വിഷാംശം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടോക്സിൻസിന്റെ അക്യുമുലേഷൻ എന്ത് ചെയ്യും, കൂടി വരികയാണ്. അങ്ങനെ ട്രോഫിക് ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് ഈ ഹാംഫുൾ സബ്സ്റ്റൻസിന്റെ അളവ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ. അതാണ് ഇതിന്റെ ആൻസർ. ഇത് 2023 ചോദ്യമായിരുന്നു. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഇസ് എ ഫിനോമിനൻ ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ ടോക്സിൻ ഇൻക്രീസസ് ഇൻ ഈച്ച് ട്രോഫിക് ലെവൽ. അതിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ചെടിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ചെടിയിൽ നമ്മൾ അപ്പോൾ ഇൻസെക്ടിസൈഡോ എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണ്, കെമിക്കൽ. ഓക്കെ, ഏതെങ്കിലും ഒരു കെമിക്കൽ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്. കാരണം നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 2 യൂണിറ്റ് കെമിക്കൽ ആ ചെടിയിൽ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാണ്, 2 യൂണിറ്റ് കിട്ടി. അപ്പോൾ ഇതേപോലെ ഒരുപാട് ചെടികളുണ്ടാവും. ഈ ഒരു ചെടിയല്ല, ഇവിടെയും ചെടി ഉണ്ടാവും, ഇവിടെയും ചെടി ഉണ്ടാവും. അപ്പോൾ ഓരോ ചെടിയിലും ഈ 2 യൂണിറ്റ് ഉണ്ട്. ഈ ചെടികളെ ഭക്ഷണമാക്കുന്ന ഒരു കോഴിയെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചെടിയെയും ഭക്ഷിച്ചു എന്ന് വിചാരിക്കുക ഈ കോഴി. അപ്പോൾ ഈ കോഴിയിലേക്ക് എത്തുമ്പോൾ അത് എത്രയായി, 6 മാറി. ഇതുപോലെ ഒരുപാട് കോഴികളുണ്ടാവും. സപ്പോസ് ഇവിടെ 3 കോഴിയുണ്ട് വിചാരിക്കുക, 1 2 3. അപ്പോൾ ഈ 3 കോഴിയിലേക്ക് വരുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 6 വരും. ഈ കോഴികളെല്ലാം ഭക്ഷണമാക്കുന്ന മനുഷ്യൻ ഒരു കോഴിയല്ല ഭക്ഷണമാക്കുക, ഒരുപാട് കോഴികളെ ഭക്ഷണമാക്കുമ്പോൾ എല്ലാ കോഴിയിലെയും ഈ 6 വെച്ച് 18 എത്തി മനുഷ്യരിലേക്ക് എത്തി. അപ്പോൾ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ കെമിക്കലിൻ്റെ അളവ് എന്ത് ചെയ്തു, കൂടി വന്നു. അപ്പോൾ അതാണ് ബയോമാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ കെമിക്കലിൻ്റെ യൂസേജ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് ഇതിന് കാരണമായി വന്നിട്ടുള്ളത്, അല്ലേ? മനുഷ്യൻ്റെ ഒരു ഇടപെടലാണ്. ഓക്കെ, അപ്പോൾ കെമിക്കലിൻ്റെ ഉപയോഗം എന്ത് ചെയ്യണം, കുറക്കണം. അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. Explain how some harmful chemical enter our body through food. Explain how some harmful chemical enter our body through food chain. Explain why is the concentration of these harmful chemical found to be maximum. കാരണം മനുഷ്യന്മാരിലേക്ക് കൂടുതൽ വരാൻ കാരണം മനുഷ്യന്മാർ ട്രോഫിക് ലെവലിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആൾ ആയതുകൊണ്ടാണ്. നോക്കിക്കോളൂ, ആസ് ദീസ് കെമിക്കൽസ് ആർ നോട്ട് ഡീഗ്രേഡബിൾ. ഈ ഒരു കെമിക്കൽ ഒരിക്കലും ഡിഗ്രേഡ് ആവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് അക്യുമുലേറ്റ് ചെയ്യും, അല്ലെ? ഡിഗ്രേഡ് ആവാത്തതുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യും. ശ്രദ്ധിച്ചിരിക്കണം, ഗെറ്റ് അക്യുമുലേറ്റഡ് പ്രോഗ്രസീവ്ലി അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ശ്രദ്ധിച്ചിരുന്നോ? ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓർ ബയോമാഗ്നിഫിക്കേഷൻ. Biological magnification is a phenomenon in which concentration of chemical toxin increases in each trophic level. കൂടിക്കൊണ്ടിരിക്കുന്നു. As human being occupy top level in any food chain, the maximum concentration of these chemical get accumulated in our body. നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽസ് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. In the following food chain, 100 joule of energy is available to the lion. അപ്പോൾ ലയണിൽ കിട്ടിയിരിക്കുന്ന എനർജി 100 ജൂൾ ആണെങ്കിൽ ഹൗ മച്ച് എനർജി വാസ് അവൈലബിൾ ടു പ്രൊഡ്യൂസറിലുള്ള അളവ് എത്രയാണ്? അപ്പോൾ 10% ലോ പ്രകാരമാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. നമുക്കറിയാം ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്കുള്ള കെമിക്കൽ എനർജി കടന്നു പോകുന്നത് എത്രയാണ് അതിൻ്റെ അളവുള്ളത്, അതിൻ്റെ 10% ആണ് കടന്നു പോകുക. അതായത് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ 10,000 ജൂൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10% മാത്രമേ നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പാസ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, നഷ്ടമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലയേണ്ടത് 100%. ഇത് തന്നിട്ടൊന്നും ഉണ്ടാവില്ലേ, ഇതൊന്നും തന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇതൊന്നും ആദ്യം തന്നിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഇത് മാത്രമേ തരൂ. ഓക്കെ, ചിത്രവും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ലയേണിൽ എത്രയുണ്ട് എന്നാ പറഞ്ഞേ, 100 ജൂൾ ആണെങ്കിൽ തൊട്ടിപ്പുറത്തെ ആൾക്ക് അതിൻ്റെ 10% കൂട്ടിയാൽ മതി, അല്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കുറഞ്ഞു വരിക. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡിയറിൽ എത്രയായിരിക്കും, 1000 ജൂൾ ആയിരിക്കും. പ്ലാന്റിലേക്ക് വരുമ്പോൾ 10,000 ജൂൾസ് ആയിരിക്കും. 10,000 ജൂൾസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കൊണ്ടുവരണം. അതാണ് അങ്ങോട്ടേ സംഭവിക്കൂ. കാരണം ഫുഡ് ചെയിൻ എപ്പോഴും യൂണി ഡയറക്ഷനിലാണ്, തിരിച്ചു വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യേണ്ട പർപ്പസിന് പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലാന്റിൽ എത്രയായിരിക്കും, 10,000. 10,000 അടുത്ത ഡിയറിലേക്ക് വരുമ്പോൾ 1000 പോയി. ലയണിലേക്ക് വരുമ്പോൾ 100. ലയൺ അടുത്ത ആനിമലിൽ ഏതെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, കാരണം ഫുഡ് ചെയിൻ അങ്ങനെ ട്രോഫിക് ലെവൽ കൂടി വരില്ല, അല്ലേ? ഈ 10% ലോ പ്രകാരം എനർജി കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഫുഡ് ചെയിൻ അങ്ങനെ നീണ്ടു പോവില്ല. ഓക്കെ റെഡി. അപ്പോൾ 10% ലോ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്റ്റേ 2 റീസൺ വൈ ഹ്യൂമൻ മെയ്ഡ് മെറ്റീരിയൽ ലൈക്ക് പ്ലാസ്റ്റിക്സ് പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇൻ എൻവിറോൺമെന്റ്. മാൻ മെയ്ഡ് മെറ്റീരിയൽ ലൈക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഇത്രയും കാലം അല്ലെങ്കിൽ കുറേ സമയത്തേക്ക് നമ്മുടെ മണ്ണിൽ തന്നെ നിൽക്കും, അല്ലേ? അതൊരിക്കലും ഡിഗ്രേഡ് ചെയ്ത് പോകത്തില്ല. അവർ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഒരു എൻസൈമാറ്റിക് ആക്ഷൻ, ഒരു ബയോളജിക്കൽ ആക്ഷനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പ്ലാസ്റ്റിക്കിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ അത് വളരെ പ്രശ്നമാണ്. ദേ ആർ നോൺ ബയോഡിഗ്രേഡബിൾ ആസ് ദേ ആർ നോട്ട് ഡിഗ്രേഡബിൾ by any biological action. The chemical structure of most plasticന്റെ chemical structure render them resistant to many natural process of degradation and as a result they are slow to degrade. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ എന്താണ്, പെട്ടെന്ന് നശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഘടന ആയതുകൊണ്ട് തന്നെ അത് ഡിഗ്രേഡ് ചെയ്ത് പോവത്തില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. ഹാംഫുൾ ആണ്, നമ്മുടെ എൻവിറോൺമെന്റിൽ അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ വലിച്ചിടരുത്, വലിച്ച് ചാടരുത്. ഓക്കെ, ചാടരുതെന്ന് വെച്ചാൽ കളയരുത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഷ കയറി വരും. ഓക്കെ, ഇപ്പോൾ കഴിയും മിസ്സേ. ഓസോൺ മിസ് കാത്തു നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട്. മിസ് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ലൈഫ് പ്രോസസ്സും റിപ്രൊഡക്ഷൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് ഇവിടെ ഉണ്ട്. ഓസോൺ ഓൾസോ ഡെഡ്ലി പോയിസൺ പെർഫോംസ് എൻ എസെൻഷ്യൽ ഫങ്ഷൻ for the earth and its inhabitants. Explain. Ozone, O3 നമുക്കറിയാം, ഇറ്റ്സ് എ ഡെഡ്ലി പോയിസൺ അറ്റ് ഗ്രൗണ്ട് ലെവൽ. പക്ഷേ ഇത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള അവസ്ഥയിൽ നമുക്കറിയാം, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ ഉള്ളത്. ഓസോൺ ലെയർ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ ഇതെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, നമ്മുടെ ഭൂമിയിലേക്ക് വരാതെ നോക്കും. അങ്ങനെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഭൂമിയിലേക്ക് വരാതെ നോക്കുന്നത് ഓസോൺ ലെയറാണ്. ഇനി ഓസോണിന്റെ ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ ഹയർ സ്ട്രാറ്റോസ്ഫിയർ ലെയറിൽ ഈ പറഞ്ഞിരിക്കുന്ന UV റേഡിയേഷൻ, നമുക്കറിയാം അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഓക്സിജൻ ഗ്യാസ്, നമുക്ക് പറയാം ഡയറ്റോമിക് ഓക്സിജൻ O2, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് UV ആണ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ ഹെൽപ്പാണ് അവിടെ സഹായകരമായിട്ട് വരുന്നത്. ഓക്സിജൻ ആറ്റമായി മാറും. എന്നിട്ട് ഈ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും, ഫ്രീ ഓക്സിജൻ, മോളിക്കുലാർ ഓക്സിജൻ O2മായിട്ട് കമ്പൈൻ ചെയ്യും, മറ്റൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ഓസോണായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഓസോൺ പാളി നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ റേഡിയേഷനിൽ നിന്ന് നമുക്കത് പ്രൊട്ടക്ഷൻ തരുന്നു. ഓസോൺ ലെയർ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 ഓക്സിജൻ ആറ്റം വിച്ച് മേക്ക് ഇറ്റ് ഹൈലി റിയാക്റ്റീവ്, വിച്ച് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി സിസ്റ്റം. It is essential because it shields the surface of Earth from the entry of UV rays from the sun, which can harm us, causing skin burns and skin cancer. Skin cancer പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കും. ഓക്കെ, റെഡി. Why is damage to ozone layer a cause of concern? What steps are being taken to limit this damage? അപ്പോൾ ഓസോൺ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഓസോൺ ലെയർ, അതിൻ്റെ ഡിപ്ലീഷൻ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നോക്കി വെക്കണം. The ozone layer is protective layer in the Earth's atmosphere. നമുക്കറിയാം protective layer ആണ്. It prevents harmful UV rays from entering the world as these rays are dangerous and lead to skin cancer. എഴുതാമല്ലോ, എഴുതാം. But air pollution such as CFC, chlorofluorocarbons, is a major cause of depletion of ozone layer. Ozone layer deplete ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് CFC ആണ്. എന്നാൽ ഇന്ന് CFCയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. മെനി UV റേസ് ആർ ഹാംഫുൾ ടു പ്ലാന്റ്സ് ആസ് ദേ അഫക്ട് ഫോട്ടോസിന്തസിസ്, ഡിസ്ട്രോയിങ് പ്ലാങ്ക്ടൺ ആൻഡ് ഡീകെ. അതായത് ഇവിടെ UV റേസ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല, വെജിറ്റേഷൻ, നമ്മുടെ പ്ലാന്റ് ലൈഫിനും അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടലിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയാലും നമ്മുടെ പ്ലാന്റ്സ് ആയാലും അതിനൊക്കെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിലൊരു ഡിസ്ട്രക്ഷൻ, നശീകരണത്തിലേക്ക് അത് നയിക്കുന്നുണ്ട്. These are reason why ozone depletion is a cause of concern. അപ്പോൾ തീർച്ചയായിട്ടും ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. Why is the maximum concentration of pesticide found in human being? ഇത് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ അതേ സംഭവം തന്നെയാണ്. കാരണം മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ട്രോഫിക് ലെവലിൻ്റെ ഏറ്റവും അവസാനം വരുന്നതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നു, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഗിവ് വൺ മെത്തേഡ് which could be applied to reduce our intake of pesticide through food to some extent. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കലിൻ്റെ അളവ് കുറക്കാം, അതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കെമിക്കലിൻ്റെ യൂസ് കുറച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് ഫാമിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, കാരണം ഈ കെമിക്കലിലാണല്ലോ, ഈ ടോക്സിക് സബ്സ്റ്റൻസ് ആണ് എങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഓക്കെ, വേരിയസ് സ്റ്റെപ്സ് ഇൻ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ ഓരോ സ്റ്റെപ്പും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ട്രോഫിക് ലെവൽ. എന്തിനെയാണ്, ട്രോഫിക് ലെവൽ. അവിടെ ട്രോഫിക് ലെവലിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ട്രോഫിക് ലെവൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസർ എന്നായിരിക്കും. ആരിലായിരിക്കും, പ്രൊഡ്യൂസർ. അപ്പോൾ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എപ്പോഴും പ്രൊഡ്യൂസറാണ്. ഓക്കെ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ പ്രൊഡ്യൂസർ ആയിരിക്കും. സെക്കൻഡ് ട്രോഫിക് ലെവൽ പ്രൈമറി കൺസ്യൂമർ.
അതായത് പ്രൊഡ്യൂസറിനെ നേരിട്ട് ഭക്ഷണമാക്കുന്ന ഒരു പ്രൈമറി കൺസ്യൂമർ കംസ് ഇൻ സെക്കൻഡ് ട്രോഫിക് ലെവൽ, പിന്നെ സെക്കൻഡറി കൺസ്യൂമർ കംസ് ഇൻ തേർഡ് ട്രോഫിക് ലെവൽ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അതാണ് നിങ്ങളവിടെ ഓർത്ത് വെച്ച് നോക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ എത്താതിരിക്കാനുള്ള വഴി, ഒന്ന് ഞാൻ ഓർഗാനിക് ഫാർമിംഗ് പറഞ്ഞു, പിന്നൊന്ന് നമ്മളെപ്പോഴും അത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങൾ വെജിറ്റബിൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം, അതുപോലെ തന്നെ പീൽ ചെയ്യണം, അതിൻ്റെ തൊലി നമ്മൾ ഉരിഞ്ഞെടുക്കണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അവർ എൻവിറോൺമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു? അവർ എൻവിറോൺമെന്റ്, പിന്നെ ഹെറിഡിറ്റി, അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 7 മണിക്ക് തുടങ്ങി. ഇനി നമ്മുടെ പ്രിട്ടിമിസിൻ്റെ കൂടെയാണ്. പ്രിട്ടിമിസ് ലൈഫ് പ്രോസസ്സും അതുപോലെ തന്നെ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്ററും നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. ടിഷ്യൂ എടുക്കണം. അപ്പോൾ അതും കൂടി, ആ ചാപ്റ്റേഴ്സ് കൂടി എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നാളെ എല്ലാ സബ്ജക്ട്സും ഉണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. അപ്പോൾ ഓരോ വിഷയത്തിനും 50 ചോദ്യങ്ങൾ വെച്ച് 150 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നാളത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അക്ഷയ് സാറ് അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്തെങ്കിലും ഉണ്ടോ, ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടോ അവിടെ? സോ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കി ചാപ്റ്റേഴ്സും കൂടെ കൊണ്ടുപോവാണ്. ഓക്കെ, യെസ്, ഹലോ ഗുഡ് ഈവനിങ്. അപ്പൊ ഉഷാറായിട്ട് നമ്മുടെ 7 മണിക്കൂർ നീണ്ട ലൈവായിരുന്നു ഇന്നല്ലേ. അടിപൊളിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാർ നല്ല റീസെൻ്റ്ലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗത്ത് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കും അതേപോലെ തന്നെ ബാക്കി 2 ചാപ്റ്റേഴ്സും കൂടെ എന്ത് ചെയ്യണം, നല്ലോണം ക്ലിയർ ആക്കി സെറ്റ് ആക്കണം അല്ലേ. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായ ഒരു നിമിഷമാണ്. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, CBSE 10th ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പം നാളെയും ഇതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടിപൊളിയായിട്ടുള്ള ലൈവ് ഉണ്ട് അല്ലേ. അപ്പം വൈകുന്നേരം നമുക്ക് 7 മണിക്ക് ഇതേപോലെ തന്നെ ലൈവ് സെഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അടിച്ച് പൊളിച്ച് പഠിക്കണം. മറ്റന്നാൾ നമ്മുടെ സുപ്രധാനമായ നിങ്ങളുടെ മെയിൻ എക്സാം ആണ് അല്ലേ. യെസ്, കാത്ത് അവരെ 1 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഇട്ടതാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതേ സീരിയസ്നെസ് കൂടെ അതേ ഒരു ഫോക്കസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? യെസ്, താങ്ക് യു സർ. അപ്പം റെഡി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് ഒന്ന് കയറിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആരും ടെൻഷൻ വേണ്ട. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഇന്ന് 7-8 മണിക്കൂർ പോയതല്ലേടാ, ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. അധികം നേരം ഒന്നും പോവില്ല, വളരെ കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് നേരമേ പോവുള്ളൂ, കാരണം നമുക്ക് 2 ചാപ്റ്റേഴ്സ് എന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വേഗം പോകും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അപ്പം നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകാം, നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആദ്യം ചോദിക്കുകയാണ്. എല്ലാവരും ആൻസർ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ കൂടുതൽ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കരുത് അല്ലേ അക്ഷയ് സർ? അതെ. അപ്പോൾ പറഞ്ഞോളൂ, വിച്ച് ഈസ് ദ യൂണിവേഴ്സൽ സോഴ്സ് ഓഫ് എനർജി ഇൻ ഓൾ സെൽ? ഏതാണ് യൂണിവേഴ്സൽ സോഴ്സ് ഓഫ് എനർജി ഇൻ സെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ മക്കളെ? നമ്മുടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാ ലിവിങ് ഓർഗാനിസം നമ്മൾ എടുത്താലും അവരുടെ യൂണിവേഴ്സൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും. എനിക്ക് ഫുൾ നെയിം വേണം കേട്ടോ, ഫുൾ ഫോമിൽ വേണം. ഫുൾ ഫോമിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ അത്രയും സന്തോഷം. ഓക്കെ, യെസ്. എങ്ങനെയാണെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ ഫുൾ ഫോമിൽ, കാരണം നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫോം തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് എഴുതുമെന്ന് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, നമ്മുടെ യൂണിവേഴ്സൽ എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് നമ്മൾ പറയുന്നു. എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് പറയുന്നു. ഓക്കെ, എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് നമ്മൾ പറയുന്നു. അപ്പം അത് ഏതാണ്? യെസ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP എന്ന് പറയുന്നു. ഒരു സെക്കൻഡ് ഏടാ.
പോയിട്ടില്ല. നാളെ എടുക്കാം. യെസ്, ഓക്കെ, റെഡി. അപ്പം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATP ആണ് അല്ലേ. അപ്പം അത് നമുക്കറിയാലോ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം MCQs അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത് ആൻസർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് നോക്കൂ. ഇഫ് നോ അപ്പാരന്റ് വർക്ക് ഈസ് ബീങ് ഡൺ ബൈ ആൻ ഓർഗാനിസം, വൈ ഡസ് ഇറ്റ് ടേക്സ് ഫുഡ് അല്ലേ. ഇഫ് നോ അപ്പാരന്റ് വർക്ക് ഈസ് ബീങ് ഡൺ ബൈ ആൻ ഓർഗാനിസം, വൈ ഡസ് ഇറ്റ് ടേക്സ് ഫുഡ്. ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ എന്തിനാണ് മക്കളെ നമുക്ക് ഈ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഫുഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. വെറുതെ ഒരു പണിയെടുക്കാതെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു, എന്നാലും എന്ത് ചെയ്യും, നമുക്ക് വിശക്കും, നമ്മൾ ഫുഡ് കഴിക്കും. അതെന്തുകൊണ്ടാ? നല്ലൊരു ചോദ്യമാണ്, പറഞ്ഞോളൂ. അതെന്തുകൊണ്ടാണ് നമ്മൾ ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കാൻ തിരിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം? പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാനുള്ളതാ അല്ലേ. പരീക്ഷ കഴിഞ്ഞ് എല്ലാ ബോർഡ് എക്സാമും കഴിഞ്ഞ് എന്ത് ചെയ്യണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഒരു പണിയെടുക്കാതെ നമുക്കിങ്ങനെ ഇരിക്കേണ്ടതാണ്. അപ്പം ആ ദിവസം സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യണം, ഈ കുറച്ച് നാൾ എന്ത് ചെയ്യണം, നല്ല തകർത്ത് പഠിക്കേണ്ടതാണ് അല്ലേ. പണ്ടൊക്കെ മിസ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു, മാർച്ച് 30 ആവണീന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യും, ആ ദിവസമായി കിട്ടാൻ കാത്തിരിക്കും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ 2 ദിവസം വെക്കേഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് പണി വന്നാലും നമ്മൾ ഇത്രയും നാളും പഠിക്കായിരുന്നു, അതുകൊണ്ട് ഒരു പണിയും പറയണ്ട, ഞാനിവിടെ വെറുതെ കുത്തിരിക്കുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് പറയും അല്ലേ. പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് 4 നേരം ഭക്ഷണം വേണ്ടേ, ഫുഡ് മുഖ്യമ്പിക്കില്ലേ. അങ്ങനെ ചെയ്യുമ്പം അതെന്തുകൊണ്ടാണ്? യെസ്, ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ എന്താണ്? രാവിലെ തൊട്ട് വൈകുന്നേരം. അപ്പൊ ഞങ്ങളോ, നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളും ഉണ്ട് ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഉറങ്ങേണ്ട സമയം ഉറങ്ങണം കേട്ടോ. ഉറക്കം വരുന്നുണ്ട് ഉറങ്ങിക്കോളൂ. പക്ഷെ ലൈവ് നിങ്ങൾ പിന്നെയെങ്കിലും കാണണം. തീരെ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നു. കാരണം ഇതൊരു ബോർഡ് എക്സാം ആണ്, സയൻസ് സബ്ജക്ട്സ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഈ ഒരു ലൈവിലൂടെ തന്നെ നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾക്ക് മാക്സിമം എഫേർട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം നേരം ഇരുന്ന് പഠിക്കും? ഇത്ര നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ അത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പം അതുകൊണ്ട് ഡ്രീം ഡേ 11th March അല്ലേ. യെസ്, അപ്പോൾ ആ ഡേ സ്വപ്നം കണ്ടിട്ട് ഇനി നമ്മൾ പറക്കങ്ങ് പഠിക്കുകയാണ് അല്ലേ. കുത്തിയിരുന്ന് അങ്ങോട്ട് പഠിക്കുകയാണ്. അപ്പോൾ പറഞ്ഞോളൂ മക്കളെ, പറഞ്ഞോളൂ. ടു ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് ഫോർ റിപ്പയർ ടു വോൺ ഔട്ട് ഡിസീസസ് അല്ല, ഫോൺ ഔട്ട് ടിഷ്യൂസ്, ഡിസീസ് അല്ല ടിഷ്യൂസ്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു പണിയെടുക്കാതെ കുത്തിയിരുന്നിട്ട് വെറുതെ ടിവിൻ്റെ മുന്നിൽ ഇരുന്നാലും വെറുതെ ഫോൺ കുത്തിയിരുന്നാലും നമുക്ക് വിശക്കാനാകുമ്പോൾ നമ്മൾ എന്നോട്ട് ചെല്ലും, അടുക്കളയിലേക്ക് പോയി എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് പാത്രം തട്ടി നോക്കും ഇല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്, നമ്മുടെ ബോഡിയിനുള്ളിൽ മെറ്റബോളിക് ആക്ഷൻസ് നടക്കുന്നുണ്ട് ഇല്ലേ. നമ്മളൊന്ന് നേരെ എണീറ്റ് നിൽക്കുമ്പോൾ പോലും അവിടെ നിൽക്കണമെങ്കിൽ തന്നെ അവിടെ എനർജി പ്രൊഡക്ഷൻ വേണം. നമ്മൾ തല കിടന്ന് ആലോചിക്കുന്നുണ്ട് ഇല്ലേ. പരീക്ഷ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ഈ റിസൾട്ട് വന്നിട്ട് എന്നാ കാണിക്കുന്നുണ്ട്, നമ്മുടെ തല വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യണം, എനർജീൻ്റെ ആക്ഷൻ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ആക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ലൈഫ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്, യെസ് ദ റിക്വയർ എനർജി, ബോഡി നീഡ് എനർജി. ആ എനർജി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഫുഡ് തന്നെ മുഖ്യം. യെസ്, അപ്പോൾ നോക്കുക, ഡിഫൈൻ ദ ടേം ട്രാൻസ്ലൊക്കേഷൻ. എന്തായിരുന്നു ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞ ടൈമിൽ തന്നെ ട്രാൻസ്ലൊക്കേഷൻ പറഞ്ഞിരുന്നു അല്ലേ. ട്രാൻസ്ലൊക്കേഷൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഈസ് കോൾഡ് ട്രാൻസ്ലൊക്കേഷൻ അല്ലേ. എന്താണ്, നമ്മൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് പറയുന്നു, നോട്ട് കിട്ടും. നമ്മുടെ ലൈവ് ചാറ്റിൽ പിന്നെ വേണം, അത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് ന്യൂട്രീഷൻ ഇൻ എ ഫംഗസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഇൻ ടേപ്വർം? നല്ലൊരു ചോദ്യമാണ്, പറഞ്ഞോളൂ. എങ്ങനെയാണ് നമ്മൾ ന്യൂട്രീഷൻ പല ടൈപ്പിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ന്യൂട്രീഷൻ പല രീതിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പറഞ്ഞു, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ പറഞ്ഞു. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, പ്രൊഡ്യൂസേഴ്സിലാണ് ഉള്ളത്. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ന്യൂട്രീഷൻ ഉണ്ട്? ഏതൊക്കെ തരത്തിലാ പറഞ്ഞോ? ഹോളോസോയിക് ന്യൂട്രീഷൻ പറഞ്ഞു, അമീബ, ഹ്യൂമൻ ബീങ്സ്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു, സാപ്രോഫൈറ്റ്സിന് എക്സാമ്പിൾ പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ടേപ്വർം? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പറഞ്ഞോ, എക്ടോ ആൻഡ് എൻഡോയോ? ഫംഗസും ടേപ്വർമും തമ്മിൽ എക്ടോ ആൻഡ് എൻഡോ ആണോ ന്യൂട്രീഷൻ്റെ ഡിഫറൻസ്? എന്താണ്? വെരി ഗുഡ്. റിയൽ ഹ്യൂമൻ ബീങ് ഒക്കെ പറയുന്നുണ്ട്. യെസ്, ഫംഗസ് ഡിറൈവ്സ് ഇറ്റ് ന്യൂട്രീഷൻ എയ്തർ ബൈ
parasitic or saprophytic manner, while tapeworm is only parasitic. Fungi കൂടുതലായിട്ടും എന്താണ് സാപ്രോഫൈറ്റുകളാണ് അല്ലേ, ഡെഡ് ഓർഗാനിസത്തിൽ ജീവിച്ച് ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതേസമയം നമ്മുടെ ടേപ്പ് വെയിം എന്താണ്, ദേ ആർ ഇൻറ്റോ പാരസൈറ്റ്, അവരെന്താണ് പാരസൈറ്റുകളാണ്. എന്താണ് പാരസൈറ്റുകളാണ്. ക്ലിയർ ആയോ? അപ്പം മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്നാ അടുത്ത ചോദ്യം പിടിച്ചോളൂ. How are fats digested in our bodies? Where does this process takes place? എങ്ങനെയാ മക്കളെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? സൗണ്ട് എല്ലാം പോയി, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ കാറ്റ് മാത്രമേ വരുള്ളൂ. പറഞ്ഞോ, പറഞ്ഞോളൂ. യെസ്. How are fats digested in our bodies? Where does this process takes place? എങ്ങനെയാണ് emulsification of fat? Good. എന്താണ്? Fats are first emulsified with the help of bile salt, followed by their breakdown in fatty acid and glycerol due to the action of lipase. അല്ലേ? ഈ പറയുന്ന രീതിയിൽ ഫാറ്റിന് എമൾസിഫിക്കേഷൻ ആണ് നടക്കുന്നത് അല്ലേ? യെസ്, എമൾസിഫിക്കേഷൻ എന്ന ടേം തന്നെയാണ് അവിടെ വേണ്ടത്. ആൻഡ് എന്ത് ചെയ്യുന്നു? അത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ലിപ്പേസ് എൻസൈം. ആൻഡ് ഓൾ ദീസ് ഇവന്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഡിയോഡിനം. അല്ലേ? ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിസം അവിടെ നടക്കുന്നത്. അപ്പം അത് ക്ലിയർ ആയല്ലോ? അപ്പം അത് ഓർത്ത് വെക്കണം. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ബൈ ദ ആക്ഷൻ ഓഫ് ബൈൽ അല്ലേ? ബൈൽ സോൾട്ടിന്റെ ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി നോക്കാം. ഹൗ ഈസ് റെസ്പിറേഷൻ ഡിഫറെൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് പ്ലാന്റ്സിലും ആനിമൽസിലും? എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. രണ്ട് തരത്തിൽ നമ്മൾ റെസ്പിറേഷൻ പഠിച്ചു. റെസ്പിറേഷൻ പ്രോസസ്സിന് നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ പഠിച്ചു, പ്ലാന്റ്സിൽ പഠിച്ചു, മറ്റ് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ഡിയോഡിനം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഇൻറ്റസ്റ്റൈൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളുണ്ട്, അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഡിയോഡിനം, ജെജനം, ഇലിയം, അത്രയേ ഉള്ളൂ, അതിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്ത് വെച്ചിട്ട് ഓരോ പ്രോസസ്സ് നടക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ. യെസ്. ഹൗ ഈസ് റെസ്പിറേഷൻ ഡിഫറെൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? പ്ലാന്റ്സിൽ എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഒക്കേഴ്സ് ത്രൂ സ്റ്റൊമാറ്റ, ലെൻറ്റിസൽ, റൂട്ട് അല്ലേ? പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് സ്റ്റൊമാറ്റയുണ്ട്, ലെൻറ്റിസൽ ഉണ്ട്, റൂട്ടുണ്ട്. ഈ ഓരോ പാർട്സിലും കാരണം അവർക്ക് ഓരോ സ്പെസിഫിക് ലൊക്കേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് എന്താണ്, ഓരോ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ റെസ്പിറേഷൻ നടക്കുന്നത്. അതേസമയം ആനിമൽസിലോ ഇറ്റ് ഒക്കേഴ്സ് ത്രൂ ലങ്സ്. നമ്മുടെ വലിയൊരു ബോഡിയാണിത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ബോഡി നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിലെ ഒരു ലാർജസ്റ്റ് ഓർഗനായിട്ട്, അല്ലെങ്കിൽ ലാർജസ്റ്റ് അല്ല, റെസ്പിറേറ്ററി ഓർഗനായിട്ട് ഒരു സ്പെസിഫിക് ഓർഗൻ ഉണ്ട്. ആ ലങ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെസ്പിറേഷൻ നടത്തുന്നത് അല്ലേ? ആൻഡ് ഇനി എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് ത്രൂ സ്റ്റൊമാറ്റ, ലെൻറ്റിസൽ, റൂട്ട് നമ്മൾ പറഞ്ഞു. ആനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് വേസ്റ്റ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്താ ചെയ്യുന്നത്? ആനിമൽസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. ഇവരും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ റിലീസ് ചെയ്യുന്നത്? അതെ, ഇവരും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇവരും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. ദെൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഓൺ ദെയർ ഓൺ ടു ക്യാരി ഔട്ട് റെസ്പിറേഷൻ. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ദേ പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഓൺ ദെയർ ഓൺ ടു ക്യാരി ഔട്ട് റെസ്പിറേഷൻ. ആനിമൽസ് ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഫ്രം ഔട്ട്സൈഡ് ടു ക്യാരി ഔട്ട് ഓക്സിജൻ. അവർക്ക് വേണ്ട ഓക്സിജൻ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു? ദേ ക്യാരി ഔട്ട് ദെയർ ഓൺ റെസ്പിറേഷൻ. നമുക്ക് എവിടെ നിന്നാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. പ്ലാന്റ്സും അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, അവർക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റീപ്രൊഡ്യൂസിങ് ത്രൂ സ്പോർസ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റീപ്രൊഡ്യൂസിങ് ത്രൂ സ്പോർസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റീപ്രൊഡ്യൂസിങ് ത്രൂ സ്പോർ? യെസ്, പറഞ്ഞോളൂ. റീപ്രൊഡ്യൂസിങ് ത്രൂ സ്പോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ റീപ്രൊഡക്ഷൻ ഇന്ന് പഠിച്ചു. ഈ റീപ്രൊഡക്ഷൻ ത്രൂ സ്പോർ എന്ന് പറഞ്ഞാൽ എന്താണ്?
യെസ്, സ്പോർ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, വളരെ സ്റ്റാറ്റിക് ആയിട്ട് ഏതൊരു കണ്ടീഷനിലും റെസിസ്റ്റ് ചെയ്ത് പോയിട്ട് കുറേ കാലത്തോളം ഇത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റ് ഫോർമേഷൻ ഉള്ള ഒരു സ്പോർ ഇവർക്ക് ഉണ്ടാകും അല്ലേ. നമ്മൾ ബ്രെഡ് മോൾഡ് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം ഇൻ ദ ഫോം ഓഫ് സിസ്റ്റ്, സ്പോർ വിത്ത് എ സെൽ വോൾ ക്യാൻ സർവൈവ് ഇൻ ദ അഡ്വേഴ്സ് കണ്ടീഷൻ ആൻഡ് ദേ ക്യാൻ ബി ഈസിലി ഡിസ്പേഴ്സ് ത്രൂ വിൻഡ് ആസ് ദേ ആർ മോർ ഇൻ നമ്പർ ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ് അല്ലേ. അവർ വളരെ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് ആൻഡ് ദേ ക്യാൻ പാസ് ത്രൂ അല്ലെങ്കിൽ ദേ ക്യാൻ ട്രാവൽ ഡിസ്പേഴ്സ് ത്രൂ വിൻഡ്. ഈ വിൻഡ് വഴി ദേ ക്യാൻ ഡിസ്പേഴ്സ് ആൻഡ് ആസ് വെൽ ആസ് എന്ത് ചെയ്യുന്നു, ഈ പോകുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ രീതിയിൽ സ്പോർ എവിടെ ചെല്ലുന്നു അവിടെ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസം, ഈ ഒരു ക്യാരക്ടേഴ്സ് ഫീച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫംഗസിലൊക്കെ നമ്മൾ ബ്രെഡ് മോൾഡിലൊക്കെ എക്സാമ്പിൾ പറഞ്ഞാണ് ഈ സ്പോർ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു അഡ്വേഴ്സ് കണ്ടീഷനിലും അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിയും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്, ഏത് അഡ്വേഴ്സ് കണ്ടീഷനിലും അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് കുറേ നാളത്തോളം നിൽക്കാൻ കഴിയും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് അടുത്ത നോക്കുക, സ്റ്റേറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് അല്ലെ. സ്റ്റേറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് വെൻ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഹാസ് ഒക്വേർഡ്, ഫീമെയിൽ ഗാമെറ്റ് ഓർ എഗ് ഈസ് നോട്ട് ഫോംഡ്. എന്താണ്, എന്തൊക്കെ വ്യത്യാസമാണ് നടക്കുന്നതെന്നാണ് അല്ലേ. സ്റ്റേറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ്, യൂട്രസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഹാസ് ഒക്വേർഡ്, ഫീമെയിൽ ഗാമെറ്റ് ഓർ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. എന്താണ് സംഭവിക്കുക, ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഒക്കോർ ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ് അല്ലേ. ബേബിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മുടെ ബോഡി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സോ യൂട്രസ് വിൽ ബിക്കം തിക്കർ ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഗ്ലാൻഡ് ഇൻ ഇറ്റ് ആൻഡ് പ്ലാസന്റ ഡെവലപ്പ് ഫ്രം ദ സൈഡ് ഓഫ് ഫീറ്റസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം മദർ ആൻഡ് പാസ് ദ വേസ്റ്റ് ടു മദേഴ്സ് ബ്ലഡ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം രണ്ടെണ്ണമാണ്. ബ്ലഡ് വെസൽസും ഗ്ലാൻഡുകളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ഡെവലപ്പ് ചെയ്യും. കാരണം എന്താ, അമ്മയുടെ വയറ്റിൽ എന്തുണ്ട്, ഒരു കുട്ടി കൂടി വന്നു. അപ്പോൾ അമ്മയ്ക്ക് ഉള്ളത് മാത്രമല്ല ഈ കുട്ടിക്കും കൂടെ വേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഗ്ലാൻഡ്സ് ഇൻ ഇറ്റ്. പിന്നെയോ പ്ലാസന്റ ഡെവലപ്പ് ഫ്രം ദി ഇൻസൈഡ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപ്ലാന്റ് ചെയ്ത് അവിടെ കുട്ടി ഉണ്ടായി എന്ന് തുടങ്ങി അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്നൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, യെസ്, അവിടെ എന്തു മാറ്റങ്ങൾ വരുന്നു, പ്ലാസെൻ്റ ഉണ്ടാവുന്നു അല്ലേ. പ്ലാസെൻ്റ ഉണ്ടാവുന്നത് എന്ത് സംഭവിക്കുന്നു, പ്ലാസെൻ്റ ഉണ്ടെങ്കിൽ മാത്രമേ മദറിൽ നിന്നുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എവിടേക്ക് കിട്ടുള്ളൂ, നമ്മുടെ ഈ ബേബിക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ആൻഡ് യൂട്രസ് സ്മൂത്ത് ആവുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നത്, മസിൽസ് ഒക്കെ സ്മൂത്ത് ആവുന്നു. അത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് അതിനുള്ള ഡെവലപ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ നടക്കും. ബേബി ഉള്ളപ്പം മെൻസ്ട്രേഷൻ നിൽക്കും, ബേബി പുറത്ത് വന്നാൽ വീണ്ടും മെൻസ്ട്രേഷൻ തുടങ്ങും. അത് വലിയൊരു പോയിന്റാണ്. എടാ ബേബി ഉണ്ടാകുമ്പോൾ മെൻസ്ട്രേഷൻ നിൽക്കും. ഓക്കെ, ഗുഡ്. ബേബി ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബേബി ഉണ്ടായി കഴിഞ്ഞ പാടെ മെൻസ്ട്രേഷൻ വരും. യെസ്, ഓക്കെ, കറക്റ്റ്. വല്ലാത്ത പോയിന്റൊക്കെയാണ് ഓരോരുത്തരുടെ കൂടെ വരുന്നത്. യെസ്, ഓക്കെ. ദെൻ അടുത്തത് നോക്കൂ, ഫീമെയിൽ ഗാമേറ്റ് ഓർ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. എന്താണ്, ഫീമെയിൽ ഗാമേറ്റിന് എന്താ മാറ്റം വരുന്നത്, എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ദ യൂട്രസ് ലൈനിങ് ഗെറ്റ് പീൽഡ് ആൻഡ് ഷെഡ് ഓഫ് അലോങ് ദ മ്യൂക്കസ് ബ്ലഡ് ഡെഡ് ഓവം ഡ്യൂറിങ് മെൻസ്ട്രേഷൻ അല്ലേ. അപ്പോഴാണ് എന്ത് നടക്കുന്നത്, മെൻസ്ട്രേഷൻ നടക്കുന്നത് അല്ലേ. സത്യമാടാ സ്കൈ മോനെ, സത്യമാണ്. നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്കൈ മോനോ സ്കൈ മോളോ ആരാണേലും. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കുന്നത്, നമുക്കവിടെ ബേബി ഉണ്ടായിട്ടില്ല, ഇംപ്ലാന്റേഷൻ നടന്നില്ല, അവിടെ എന്ത് സംഭവിച്ചില്ല, കുട്ടി ഉണ്ടായില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ വാട്ട് ഹാപ്പൻസ്, അവിടെ എന്ത് നടക്കുന്നു, മെൻസ്ട്രേഷൻ തന്നെ നടക്കുന്നു. നമ്മുടെ യൂട്രസ് ഒരു ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന യൂട്രൈൻ വോളൊക്കെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഓഫ് ചെയ്യുന്നു, ഷെഡ് ആകുന്നു. അങ്ങനെ നടക്കുമ്പം ആ ഡെഡ് ആയിട്ടുള്ള ഓവം ഒക്കെ ഡിസ്ട്രക്ട് ചെയ്ത് അതെന്താകുന്നു, ബ്ലഡ് ആയിട്ടും മ്യൂക്കസ് ഒക്കെ ആയിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലീഡിങ് വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, റീജനറേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ആനിമൽസ്. അതെന്തുകൊണ്ടാണ്, എല്ലാ ആനിമൽസിനും റീജനറേഷൻ ചെയ്യാൻ പറ്റുമോ? എന്ത് സുഖമായിരുന്നു അല്ലേ, നമ്മളിപ്പോൾ ആരെങ്കിലും വന്ന് തട്ടിയിട്ടാലും വെട്ടിയിട്ടാലും കൊന്നാലും ഒക്കെ എന്താ വെട്ടി വീഴുന്ന കൈ വെച്ചതിന് പുതിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എന്ത് സുഖമാണ്, മരണം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാണ് എങ്കിലും ഒന്ന് നോക്കിക്കേ എങ്ങനെയാണ്. റീജനറേഷൻ ഈസ് ക്യാരിഡ് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലേ. കാരണം എന്താണ്, റീജനറേഷൻ ഈസ് ക്യാരീഡ് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽ. ദ ഓർഗാനിസം വിച്ച് ആർ ദോസ് സെൽസ് ഓൺലി ക്യാൻ ഷോ റീജനറേഷൻ. റീജനറേഷൻ കപ്പാസിറ്റി വളരെ ചില ആനിമൽസിനേ ഉള്ളൂ. അവരുടെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കപ്പാസിറ്റി അവർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ഇത് പറ്റത്തില്ല കേട്ടോ. ഓക്കെ, regenerative cells that are the specialized cells. Okay, they can only perform this function.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ലിംഫ്? ഇന്ന് പകൽ കുറേ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, വാട്ട് ഈസ് ലിംഫ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ബ്ലഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 2018 ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, എന്താണ് ലിംഫ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ലിംഫ്? ലിംഫ് ഈസ് ലൈറ്റ് യെല്ലോ ഫ്ലൂയിഡ് കണ്ടെയ്നിങ് ലിംഫോസൈറ്റ് വിച്ച് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. അല്ലെ, ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫ് നോഡുകളിലൊക്കെ നമ്മൾ കാണുന്ന എന്താണ്, നമ്മുടെ ബ്ലഡിൽ നിന്നും ഊസ് ഔട്ട് ചെയ്തു വരുന്ന വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് എന്ത് ലിംഫ് എന്ന് പറയുന്നത്. ഇതിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? അങ്ങനെ മിസ്സിൻ്റെ അത് കൊള്ളാം. മിസ് റീജനറേറ്റ് ചെയ്താൽ മിസ്സിൻ്റെ കുറേ എന്താണ് കോപ്പീസ്, കുറേ മൃത്തി മിസ് ഉണ്ടാവും. അപ്പം മിസ്സിൻ്റെ വില പോവില്ലേന്ന്. ശരിയാണടാ, നന്നായി നമുക്കൊന്നും അതില്ലാതെ, അല്ലെങ്കിൽ നിന്നെപ്പോലുള്ളവങ്ങളുടെയൊക്കെ കമൻറ്റ് വായിച്ച് എന്നെപ്പോലുള്ള എല്ലാവരും എന്ത് ചെയ്യും, തട്ടിപ്പോകും. ഓക്കെ, റെഡി. ചളിയുടെ മേലെ ചളി വാരി എറിഞ്ഞ് വിതറുകയാണല്ലോ ചാറ്റ് ബോക്സിൽ. കുഴപ്പമില്ല, പരീക്ഷയല്ലേ, ഇടയ്ക്ക് ചളിയൊക്കെ ആവാടാ. എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേടാ. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. ബ്ലഡ് ലിംഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, കൂടുതലായിട്ടും ഇമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്? യെസ്, ദേ ഹാവ് ലിംഫോസൈറ്റ്. നമ്മൾ പറയും ഈ എയ്ഡ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ലിംഫോസൈറ്റിനെ ബാധിക്കും പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും. ലിംഫോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് എന്ത് പറ്റും, പെട്ടെന്നൊരു പനി വന്നാൽ, പെട്ടെന്നൊരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറിയാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ പോകുന്നത്. അപ്പോൾ ലിംഫോസൈറ്റ് മറ്റ് ഇമ്മ്യൂണിറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിന് കഴിവുള്ളത് ആർക്കാണ്? നമ്മുടെ ലിംഫോസൈറ്റുകൾക്കാണ്. അപ്പോൾ അത് പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളാം, ബ്ലഡും ലിംഫും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ഈസ് പംപ്ഡ് ത്രൂ ഔട്ട് ദ ബോഡി ബൈ ദ ഹാർട്ട് ആണല്ലോ. ബ്ലഡ് എന്താണ്, നമ്മുടെ ബോഡി മൊത്തത്തിൽ ബ്ലഡാണ്. ഒന്ന് വരഞ്ഞാലോ മുറിഞ്ഞാലോ കുത്തിയാലോ മാന്തിയാലോ ഒക്കെ എന്താണ് പുറത്തേക്ക് വരുന്നത്? ബ്ലഡാണ്. അത് ക്ലിയർ ആണ്. യെസ്, അപ്പോൾ ലിംഫ് ഈസ് മൂവ്ഡ് അലോങ് ത്രൂ ദ നോർമൽ ഫംഗ്ഷൻ ഓഫ് ദ ബോഡി. എവിടെ കൂടി ആവുന്നത്? വളരെ നോർമലായിട്ട് എന്ത് ചെയ്യുന്നു, സെല്ലിന് ഇൻ്റർസെല്ലുലാർ സ്പേസിലൂടെയൊക്കെ വളരെ റെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ലിംഫ് എന്ന് കാണുന്നത് അല്ലേ. യെസ്, ആൻഡ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ത്രൂ ഔട്ട് ദ ബോഡി. ലിംഫ് റിമൂവ് വേസ്റ്റ് ഫ്രം ദ സിസ്റ്റം. ബ്ലഡ് എന്താ ചെയ്യുന്നത്? ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതാണ് മേജർ മെക്കാനിസം. ലിംഫ് എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ബോഡി ഇൻ എ സർക്കുലർ മോഷൻ വെയർസ് ദ മൂവ്മെന്റ് ഓഫ് ലിംഫ് ഈസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ബ്ലഡ് നമ്മൾ പറഞ്ഞു ഡബിൾ സർക്കുലേഷൻ അല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലങ്സ് ഹാർട്ട് ബോഡി, ലങ്സ് ഹാർട്ട് ബോഡി, വീണ്ടും ലങ്സ് ഹാർട്ട് ബോഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ലിംഫ് എന്ന് പറയുന്നതോ ദേ ആർ ഓൺലി എ സിംഗിൾ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ ലിംഫ് മൂവ് ചെയ്യുന്നുള്ളൂ. അടുത്തതോ, ബ്ലഡ് കണ്ടെയ്ൻസ് റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അവർക്ക് എന്തുണ്ട്? റെഡ് ബ്ലഡ് സെൽ ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ ഉണ്ട്, ആൻഡ് ഓൾസോ ദേ ഹാവ് എന്ത് സെല്ലുണ്ട്? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡിലുള്ളത്. ഓർമ്മയുണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, ആൻഡ് ലിംഫിലോ ഇറ്റ് ഈസ് എ ലൈറ്റ് യെല്ലോ ആൻഡ് ക്ലിയർ ലിക്വിഡ്. വേറൊന്നുമില്ല, ലൈറ്റ് യെല്ലോ ക്ലിയർ ലിക്വിഡ് ആണ്. അവരിൽ ലിംഫോസൈറ്റുകളുണ്ട് കേട്ടോ. ആൻഡ് വി ക്യാൻ സീ ബ്ലഡ് വിത്ത് ദ നേക്കഡ് ഐസ്. ലിംഫ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. മറ്റൊരു പ്രത്യേകത, ബ്ലഡ് ക്യാൻ ബി സീൻ ഇൻ ദ എന്താണ് നേക്കഡ് ഐസ്. നമുക്ക് കൈ മുറിഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ ലിംഫ് കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ലങ്സ് ആടെ ബോഡി ലങ്സിൽ, അത് സർക്കുലേഷൻ പഠിച്ച് മറന്നു പോകില്ലല്ലോ. ദ കിഡ്നി പ്യൂരിഫൈ ദ ബ്ലഡ്. ആൻഡ് ലിംഫ് ഈസ് പ്യൂരിഫൈഡ് ഇൻ ദ നോട്ട്സ് ഇറ്റ് സെൽഫ്. കിഡ്നിയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്തി വീണ്ടും അത് റീഅബ്സോർപ്ഷൻ നടത്തി അൾട്രാ ഫിൽട്രേഷൻ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ചു. അതേസമയം നമ്മുടെ ലിംഫ് ആണെങ്കിലോ, ലിംഫിൽ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് പ്യൂരിഫൈഡ് ഇൻ ദ നോട്ട്സ് ഇറ്റ് സെൽഫ്. നോട്ട്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ ആയി? ഓക്കെ, യെസ്. സ്കൈ പഠിച്ചു കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. സ്കൈ അവിടെ തగ్గടിച്ചോണ്ട് നിൽക്കുകയാണ്. അവൾ പഠിച്ചു പോകും, നീ അവിടെ നോക്കിയിരുന്നു കേട്ടോ. അല്ലനെ, അവളോ അവനോ ആരോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ആസിഡ് ആൻഡ് മ്യൂക്കസ് ഇൻ ദ സ്റ്റൊമക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. എന്താണ് ഈ ആസിഡിൻ്റെയും മ്യൂക്കസിൻ്റെയും റോൾ എന്ന് പറയുന്നത്? എന്താ? ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു റോള്. പിന്നെ എന്താണ്? അത് എഴുതി വെക്കരുത് കേട്ടല്ലോ. ചില മഹാന്മാരുണ്ട്, എന്താ ഡൈജഷൻ്റെ റോളാണ് ഡൈജഷൻ. എടാ, A+ ഫുൾ മാർക്കൊക്കെ ബയോളജി മേടിക്കേണ്ട, അങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത്. എന്ത് എഴുതണം? റോൾ ഓഫ് ആസിഡ് ആൻഡ് മ്യൂക്കസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. യെസ്, ആസിഡ് കിൽസ് ജേംസ് ഇൻ ദ ഫുഡ് ആൻഡ് പ്രൊവൈഡ്സ് acidic medium for the action of pepsin enzyme to digest protein in the stomach. കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവ
കുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ എന്താണ് ചെയ്യുന്നത്? ആസിഡ് അല്ലേ, ആസിഡ് മ്യൂക്കസ് ഉള്ളതുകൊണ്ട് തന്നെ കിൽസ് ജേംസ് ഇൻ ദ ഫുഡ് ആൻഡ് പ്രൊവൈഡ് അസിഡിക് മീഡിയം. ജേംസിനെ കില്ല് ചെയ്യുന്നു ആസിഡ്. അതുമാത്രമല്ല പെപ്സിൻ്റെ ആക്ഷൻ നടക്കുന്നു, പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു? ഈ ആസിഡ് എന്ത് ചെയ്യുന്നു? ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊട്ടക്ട് ദ വോൾ ഓഫ് സ്റ്റൊമക് ഫ്രം ദ ആക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് പെപ്സിൻ. എന്ത് ചെയ്യുന്നു? മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? മ്യൂക്കസ് പ്രൊട്ടക്ട് ദ വോൾ ഓഫ് സ്റ്റൊമക് ഫ്രം ദ ആക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് പെപ്സിൻ. ആസിഡിൻ്റെയും പെപ്സിൻ്റെ ഒക്കെ ആക്ഷൻ നടക്കുന്നു. ഇവർ തമ്മിൽ കൺവേർഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വോളിനൊന്നും പറ്റരുത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മ്യൂക്കസ് ആണ് സഹായിക്കുന്നത്. മിസ് പാട്ട് പാടണേന്നാണോ പറഞ്ഞത്, പാടണേന്നാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, യെസ്. അടുത്ത നോക്കാം. വിച്ച് ഡൈജസ്റ്റീവ് സെക്രീഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എൻസൈം ബട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്? ഏതാണ് ഡൈജസ്റ്റീവ് സെക്രീഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എൻസൈം ബട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അടുത്ത ചളി വാരിക്കോരി എറിയുന്നുണ്ട്. വർഗീസ് ചോർസ്. കുറേ കോഴികളുണ്ട്. നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കണോ അതോ മന്തി അൽഫാം ആക്കണോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. ഏതാണെടാ? വിച്ച് ഡൈജസ്റ്റീവ് സെക്രീഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എൻസൈം ബട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈൽ ജ്യൂസ് ഫ്രം ലിവർ, ഇറ്റ് കണ്ടെയ്ൻസ് ബൈൽ സോൾട്ട് വിച്ച് ആർ നെസസറി ഫോർ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അല്ലേ, ബൈൽ ജ്യൂസ്, ലിവറിലുള്ള ബൈൽ ജ്യൂസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് കണ്ടെയ്ൻ ബൈൽ സോൾട്ട് വിച്ച് ആർ നെസസറി ഫോർ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിൻ്റെ എമൾസിഫിക്കേഷൻ ആണ് ബൈൽ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. ഇറ്റ് means breaking down large fat drops to very fine droplets so that lipids can act upon easily. അല്ലേ, എന്താണ് ഈ പറയുന്ന ഫാറ്റ് ഡ്രോപ്സിനെ വെരി ഫൈൻ ഫാറ്റി ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്നു വിത്ത് ലിപ്പേസിൻ്റെ ആക്ഷൻ വഴി. അല്ലേ, സോ ഈ ലിപ്പേസ് വളരെ ഈസി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസം കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു ബൈൽ ആക്ഷൻ ആണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. Then explain how do organisms create an exact copy of themselves. എങ്ങനെയാണ് ഓർഗാനിസംസ് അവർ എക്സാക്ട് കോപ്പീനെ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മൾ പറഞ്ഞതാണ്. പറഞ്ഞോ വേഗം. ഷവർമ്മയാക്കാന്ന്, കൊത്തി അരിഞ്ഞ് പീസാക്കാതെ. ഡൺ. ഫ്രൈ. യെസ്, പറഞ്ഞോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. യെസ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ എന്താ നടക്കുന്നത്? DNA കോപ്പിയിങ് ആണ്. അല്ലേ, ടു ബിൽഡ് ദ കോപ്പീസ് ഓഫ് DNA ഓർ ജനറ്റിക് മെറ്റീരിയൽ ദ സെൽസ് യൂസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. സോ നോക്ക്, അഡീഷണൽ സെല്ലുലർ അപ്പാരറ്റസ് എലോങ് വിത്ത് ദ DNA കോപ്പീസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് സോ എ സെൽ ഡിവൈഡ്സ് ടു ഗിവ് റൈസ് ടു ടു ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ സെൽ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ഹൗ ഡു ഓർഗാനിസം ക്രിയേറ്റ് ആൻ എക്സാക്ട് കോപ്പി ഓഫ് ദംസെൽവ്സ് എന്നാണ് ചോദിച്ചത്. അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്ന് ക്വസ്റ്റ്യൻ മാസ്റ്റർക്ക് അറിയാം. പക്ഷെ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം? ഇതുപോലെ തന്നെ ചിലർ DNA കോപ്പി ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട്, മഞ്ജു മോഹനൊക്കെ. എങ്ങനെയാണ്? ടു ബിൽഡ് ദ കോപ്പീസ് ഓഫ് DNA. അല്ലേ, DNA കോപ്പിയിങ് ആണ് അവിടെ നടക്കുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് ദ സെൽസ് യൂസ് ബയോകെമിക്കൽ പ്രോസസ്സസ്. അപ്പം സെല്ലുലാർ അപ്പാരറ്റസ് എലോങ് വിത്ത് ദ DNA കോപ്പീസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് സോ എ സെൽ ഡിവൈഡ്സ് ടു ഗിവ് റൈസ് ടു ടു ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ സെൽ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? Okay, variations are seen in the organism. State the two main causes of variation. Okay, എന്താണ് വേരിയേഷൻ? എന്തൊക്കെയാണ് മേജർ കോസസ് ഓഫ് വേരിയേഷൻ? പറഞ്ഞോളൂ. ഇത് നമ്മൾ നേരത്തെ സാറ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പം. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലും കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ചാപ്റ്റർ തമ്മിൽ ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ബുദ്ധി ഉണ്ടോ നോക്കണമല്ലോ. അങ്ങനെ ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പം ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് കോണ്ടന്റ് ആണ് ഇവിടെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നല്ല രീതിയിൽ ഐഡിയ വെച്ച് തന്നെ എഴുതണേ. ഓക്കെ, പറഞ്ഞോ. വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
DNA replication നടക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു chromosomes interchanging നടക്കുന്നുണ്ട് അല്ലേ so variations are caused by the change in genetic material that is DNA at the time of DNA copy and environmental factors light temperature nutrition wind and water supply and also mutations ഇതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ these are the major reasons that cause variations so variation എന്ന് പറയുന്നത് എന്താണ് പല രീതിയിൽ നടക്കുന്നുണ്ട് and also variation is necessary for the evolution survival കാരണം എത്രത്തോളം വേരിയേഷൻ ഉണ്ടാകുമോ അത്രത്തോളം വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു പുതിയ സ്പീഷീസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു ആ പുതിയ സ്പീഷീസ് ആയിട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഓരോ സ്പീഷീസിനും പല കണ്ടീഷൻസിനെയും ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് വരുന്നത് അല്ലേ യെസ് ദെൻ അടുത്ത നോക്കാം വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പേംസ് ആൻഡ് എഗ്സ് ഓഫ് ഹ്യൂമൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പേംസ് ആൻഡ് എഗ്സ് ഓഫ് ഹ്യൂമൻ ഒന്ന് പറഞ്ഞേ റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്പേമും എഗ്ഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമ്മൾ രണ്ടിൻ്റെയും സ്ട്രക്ചർ പറഞ്ഞതാണ് രണ്ടിൻ്റെയും കാര്യങ്ങൾ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ വേഗം പറഞ്ഞോളൂ സ്പേം എക്സ് ഓർ വൈ ആ അത് നിങ്ങൾ ജെനറ്റിക്സ് വെച്ചിട്ട് പറയുന്നു ഇവരുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്തൊക്കെയാണ് കറക്റ്റാണ് സ്പേം എന്ന് പറയുന്നത് എന്താണ് എക്സ് ആപ്ലോയിഡ് ആണ് എക്സ് വൈ ആണ് ഗോവം എന്ന് പറയുന്നത് എക്സ് എക്സ് ആണ് ദാറ്റ്സ് റൈറ്റ് ഫിസിക്കൽ ഡിഫറൻസസ് എന്തൊക്കെയാണ് മക്കളെ ഫിസിക്കൽ ഡിഫറൻസ് നോക്കാം സ്പേംസ് ആർ മോട്ടൈൽ ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് നമ്പേഴ്സ് ബൈ എ മെയിൽ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു മിയോസിസ് 1 വീണ്ടും ഇത് ഡിവൈഡ് ചെയ്ത് മിയോസിസ് 2 ആകുന്നു 46 ക്രോമസോമിൽ നിന്നും 23 എന്ന് പറയുന്നു അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്പേഴ്സ് ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ടാക്കുന്നു എഗ് ആർ നോൺ മോട്ടൈൽ ആൻഡ് ഓൺലി 1 ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ടൈം ബൈ ദ ഫീമെയിൽ അത് ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് സ്പേംസ് ആർ മോട്ടൈൽ as they have to travel up to the egg for fertilization എന്ത് ചെയ്യുന്നു സ്പേം എപ്പോഴും ട്രാവൽ ചെയ്ത് ഓവത്തിൻ്റെ അടുത്തെത്തണം കാരണം എന്താണ് യെസ് ഓവം ഗേൾസ് ഫീമെയിൽസ് എന്താണ് രാജകുമാരികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ രാമൻ വില്ലെറിഞ്ഞ് വീഴ്ത്തതുപോലെ സ്പേം കഷ്ടപ്പെട്ട് വന്ന് എന്ത് ചെയ്യണം ഈ ഒരു നമ്മുടെ ഓവത്തിന് കഷ്ടപ്പെട്ട് ആക്ട് ചെയ്ത് മത്സരിച്ച് ജയിച്ച് വേണം ഓവത്തിൻ്റെ ഉള്ളിൽ കയറാൻ അത് വല്ലാത്തൊരു ടാസ്ക്കാണ് അപ്പോൾ ടാസ്ക് ആർക്കാണ് സ്പേമിനാണ് അപ്പം രാജാവിനെ പോലെ അല്ലെ രാജകുമാരിയെ പോലെ എന്ത് ചെയ്യും പണി ചെയ്തോ ആരാ കയറുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞ് ഓവം അവിടെ ഇരിക്കും സോ സ്പേംസ് ആർ മോട്ടൈൽ as they have to travel up to the egg for fertilization and it becomes zygote remains protected inside it becomes zygote and it remains protected inside female's body and give rise to fetus and baby അല്ലേ ഓവത്തിന് പക്ഷെ പിന്നീട് പണിയാണ് ഉള്ളിൽ സ്പേമിന് പണിയാണെങ്കിലും പുറത്തെ എന്താണ് ഫീമെയിലാണ് പണി കാരണം എന്താണ് ഓവമായി കഴിഞ്ഞാലോ കുട്ടി ഉണ്ടാവണം 10 മാസം നമ്മൾ ചുമക്കണം കുട്ടീനെ എന്ത് ചെയ്യണം ഗിവ് ബർത്ത് ടു ദം ഓൾസോ റൈറ്റ് യെസ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഓക്കെ അല്ലേ ഓക്കെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിന്നാണോ നിങ്ങൾ മോർട്ടൈൽ മോർട്ടൈൽ അല്ല മോർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ മോർട്ടൈലും മോർട്ടൈൽ എന്ന് പറഞ്ഞാൽ they can move from one place to another other place നോൺ മോർട്ടൈൽ ആണല്ലോ cannot move ഓക്കെ അതാണ് മോർട്ടൈലും നോൺ മോർട്ടൈലും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ അല്ലേ മുഹമ്മദ് ആദാനി താങ്ക് യു യെസ് ക്ലിയർ അല്ലേ ഓക്കെ മൂവ് ആണ് കേട്ടോ മോർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ മെൻഷൻ ദ റോൾ ഓഫ് ഫോളോയിങ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ് ഒന്ന് വേഗം പറഞ്ഞേ എഗ്ഗ് വീണ പൊട്ടും അടുത്ത ചളിയായിട്ട് വന്നിട്ടുണ്ട് എഗ്ഗ് വീണ പൊട്ടും അത് അങ്ങനെയൊന്നും പൊട്ടത്തില്ല ഓക്കെ പറഞ്ഞോ മെൻഷൻ ദ റോൾ ഓഫ് ഫോളോയിങ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ടെസ്റ്റിസസ് സ്ക്രോട്ടം വാസ് ഡിഫറൻസസ് സെമിനൽ വെസിക്കിൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് അല്ലേ എന്തൊക്കെയാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ടെസ്റ്റിസസ് സ്ക്രോട്ടം വാസ് ഡിഫറൻസസ് സെമിനൽ വെസിക്കിൾസ് അല്ലേ അപ്പം നോക്കുക ടെസ്റ്റിസസ് സ്ക്രോട്ടം വാസ് ഡിഫറൻസ് സെമിനൽ വെസൈക്കിൾ എടുക്കുമ്പം എന്താണ് അവിടെ
യെസ്, ടെസ്റ്റിസ് എന്താ ചെയ്യുന്നത്? സ്പേമും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റിസ് ആണ്. ദെൻ സ്ക്രോട്ടം, വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിൾ, ഇതിന്റെ ഒക്കെ റോൾ എന്താണ്? വേഗം പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് പ്ലാസന്റ സ്റ്റേറ്റ്സ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻ ഹ്യൂമൻ ഫീമെയിൽ? സ്ക്രോട്ടമാണ് അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് സെമൻ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാസ് ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പേമിനെ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റിസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പെനിസിലിലേക്ക് കൊണ്ടുപോകുന്നത്. സെമിനൽ വെസിക്കിൾസ് എന്ത് ചെയ്യുന്നു? അതിനെ എൻഹാൻസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാൻഡുകളും അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും റോൾ എന്താണെന്നുള്ളത്. ആൻഡ് പ്ലാസന്റ, വാട്ട് ഈസ് പ്ലാസന്റ? ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഫീമെയിലിന്റെ യൂട്രസിന്റെ പുറത്തായിട്ട് അല്ലേ, ദ എംബ്രയോ ഗെറ്റ് ന്യൂട്രീഷൻ ഫ്രം ദി മദേഴ്സ് ബ്ലഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂ കോൾഡ് പ്ലാസന്റ. നമ്മൾ ഇന്ന് നല്ല വൃത്തിയിൽ പഠിച്ചതാണ്. സോ ദിസ് ഈസ് എ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ യൂട്രൈൻ വോൾ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വില്ലൈ ഓൺ ദി എംബ്രയോ സൈഡ് ഓഫ് ദ ടിഷ്യൂ അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ പ്ലാസന്റയാണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? Okay, then moving to next question. State the role played by the following in the process of digestion. Enzyme trypsin, enzyme lipase. List two functions of finger-like projections present in the small intestine. ആണ് ചോദ്യം. Miss, drink some water. Sure da. Okay. പറഞ്ഞോളൂ. സ്റ്റേറ്റ് ദ റോൾ പ്ലേഡ് ബൈ ദ ഫോളോയിങ് ഇൻ ദ പ്രോസസ് ആണ് അല്ലേ. എന്തൊക്കെ പ്രോസസ് ആണ് ചോദിക്കുന്നത്? എൻസൈം ട്രിപ്സിനും എൻസൈം ലിപ്പേഴ്സും അതിന്റെ ഫംഗ്ഷനുമാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കാം. Trypsin act upon proteins and converts into peptides and amino acids അല്ലേ. ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻസിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. അതേസമയം ലിപ്പേസോ, ഇറ്റ് ഈസ് ആൻ എൻസൈം ദാറ്റ് ബ്രേക്ക് ഡൗൺ ഡയറ്ററി ഫാറ്റ് ഇൻ ടു സ്മോളർ മോളിക്യൂൾസ് കോൾഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ ട്രിപ്സിൻ്റെ ആക്ഷൻ എവിടെയാണ്? പ്രോട്ടീൻസിലാണ്. ലിപ്പേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഡയറ്ററി ഫാറ്റ്സ് ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്, അതായത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കുന്നു. ആൻഡ് ഫംഗ്ഷൻ ഓഫ് വില്ലൈ എന്താണ്? വില്ലൈ ആർ റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് ടേക്സ് ദ അബ്സോർബ്ഡ് ഫുഡ് ടു ഈച്ച് എവറി സെൽ ഓഫ് ദ ബോഡി അല്ലേ. എല്ലാ ഭാഗത്തേക്കും അസിമിലേഷൻ പ്രോസസ്സ് അല്ലേ, ഈ പറയുന്ന എല്ലാ സപ്ലിമെന്റ്സിനെയും അകത്തേക്ക് എടുക്കുന്നതാണ് നമ്മുടെ വില്ലേഴ്സ് ആണ്. ആൻഡ് ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആയിട്ടാണ് വില്ലേ ഉള്ളത്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈനൽ വോളിൽ എന്ത് ചെയ്യുന്നു? സർഫസ് ഏരിയ കൂട്ടുന്നു. അപ്പോൾ എല്ലായിടത്തൂടെയും എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർപ്ഷൻ ഈസി ആക്കാൻ പറ്റും. Okay. Bile juice does not have any digestive enzyme but still plays a significant role in the process of digestion. Justify the statement. എന്താണെന്ന് പറഞ്ഞേ. ബയൽ ജ്യൂസ് നമ്മൾ നേരത്തെ കൂടി പറഞ്ഞു അല്ലേ, ദേ ഹാവ് നോ പെർട്ടിക്കുലർ ഡൈജസ്റ്റീവ് എൻസൈം അല്ലേ, ബട്ട് എന്താണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. കാരണം എന്താണ്? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നമ്മൾ പറഞ്ഞാണ് അല്ലേ. ദേ മേക്ക് ദ അസിഡിക് ഫുഡ് കമ്മിങ് ഫ്രം ദി സ്റ്റമക്ക് ആൽക്കലൈൻ ഫോർ ദി ആക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈം ആൻഡ് ബൈൽ സോൾട്ട് ബ്രേക്ക് ദ ലാർജ് ഗ്ലോബ്യൂൾസ് ഓഫ് ഫാറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ടു സ്മോളർ ഗ്ലോബ്യൂൾ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് എൻസൈം ആക്ഷൻ. ദിസ് ഈസ് സിമിലർ ടു ദി എമൽസിഫൈങ് ആക്ഷൻ ഓഫ് സോപ്സ് ഓൺ ഡേർട്ട് അല്ലേ. ആൻഡ് ദിസ് ഈസ് സിമിലർ ടു ദി എമൽസിഫൈങ് ആക്ഷൻ ഓഫ് സോപ്സ് ഓൺ ഡേർട്ട്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഈ രീതിയിലാണ് എന്താണ് ബൈലിൻ്റെ ആക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അടുത്ത് നോക്കാം. എ ഗ്യാസ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നെയിം ദ ഗ്യാസ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ദ വേ ബൈ വിച്ച് ദ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ്. രണ്ടാമത്തേത് വാട്ട് ആർ സ്റ്റൊമാറ്റ, വാട്ട് ഗവേൺസ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ഏത് ഗ്യാസ് ആണ് ഫോട്ടോസിന്തസിസിന് ശേഷം റിലീസ് ചെയ്യപ്പെടുന്നത്? വല്ലാത്തൊരു ഡൗട്ട് തന്നെ. ആൻസർ പറയുന്നുണ്ട്. പാട്ടല്ലേ, പാട്ട് പാടാം. ഷുവർ. ഞാനിവിടെ നിന്നും വന്നൊന്നുമല്ല, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. മിസ്റ്റർ ബഡ്ഡി ആണ് മാറിപ്പോയത്. ഓക്കെ, പറഞ്ഞോളൂ. എ ഗ്യാസ് അല്ലേ, എ ഗ്യാസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് നെയിം ദ ഗ്യാസ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ദ വേ ബൈ വിച്ച് ദ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ്. എവിടുന്നാ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി വേറെ ഏതെങ്കിലും പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ ഗ്യാസും പറയുന്നുണ്ടോ? ഗ്യാസ് റിലീസ് ചെയ്തിരിക്കുന്ന ഏതാണെടാ? വേറെ ആരാ? നമ്മുടെ ഓക്സിജൻ അല്ലേ. വാട്ടർ
ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞതാണ്. സോ ഓക്സിജൻ ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് വിച്ച് കംസ് ഫ്രം വാട്ടർ ആൻഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സൺലൈറ്റ് ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ് അല്ലേ. ആൻഡ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന വാട്ടറിന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ H2O ബ്രേക്ക് ചെയ്ത് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നു അല്ലേ. And solar energy trapped by chlorophyll break down water molecule by the process of photolysis, and photolysis of water releases oxygen. Okay അല്ലേ? ആ പോയിന്റ് വ്യക്തമായിട്ട് എഴുതണം. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ ആണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ റിലീസ് ചെയ്യുന്നത്. ആ ഓക്സിജൻ ആണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരുന്നത് കേട്ടോ. അതാണ് നമ്മൾ പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത് ബൈ ദി ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. രണ്ടാമത്തെ നോക്കുക, സ്റ്റൊമാറ്റ. ദേ ആർ ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ സർഫസ് ഓഫ് ദ ലീഫ് അല്ലേ. ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർ കൺട്രോൾഡ് ബൈ turgidity of guard cell. Guard cellsine turgidity അനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു? ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നു അല്ലേ. ആൻഡ് വെൻ ഗാർഡ് സെൽ uptake water by surrounding cell, they swell to become a turgid body. This enlarge the pore in between and cause stomatal opening. So when water is released, they become flaccid and this closes pore between causing stomatal closing. അപ്പോൾ ഗാർഡ് സെൽസിന്റെ ആക്ഷൻ നമുക്കറിയാം അല്ലേ. സ്റ്റൊമാറ്റോ ഓപ്പണിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? അത് സ്വെള്ളം ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തണായി നിൽക്കുന്നു. ഈ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഗാർഡ് സെൽസിന്റെ സ്ട്രെങ്തണിങ്ങും ഓപ്പണിംഗ് സ്വെള്ളനിങ്ങും വഴിയാണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. Name the process and explain the type of nutrition found in green plants. List the raw materials required for this process. Give chemical equation for mention the process. Write 3 events that occur during the process. നോക്കുക, ഫോട്ടോസിന്തസിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ. ഞാൻ ഇന്നും ഉച്ചയ്ക്ക് പറഞ്ഞാണ് ഫോട്ടോസിന്തസിസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണെന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്കുക, നെയിം ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ. ഇവിടെ നടക്കുന്ന ന്യൂട്രീഷൻ ഏതാണ്ടാ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അല്ലേ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. രണ്ടാമത്തെ നോക്കുക, അവിടെ എന്താണ്? ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ഇവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ? നമുക്കറിയാം 6CO2 plus 6H2O gives C6H12O6 plus 6O2. കെമിക്കൽ ഇക്വേഷൻ. രണ്ടാമത്തേതോ, റൈറ്റ് 3 ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് പ്രോസസ്. എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്? ആദ്യം നമുക്കറിയാം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്, പിന്നെ വാട്ടർ ഫോട്ടോളിസിസ് നടക്കുന്നുണ്ട് അല്ലേ, ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷനിൽ. അപ്പോൾ ആദ്യം എന്താണ്? കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻടു കെമിക്കൽ എനർജി, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്. ഈ 3 പ്രോസസ്സിൻ്റെ ടേമുകൾ പഠിച്ചു വെക്കണം. സോ 6CO2 plus 12H2, C6H12O6, 6O2 plus 6H2O. ക്ലോറോഫിലും സൺലൈറ്റും. ക്ലിയർ അല്ലേ? അപ്പം ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. അവിടെ 12H2 എഴുതിയില്ല നമ്മൾ. 12H2. Okay, name the part of human excretory system where nephrons are found. Write the structure and function of nephron. What are nephron? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് വാട്ട് ആർ ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ? നെഫ്രോണിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമാണ് എഴുതേണ്ടത്. സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണല്ലോ. യെസ്, ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ പഠിച്ചാണ്. ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അവിടുന്ന് എന്ത് ചെയ്യുന്നു? 2 വെസൽ പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഇതുപോലെ റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ദെൻ എന്ത് സംഭവിക്കുന്നു? കളക്റ്റിംഗ് ഡക്റ്റ് പോകുന്നു. ആൻഡ് അതിൻ്റെ ചുറ്റുമായിട്ട് എന്തുണ്ട്? ബ്ലഡ് കാപ്പിലറീസ്, ഇങ്ങനെ എന്ത് പെരിട്യൂബുലർ കാപ്പിലറീസിൻ്റെ അവിടുന്ന് റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അപ്പം നെഫ്രോൺ നല്ല വൃത്തിയിൽ അങ്ങ് വരയ്ക്കാം. എന്നിട്ടോ എന്തൊക്കെയാണ്? ദ പാർട്ട് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം വെർ നെഫ്രോൺസ് ആർ ഫൗണ്ട് ഇസ് കിഡ്നി. നെഫ്രോൺ ഈസ് എ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലോമറുലസ് ആൻഡ് ട്യൂബുലാർ പാർട്ട്. മെയിൻ ഫങ്ഷൻ ഓഫ് ദ നെഫ്രോൺ ഈസ് ദ ഫിൽറ്റർ ദ ബ്ലഡ് ആൻഡ് ജനറേറ്റ് യൂറിൻ. മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ യൂറിനെ എന്ത് ചെയ്യേണ്ട? ഫോർമേഷൻ നടത്തണം. അങ്ങനെ എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ക്രീറ്റ് ചെയ്ത് കളയാണ്. ഓക്കേടാ? യെസ്, ഓക്കെ, യെസ്. മടുത്തോ? നിങ്ങൾ മടുത്തോ? നമ്മൾ ഇന്ന് ഫുൾ ഡേ ബയോളജിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. മടുത്തോടാ? നിങ്ങൾ മടുത്തു എന്ന് പറഞ്ഞാൽ മിസ്സൊക്കെ എത്ര പണ്ടേ മടുത്തു എന്ന് പറയണം. യെസ്, പറയൂ. ആഹാ നസീഫെ, ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. ആ കമൻറ്റ് ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കായിരുന്നു. അടിപൊളി. നൈസ് കമൻറ്റാ, നൈസ് കമൻറ്റ്. വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ.
യെസ്, ഹാവ് സം വാട്ടർ. അത് തന്നെയാണടാ ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ. ഓക്കെ, പാട്ട്. ഏത് പാട്ടാടാ പാടുക? നിങ്ങളൊന്നും എൻ്റർടൈൻ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാട്ട് പാടി നിങ്ങൾ ഇറങ്ങി ഓടാതിരുന്നത്. കമ്മിറ്റഡ് ആണല്ലോ, കല്യാണം കഴിഞ്ഞ് 2 മാസമായടാ, പിന്നെ എന്ത് ചെയ്യാൻ. കമ്മിറ്റഡ് ആയി കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. യെസ്, ഓക്കെ. Come on, turn the radio on, it's Friday night, and I won't be long to do my hair, put my makeup on, it's Friday night, and I won't be long, hit the dance floor, I got all my leave. Are you my cash? I need my cash, are you born with baby? Come on, turn the radio on, it's Friday night, and I won't be long to do my hair, put my makeup on, it's Friday night, and I won't be long. സ്കൈ പറയുന്നു പാട്ട് വേണ്ടാന്ന്, ഓടിക്കോ എന്നാണ് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് വേഗം നിർത്തിയിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം അല്ലേ. യെസ്, ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിസ്സിന് വളരെ താളം തന്നെയാ, സിമ്പിൾ പാട്ടൊക്കെ പറ്റത്തുള്ളൂ. യെസ്, സീപ്രൻസ്. ഓക്കേടാ, ഓക്കെ. ദെൻ അടുത്തതിലേക്ക് പോകാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. അത് നമ്മുടെ ഇതാണ്, ഇതിലേക്കാണ് പോകുന്നത്. What is the purpose of making urine in the human body? Name the organs that stores and release urine എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് യൂറിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഒന്ന് പറഞ്ഞേ. യാടാ, നനവേറെ തന്നിട്ടും മുറ്റത്തെ പൂമുട്ടിൽ പുഞ്ചിരി വിരിയാത്തതെന്തേ, വേൽ വന്നു തലോടിട്ടും ഭൂമിയെ മൂടുന്ന മഞ്ഞളമായാത്തതെന്തേ. യെസ്, സൗണ്ട് പോയതുകൊണ്ട് നമുക്ക് എന്താ റിസ്ക് എടുക്കണ്ട. അപ്പോൾ പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ യൂറിൻ ഉണ്ടാക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് യൂറിൻ? എന്തിനാണ് യൂറിൻ ഉണ്ടാക്കുന്നത്? പുഞ്ചിരി വീടായത് എന്ത് മിസ് അവിടെ ഉള്ളത് കൊണ്ട്. മിസ്സിനെ കണ്ട പുഞ്ചിരി വരുമല്ലേ എടാ ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദിസ്? വാട്ട് ഇസ് ദ നോട്ട്സ് യു ടോക്കിംഗ്? യെസ്, ഇവിടെ നോക്ക്, പറയൂ. What? Name the organs that stores and release the urine. എന്തിനാണടാ? Purpose of making blood is to filter out nitrogenous waste product like urea. Purpose of making blood അല്ല, purpose of making urine ആണ്. ഇവിടെ urine ആണ്. എന്തൊക്കെയോ തെറ്റുകളാണ് ഇവിടെ. ഓക്കെ, purpose of making urine. എന്തിനായിരുന്നു നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത്? Purpose of making urine is to filter out nitrogenous waste products like urea from the blood. അല്ലേ, നമ്മുടെ ബ്ലഡിലുള്ള എല്ലാ തരത്തിലുള്ള ടോക്സിക് വേസ്റ്റിനെ എന്ത് ചെയ്യാൻ, നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂറിനെ ഉണ്ടാക്കുന്നത്. The organ that store urine and release urine is urinary bladder and urethra respectively. ചിലർ കിഡ്നി എന്നൊക്കെ കൊണ്ട് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നമ്മൾ എന്ത് എഴുതണം? organ that store urine and releases urine. സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? യൂറിനറി ബ്ലാഡറിലാണ്. നമ്മൾ എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുന്നത് എവിടെയാണ്? യൂറത്ര വഴിയാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നല്ല രീതിയിൽ പഠിക്കണേ. കിഡ്നി, ദെൻ യൂററ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറത്ര. ഓക്കെ അല്ലേ? യെസ്. Then list 4 functions of human heart. What is double circulation necessary in the human body? Why is double circulation necessary in human body? എന്തുകൊണ്ടാണ്? യെസ്, നിങ്ങൾ പറയുന്ന ആൻസേഴ്സ് വളരെ കറക്റ്റ് ആണ്. നൈട്രോജനസ് വേസ്റ്റ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂറിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി എന്നാൽ അടുത്ത ഹാർട്ടിലെ കാര്യം കൂടെ പറഞ്ഞോളൂ. ലിസ്റ്റ് 4 functions of human heart. എന്തിനൊക്കെയാണ് ഹ്യൂമൻ ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്? എന്തിനൊക്കെയാ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ബ്ലഡ് അല്ലേ. ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസിനെയും മറ്റു കാര്യങ്ങളെയും വേസ്റ്റിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണം. മേജർ മെക്കാനിസം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് എഴുതാം ദ പമ്പ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി അല്ലേ, അത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ഓൾ കമ്പോണൻസ്. ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തണം. അത് മാത്രമല്ല, ഹെൽപ്സ് ടു റെഗുലേറ്റ് അഡ്വക്കേറ്റ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ചെയ്യിക്കുന്നു? ഈ ഒരു ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ആൻഡ് ട്രാൻസ്ഫർ ന്യൂട്രിയൻസ് ടു സെൽ ടിഷ്യൂസ് ആൻഡ് ഓൾ പാർട്സ് ഓഫ് ബോഡി. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് മെറ്റീരിയൽസിനെ എത്തിക്കാനും അല്ലേ, വേസ്റ്റ് മെറ്റീരിയൽസിനെ എത്തിക്കാനും ആര് സഹായിക്കുന്നു? ബ്ലഡാണ് സഹായിക്കുന്നത് കേട്ടോ.
വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിനും നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ബ്ലഡിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാം. ഇനി ഡബിൾ സർക്കുലേഷൻ എന്താണ്? സെപ്പറേഷൻ ഓഫ് ഓക്സിനേഷൻ ആൻഡ് ഡീഓക്സിനേറ്റ് ബ്ലഡ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡബിൾ സർക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ്. മെയിൻറ്റെയിനിങ് ദ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഈ 2 ഫംഗ്ഷനാണ് ഡബിൾ സർക്കുലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Then what is the diagram given below correctly illustrate? Give reason in support of your answer. നോക്കാം, ഈ ഒരു ഫിഗർ എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഈ ഒരു ബൈനറി ഫിഷൻ ഇൻ അമീബയാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ദ 2 cells ഡ്യൂറിങ് ഡിവിഷൻ ഇൻ അമീബ ക്യാൻ ടേക്സ് പ്ലേസ് ഇൻ എനി പ്ലെയിൻ. ഈ ഒരു മേജറായിട്ട് ഏത് പ്ലെയിനിൽ നമ്മൾ ഡിവൈഡ് ചെയ്താലും എന്ത് ചെയ്യും, അമീബ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സാക്ട് കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. എന്താണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം 3 differences between arteries and veins. എന്തൊക്കെയാണ് ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞേ. ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം, ടേബിൾ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടറീസ് ആൻഡ് വെയിൻസ് ഒന്ന് നോക്കാം. ആർട്ടറീസ് എന്ന് പറയുന്നത് എന്താ, ഹൈ ബ്ലഡ് പ്രഷർ, തിക്ക് വോൾസ് ആണുള്ളത്, ആബ്സെൻസ് ഓഫ് വാൽവുകളാണ്, ആൻഡ് മോസ്റ്റ്ലി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. ആൻഡ് ലോവർ ബ്ലഡ് പ്രഷർ ആണ് വെയിനിലുണ്ടാവുക. തിൻ വെസൽസ് അല്ലെങ്കിൽ തിൻ വാൾസ് ആണുള്ളത്. പ്രസൻസ് ഓഫ് വാൾസ്, അവിടെ വാൽവുകളുണ്ട്. മോസ്റ്റ്ലി ക്യാരി ഡീഓക്സിജനേറ്റ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി വെയിൻ. ക്ലിയർ ആയോ? ഈ രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തണം. ചില സമയത്ത് ആർട്ടറീസും കാപ്പിലറിയും വെയിൻസും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എഴുതാൻ പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വേഗം പോകാം. യെസ്. When you study a slide showing different stages of budding in yeast, you observe the following stages. Okay, budding yeast നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ സ്റ്റേജസ് ആണ് നോക്കുക. The bud may get separated from parent body and develop into new individual. Body of bud develops and give rise to another baby bud. A bud comes out in any direction from the body of parent cell. Thus they may form a colony. Proper sequenceൽ എഴുതാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഒരു ബഡ് ഉണ്ടാവുന്നത് അല്ലേ, ബഡിങ്ങിൽ എങ്ങനെയാണ് എന്ന് അല്ലേ, എങ്ങനെയാണ്? യെസ്, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു ചെറിയ ബഡ്, ആ ഒരു ബഡിങ്ങിൽ ഓൾറെഡി ഉള്ള ഓർഗാനിസിൽ നിന്ന് ചെറിയ ബഡ് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, മെച്ചുർ ആവുന്നു. പിന്നെ അത് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് പുതിയ ഓർഗാനിസമായി മാറും. അതെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓർഡറിൽ എഴുതിയാൽ മതി. അപ്പോൾ നോക്കാം, കണ്ടില്ല ഓർഡർ. പാരന്റ് ഈസ്റ്റ് സെല്ല് ബഡ് ഫോം ചെയ്യുന്നു. ഫോമിംഗ് ഓഫ് ബഡ്, ദെൻ എന്ത് ബഡ് വിത്ത് ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഓർഡറിൽ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ, എ ബഡ് കംസ് ഔട്ട് ഇൻ എനി ഡയറക്ഷൻ and body of bud develops and give rise to another baby bud. This may be colony. Then fourth എന്ത് ചെയ്യുന്നു, develop into a new individual. Write in proper sequence the process going on in different organs of reproductive system of a human female starting from the time of egg production to childbirth. അല്ലേ, write in proper sequence the process going on in different organs of the reproductive system of human female starting from the time of egg production to childbirth. എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഹ്യൂമൻ ഫീമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ചൈൽഡ് ബർത്ത് വരെയുള്ള സീക്വൻസാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കണല്ലേ, കാരണം ഇതൊക്കെ 5 മാർക്കിന് എക്സ്ട്രാ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡറിങ് നിങ്ങൾക്ക് അറിയിരിക്കണം. ഈ സ്ലൈഡ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, മറന്നു പോവുകയോ ചെയ്യരുത് കേട്ടോ. Okay അല്ലേ? യെസ്. The ovum is released by the ovary and enters into oviduct or fallopian tube. ഓവം ആദ്യം റിലീസ് ചെയ്യപ്പെടുന്നു, എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു, ഫലോപ്പിൻ ട്യൂബിലേക്ക് പോകുന്നു. Sperms are released by the males during copulation are deposited at the vagina. കോപ്പുലേഷന് ശേഷം അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം സ്പേം എവിടെ എത്തുന്നു, വജൈനയിൽ എത്തുന്നു. Then close to cervix of uterus and spurs travel through the uterus to the top of fallopian tube. അതും എന്ത് ചെയ്യുന്നു, സ്പേം ഈ ഒരു വജൈനയിൽ നിന്ന് സെർവിക്സ് വഴി ഫലോപ്പിൻ ട്യൂബിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. And the sperms and the egg meet at the fallopian tube. Fallopian tube will meet ചെയ്യുന്നു. They fuse the process of the fertilization resulting in the formation of zygote. അവിടെ നിന്ന് അത് ഫ്യൂഷൻ നടക്കുന്നു. അങ്ങനെ കൂടുതൽ സെൽ ഉണ്ടായി അത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. Zygote travel down the fallopian tube constantly dividing and forming a clump of cell. മെയിൽ ഗാമേറ്റും ഓവം കൂടെ ഫ്യൂസ് ചെയ്ത്, സ്പേമും ഓവം കൂടെ അല്ലെങ്കിൽ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി. സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് പോവാണ്. ആ പോകുന്ന വഴി എന്ത് ചെയ്യുന്നു, സെല്ല്
ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിവൈഡിങ് ആൻഡ് ഫോമിങ് ക്ലംപ് ഓഫ് സെൽ. അതിൽ നിന്നോ ഇവൻച്വലി ഡെവലപ്പ് ടു ഫോം എംബ്രിയോ. സൈഗോട്ട് എന്ത് ചെയ്യാണ്? ഒരു എംബ്രിയോ ആയിട്ട് മാറുകയാണ്. എംബ്രിയോ ഇംപ്ലാന്റ് ഇൻസെൽഫ് ഇൻ ടു ദ വോൾസ് ഓഫ് യൂട്രസ് ആൻഡ് കണ്ടിന്യൂസ് ടു ഡെവലപ്പ് ബൈ ടേക്കിംഗ് ന്യൂട്രീഷൻ ഫ്രം മദർ. അതെന്ത് ചെയ്യാണ്? യൂട്രൈൻ്റെ വോളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടി ന്യൂട്രീഷൻസ് ഒക്കെ അത് മദർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവൻച്വലി ഡെവലപ്മെന്റ് ഓഫ് പ്ലാസൻഡ ടേക്സ് പ്ലേസ് വിച്ച് പ്രൊവൈഡ് ന്യൂട്രിയൻ്റ് ആൻഡ് ഓക്സിജൻ ടു ദ ബേബി ഫ്രം മദർ. അങ്ങനെ എന്ത് ചെയ്യണം? കുഞ്ഞ് എംബ്രിയോ വലുതായി ഒരു ബേബി ആയിട്ട് മാറുകയാണ് അല്ലേ. Then entire development of fetus takes 9 months and once it is fully developed baby is then delivered. 9 മാസം എന്ത് ചെയ്യാണ്? നമ്മുടെ ന്യൂട്രീഷൻ ഒക്കെ കൊടുത്ത് ബേബീനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ബേബി തന്നെ വളർന്നു വന്നോളും. ആൻഡ് എന്ത് സംഭവിക്കുന്നു? 9 months കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഫുള്ളി ഡെവലപ്ഡ് ബേബിനെ ഡെലിവർ ചെയ്യാണ് ആര്? മദർ. അങ്ങനെ നമ്മുടെ ബേബി പുറത്തു വരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഓർഡറിങ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. And what is puberty? Mentioned in 2 changes that common to both boys and girls in their early teenage stage. നമ്മൾ പറഞ്ഞിരുന്നു ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് അല്ലേ. Puberty point of life where a child body matures and becomes capable of sexual reproduction. Sexually reproduction ആവുന്ന മെച്ചുവർ ആവുന്ന ഒരു ബോഡി ആക്കി മാറ്റുന്നതാണ് എന്ത്? പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. Attain puberty at the age of 12 to 16 and ഇവിടെയോ 10 to 14 ആണ്. എന്തൊക്കെ ചേഞ്ചസ് വരുന്നു? broadening of shoulders, hair growth in facial armpit, pubic region, deep voice. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. breast enlargement, widening of hips, development of pimple, development of sex organs. ഏത് ഡിഫറൻസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 2 ചോദിച്ചാൽ 2 എഴുതിയാൽ മതി കേട്ടോ. ചേഞ്ചസ് ദാറ്റ് ആർ കോമൺ ടു ബോത്ത് ബോയ്സ് ആണ് എന്ത്? ഹെയർ ഗ്രോത്ത് ഇൻ പ്യൂബിക് ഏരിയ, അതുപോലെ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. 2 കോമൺ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിനെയും കോമൺ ആയിട്ട് വരുന്ന മാറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എഴുതാം? ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസും. അത് നിങ്ങൾ കോമൺ ആയിട്ട് വരുന്നത് എഴുതിയാൽ മതി. Why can fertilization not take place in flowers in pollination does not occur? എന്തുകൊണ്ടാണ് why can fertilization does not take place in flowers if pollination does not occur എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഫെർട്ടിലൈസേഷൻ നടന്നില്ല, എന്താ സംഭവിക്കുക? വിത്തൗട്ട് പോളിനേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് കനോട്ട് കം ക്ലോസർ, ഹെൻസ് ഫെർട്ടിലൈസേഷൻ കനോട്ട് ഒക്വർ അല്ലേ. ഈ പറയുന്ന മെയിലും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ കൂടിച്ചേർന്നാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കൂ. അങ്ങനെയാണെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവും, കാരണം ബോത്ത് പാരൻസ് അവിടെ വേണം. അപ്പോൾ പോളിനേഷൻ നടന്നില്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് അവിടെ എത്തില്ല, അതുകൊണ്ട് എന്ത് നടക്കില്ല? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. സോ ഫോർ ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ് ആർ റിക്വയർഡ്. ഫോർ പോളിനേഷൻ ഡസ് നോട്ട് ഒക്വർ ഇറ്റ് മീൻസ് ദാറ്റ് മെയിൽ ഗാമേറ്റ് ഈസ് നോട്ട് അവൈലബിൾ, ഹെൻസ് ഫെർട്ടിലൈസേഷൻ കനോട്ട് ടേക്ക് പ്ലേസ്. ഇവിടുന്ന് പോളൻ ഗ്രെയിൻ വന്ന് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. പോളിനേഷൻ ഈസ് നെസസറി ഫോർ ദി ഫെർട്ടിലൈസേഷൻ ഓർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. Okay, list 3 techniques that can be developed to prevent pregnancy. Which one of these techniques is not meant for males? How does the use of these techniques have a direct impact on health and prosperity of a family? നോക്കുക, ഇതും 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ നോക്കുക, ലിസ്റ്റ് 3 ടെക്നിക് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്പ് ടു പ്രിവെന്റ് പ്രഗ്നൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്നൊന്ന് നോക്കട്ടെ. പിമ്പിൾസ് എഴുതാം, ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ, ഏതാ നമ്മളിവിടെ ആൻസർ ചെയ്യുക. പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ 3 ടെക്നിക്സുകൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 3 ടെക്നിക്സ് ഒന്ന് വേഗം പറഞ്ഞേ. വെരി ഗുഡ്. കോപ്പർ ടീ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോണ്ടംസ് യൂസ് ചെയ്യാം. ദെൻ തേർഡ് വൺ, എല്ലാവരും കമൻറ്റ് ചെയ്തോ? എൻ്റെ മനുവേ, നീ എന്നെ വെള്ളം കുടിപ്പിക്കാൻ ഓർമ്മിപ്പിക്കും, നീ എന്നെ വെള്ളം കുടിപ്പിക്കും. വെള്ളം തീർന്നു. ഓക്കെ, സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്, പിന്നെ കോപ്പർ ടീ യൂസ് ചെയ്യാം, കോണ്ടംസ് അല്ല, ഇതിൽ ഏതെങ്കിലും 3 യൂസ് ചെയ്യാം. ഇനി ഇതിൽ വിച്ച് വൺ ഓഫ് ദിസ് ടെക്നിക് ഈസ് നോട്ട് മെന്റ് ഫോർ മെയിൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താ? മെയിൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏതാ? ഫീമെയിൽസിൽ മാത്രം, മെയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സർജിക്കൽ മെത്തേഡാണ് അല്ലേ, ട്യൂബെക്ടോമി ആണ് അല്ലേ. യെസ്, ട്യൂബെക്ടോമി ആണ്. ഹൗ ഡസ് ദ യൂസ് ഓഫ് ദിസ് ടെക്നിക്സ് ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ഫാമിലി? കാരണം ഹെൽത്തി സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പലതരത്തിലുള്ള ഡിസീസസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലേ. സോ ബാരിയർ മെത്തേഡ്, ഇൻട്രായൂട്രൻ ഡിവൈസ്, ഹോർമോണൽ മെത്തേഡ്, സർജിക്കൽ മെത്തേഡാണ്. പ്രിവെന്റ് പ്രഗ്നൻസി ഏത് വേണേലും എഴുതാം.
അതുപോലെ തന്നെ എന്താണ് ഔട്ട് ഓഫ് ദിസ് മെത്തേഡ് കെമിക്കൽ മെത്തേഡ് IUDs ആർ നോട്ട് മെൻ ഫോർ മെയിൽസ് അല്ലേ. കെമിക്കൽ മെത്തേഡും അതുപോലെ തന്നെ IUDസും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന മെയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പിൽസ് കഴിക്കുന്നതും IUT കെമിക്കൽ കോപ്പർ ടി യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഫീമെയിൽസിൽ മാത്രമാണ് കേട്ടോ. അപ്പം ഇത് എക്സാമ്പിളാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കണേ. ട്യൂബെക്ടോമി നടക്കുന്നു, പക്ഷേ വാസെക്ടോമി എവിടെ നടക്കുന്നത്, മെയിൽസിൽ നടക്കുന്നുണ്ട്. അത് സർജിക്കൽ മെത്തേഡ് എന്ന രീതിയിൽ. അല്ലാതെ കോമൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ്, കെമിക്കൽ മെത്തേഡും അതുപോലെ IUDസും ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എവിടെയാണ്, ഫീമെയിൽസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, പോപ്പുലേഷൻ കൺട്രോൾ, അതുപോലെ തന്നെ എന്താണ് use of this technique help to keep control of a number of children. Population control help ചെയ്യുന്നു, affect prosperity of a family and deterioration of women's health. വുമൻ്റെ ഹെൽത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു. കൺട്രോൾ ചൈൽഡ് ബർത്ത് will directly affect women health. This will indirectly affect the prosperity of family and nation. അപ്പം എന്താണ് മെയിനായിട്ട് ഈ ഒരു ഹെൽത്തിനെ എന്താണ് പ്രൊവൈഡ് ചെയ്യാന്ന് തന്നെയുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, നോക്കാം. Name and explain 2 modes of asexual reproduction observed in Hydra. What is vegetative propagation and list 2 advantages of this technique? എന്തൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ബഡിങ്ങും റീജനറേഷൻ ഹൈഡ്രയിൽ നടക്കുന്നതാണ്. ഇൻ ദിസ് മോഡ് എ സ്മോൾ ഔട്ട് ഗ്രോത്ത് ഓഫ് ബഡ് ഡെവലപ്സ് ഓൺ ടു ദ ബോഡി ഓഫ് പ്ലാന്റ്. റീജനറേഷൻ ആണെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ഫ്രം എ സ്മോൾ പീസ് ഓഫ് അല്ലേ. അപ്പോൾ ഈ രണ്ട് മെക്കാനിസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രയിൽ എഴുതാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ലിസ്റ്റ് 2 അഡ്വാൻറ്റേജസ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പാർട്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന്. So, it is a type of asexual reproduction in plants where a new individual is produced from a vegetative part of plant such as stem, root or leaves. And 2 advantages of using this technique. എന്തൊക്കെയാണ്, plants raised by vegetative propagation can bear flowers and fruits earlier than those produced from seeds. അല്ലേ, അവർക്ക് എന്താ പറ്റുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സും ഫ്ലവറും ബെയർ ചെയ്യാൻ പറ്റും. All plants produced by genetically similar enough to parent plants to have all its characters. നമുക്ക് എക്സാക്ട് കോപ്പീസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ്. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ based on the given diagram answer the questions given below. Label the parts A, B, C and D. നോക്കാം. Name the hormone secreted by testis and mention its role. State the functions of B and C in the process of reproduction എന്നാണ്. A എന്ന് പറയുന്നത് എവിടെയാണ്, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ടെസ്റ്റിസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ടെസ്റ്റിസ്. കണ്ടില്ലേ, ചാപ്റ്റേഴ്സ് ഇന്റർകണക്ട് ചെയ്തും നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്, ടെസ്റ്റോസ്റ്റെറോൺ എഴുതാം. ഫങ്ഷൻസ് ഓഫ് ബി ആൻഡ് സി, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാൻഡ് ലിക്വിഡ് ഫ്ലൂയിഡ് ഫോർമേഷൻ സെമൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ആണ് അല്ലേ. അപ്പോൾ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതാം. ടെസ്റ്റിസ് റിലീസ് ടെസ്റ്റോസ്റ്റെറോൺ, പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആൻഡ് സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ലിക്വിഡ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ഫോർമേഷൻ ഓഫ് സെമൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആൻഡ് യൂറത്ര കോമൺ പാസേജ് ആൻഡ് യൂറൈൻ ഔട്ട്സൈഡ് ദ ഹ്യൂമൻ ബോഡിയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാൻ ടേബിൾ ആയിട്ട് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടെ നമുക്ക് വേഗം പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ പറഞ്ഞു പോകാം. ഓക്കെ, ഓക്കെ. ഓറിക്കിൾ, വെൻട്രിക്കിൾ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓറിക്കിൾ ആൻഡ് വെൻട്രിക്കിൾ. ഓക്കെ, ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. ഓറിക്കിളും വെൻട്രിക്കിളും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വേഗം പറഞ്ഞേ. ഓറിക്കിളും ആൻഡ് വെൻട്രിക്കിളും വേഗം ഒന്ന് പറഞ്ഞോ. നമുക്ക് വേഗം പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാണ്, ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്ങനെ ഓറിക്കിളിനെയും വെൻട്രിക്കിളിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തേത് എന്താണ്, അപ്പർ തിൻ വോൾഡ് ചാമ്പർ ആണ് നമ്മുടെ ഓറിക്കിൾ എന്ന് പറയുന്നത്. വെൻട്രിക്കിൾ എന്ന് പറയുന്നതോ ലോവർ തിൻ വോൾഡ് ചാമ്പേഴ്സ് ആണ് അല്ലേ. യെസ്. ആൻഡ് മറ്റൊന്ന് എന്താണ്, റിസീവ് ബ്ലഡ്. ഓറിക്കിൾ എന്താ ചെയ്യുന്നത്, റിസീവ് ബ്ലഡ് ഫ്രം വെയിൻസ്. അതേസമയം വെൻട്രിക്കിളോ
it receive blood from auricle. എപ്പോഴും ഓറിക്കിളിൽ നിന്നാണ് വെൻട്രിക്കിൾ ബ്ലഡ് സ്വീകരിക്കുന്നത്. ആൻഡ് അടുത്ത പോയിന്റ് എന്താണ്? പുഷ് ബ്ലഡ് into the ventricles. Into the ventricles, and it push blood into the arteries. അല്ലേ? യെസ്, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഈ രീതിയിൽ എന്താണ് കമ്പയർ ചെയ്യാൻ, ടാബുലേറ്റ് ചെയ്യാൻ ചോദിക്കാൻ വരും. അപ്പം ഓറിക്കിൾസും വെൻട്രിക്കിൾസും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് അറിയണം. നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ അറിയാം എന്താണ് ഓറിക്കിൾസ് ആണ് എന്താണ് അപ്പർ പോർഷനിൽ വരുന്നത്, വെൻട്രിക്കിൾസ് ലോ പോർഷനിലാണ്. അപ്പം അത് ഇവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആ വ്യത്യാസം തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെസ്പിറേഷനും ബ്രീത്തിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. റെസ്പിറേഷനും ബ്രീത്തിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വേഗം പറഞ്ഞേ. റെസ്പിറേഷനും ബ്രീത്തിങ്ങും. യെസ്, കം ഓൺ, സേ ഇറ്റ്. നമ്മൾ ഇന്ന് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു റെസ്പിറേഷനും അതുപോലെ തന്നെ ബ്രീത്തിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്. യെസ്, ഇറ്റ് ഈസ് എ ബയോ കെമിക്കൽ പ്രോസസ് ആണ്. കാരണം എന്താണ്, അവിടെ ബ്രേക്ക് ഡൗൺ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആവുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും പ്രൊഡക്ഷനും നടക്കുകയാണ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. നമ്മൾ ജസ്റ്റ് ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോസസ്. ആൻഡ് അടുത്തതോ റെസ്പിറേഷൻ എന്ന് പറയുമ്പം ഇവിടെ ഓക്സിജൻ എന്തു ചെയ്യുന്നു, റിയാക്ട്സ് വിത്ത് ഫുഡ്, ഗ്ലൂക്കോസുമായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫുഡുമായിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്, എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. അതേസമയം ബ്രീത്തിങ്ങിൽ എന്താണ്, ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ, ഓൺലി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി അടുത്ത് നോക്കുമ്പോഴോ എനർജി റിലീസ് നടക്കുന്നു, എനർജി ഈസ് റിലീസ്ഡ്. And here it is no energy released. Okay, അടുത്തതോ ഇതെവിടെ നടക്കുന്നത്, ഇറ്റ് ഒക്വേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. നമ്മുടെ ബോഡിയിൽ എവിടെയാണ്, സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺട്രിയൽ ആണ് നടക്കുന്നത്. രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ഗ്ലൈക്കോളിസും ക്രെബ്സ് സൈക്കിളും നടക്കുന്നത്. ബ്രീത്തിങ് എവിടെ നടക്കുന്നത്, നമ്മുടെ ലങ്സിൽ അല്ലേ, ഒക്വർ ഇൻ റെസ്പിറേറ്ററി ഓർഗൻസ്. നമ്മുടെ ഇത് ലങ്സിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാനും പഠിക്കണം കേട്ടോ. ഓക്കെ ദെൻ, ഓക്കെ അല്ലേ, റെഡി അല്ലേ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആണല്ലോ. യെസ്. ഇനി നെയിം ദി, അടുത്ത ചോദ്യം ഇതാണ്, നെയിം ദി എൻസൈം പ്രസൻറ്റ് ഇൻ സലൈവ. സലൈവയിലുള്ള എൻസൈം ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ് റോൾ? ഓക്കെ, വേഗം പറഞ്ഞോ, സലൈവയിലുള്ള എൻസൈം ഏതാണ്? യെസ്, ഏതാണ് സലൈവയിലുള്ള എൻസൈം ഏതാണ്? നാളെ മോർണിംഗ് ലൈവ് നമുക്ക് ഈവനിങ് മാരത്തൺ ആണ് കേട്ടോ ഉള്ളത്, ഈവനിങ് മാരത്തൺ ആണുള്ളത്. യെസ്, വെരി ഗുഡ്. ഏതാണ്? സലൈവറി അമിലേസ് ആണ് അല്ലേ, സലൈവറി അമിലേസ് ആണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? സലൈവറി അമിലേസ് എന്താ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ഇറ്റ്സ് റോൾ? വാട്ട് ഈസ് ഇറ്റ്സ് റോൾ? എന്താണ് സലൈവറി അമിലേസ് ചെയ്യുന്നത്? നാളെ വൈകുന്നേരം ഉണ്ട് കേട്ടോ, നാളെ വൈകുന്നേരം മാരത്തൺ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 150 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും നാളത്തെ വൈകുന്നേരത്തെ ലൈവിലേക്ക് വരണം 7 മണിക്ക് കേട്ടോ, മറക്കണ്ട. അമിലേസ് അല്ല, സലൈവറി അമിലേസ്. എന്താണ് അവർ ചെയ്യുന്നത്? യെസ്, സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുക, മാൾട്ടോസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത് അല്ലേ. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ക്ലിയർ അല്ലേ? യെസ്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. യെസ്, സെറ്റ് ആണോ മക്കളെ? യെസ്. അപ്പോൾ ഈ രീതിയിലും എങ്ങനെയാണ് എൻസൈംസ് നല്ലോണം അറിയണം. സലൈവറി അമിലേസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മൗത്തിൽ നിന്നാണ്. ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എറ്റ്സ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താ നടക്കുന്നത്? വാട്ടർ അബ്സോർപ്ഷനാണ് നടക്കുന്നത്.
ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ ആയോ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നാളെ നമ്മൾ റീസെൻ്റ്ലി ആയിട്ടുള്ള വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ പാറ്റേൺസും ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസും ആയിട്ട് നമ്മൾ ബയോളജി വരും. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കൂടെ ചേർന്ന് 150 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരും മറക്കരുത്. അപ്പം നാളെ എന്തായാലും ലൈവിൽ വരേണ്ടതാണ് കേട്ടോ. മറക്കുമോ? നാളെ മറക്കരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടെ തരട്ടെ. എന്തുകൊണ്ടാണ് വാൾവ്സ് വെയിൻസിൽ, അത് നിങ്ങൾക്കറിയോ? വാട്ട് ഈസ് ദി റോൾ ഓഫ്, ഓരോ ചോദ്യം കാണുമ്പം ആണ് ഓരോ ചോദ്യം ഓർക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് വാൾവ്സ് ഇൻ വെയിൻസ്? ഓക്കെ, യെസ്. നമ്മൾ സർക്കുലേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു വാൾവ് ഉണ്ടെന്ന്, വെയിൻസിന് വാൾവ്സ് ഉണ്ടെന്ന്. ഏതെന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് വാൾവ് ഇൻ ദ വെയിൻസ്? എന്തിനു വേണ്ടിയിട്ടാണ്? വെയിൻസിൽ എന്തിനാണ് നമ്മൾ വാൾവ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്ത്? ഈ ഒരു വാൾവ് കൊടുത്തിരിക്കുന്നത് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കൊണ്ടാണ്. യെസ്, റിയൽ ഹ്യൂമൻ ബീയിങ് പറഞ്ഞു, ക്യൂൻ ബി പറയുന്നു. യെസ്, എന്താണ് മക്കളെ? യെസ്, അക്മലാസൻ പറയുന്നു. കമലാസൻ ആണോ? ഡാർവിൻ പറയുന്നുണ്ട്. എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദി ബാക്ക് ഫ്ലോ അല്ലേ? ഇറ്റ് പ്രിവെന്റ്സ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലേ? യെസ്. അപ്പോൾ ഗ്രാവിറ്റി വഴി അത് താഴോട്ട് ഫ്ലോ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ബാക്ക് ഫ്ലോ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർട്ടിന് എന്ത് ചെയ്യുന്നത്? വെയിൻസിൽ ഈ ഒരു എന്താണ് വെയിൻസിന് വാൽവുകൾ ഉണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഒട്ടും സമയം കളയാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുക. നാളത്തെ ദിവസം നല്ല ക്രൂഷ്യൽ ഡേ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുമല്ലേ? യെസ്, ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മൾ ഇന്നത്തെ ദിവസം വളരെ എന്ത് ചെയ്ത് അടിപൊളിയായിട്ട് ബയോളജി പ്രിപ്പയർ ചെയ്താണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ മിസ്സിനെ മെൻഷൻ ചെയ്യുക. മിസ് ഇതാ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ഒരു എക്സാം. നമുക്ക് വീണ്ടും നാളത്തെ ലൈവിൽ കാണാം. അടിപൊളിയായിട്ട് നാളത്തെ പകലുള്ള ദിവസം നല്ല രീതിയിൽ ഇതൊക്കെ റിവൈസ് ചെയ്യാം. നോട്ട്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാപ്സ്യൂൾ നോട്ട്സൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് എക്സാമിന് നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം കഴിഞ്ഞ് റിവൈസ് ചെയ്തിട്ടുള്ളതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ ഡിയേഴ്സ്? യെസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.